So അതിനകത്ത് വന്ന ഒരു ടോപ്പിക് about somehow it actually came in about communion and the importance of having that included as part of ഒരു churchന്റെ ഒരു gathering, as part of an order. നമ്മൾ കണ്ടല്ലോ വചനത്തിൽ നമ്മളത് പഠിച്ചു that it's actually a essential and integral part of a Christian gathering. So we wanted to actually maybe do a week or two depending on the time and how it is study a little bit about what that really means and the essence and for me and personally ഞാൻ ചിന്തിക്കുമ്പോൾ a lot of the times നമ്മൾ communion church എടുക്കുമ്പോൾ we always think ദൈവം കമാൻഡ് ചെയ്തു do this in remembrance of me, അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നു, റൈറ്റ്? പക്ഷേ റിയലി അതിൻ്റെ ആ ഒരു കഴിഞ്ഞ ആഴ്ച നമ്മൾ ചെറിയതായിട്ടൊന്ന് അതിൻ്റെ ആ ഡെപ്തിലോട്ടൊന്ന് കയറിയപ്പം വി അണ്ടർസ്റ്റാൻഡ് ഹൗ നമ്മൾ ശരിക്കും ആ ഒരു ഭയങ്കര ഒരു സൂപ്പർഫിഷ്യൽ ലെയറിലാണ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. നമ്മൾ ചില കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ റൈറ്റ് വി ആർ ഡൂയിങ് ഇറ്റ് ബിക്കോസ് ഗോഡ് കമാൻഡഡ് അസ്. പക്ഷേ ശരിക്കും അതിൻ്റെ depth and gravity of what God is actually asking each one of us to do, right? As part of communion നമ്മളത് ശരിക്കും മനസ്സിലാക്കുന്നില്ല. ആൻഡ് സോ നമ്മളത് എടുക്കുമ്പോൾ നമ്മളൊരു വലിയൊരു ആചാരമായിട്ട് ചിലപ്പം എടുക്കാറുണ്ട്, റൈറ്റ്, in our lives. So അതുകൊണ്ട് നമ്മൾ ഓർത്തു we'll come together and we'll study about that a little bit, right? So കുറച്ച് verses we had shared on the group and we had shared a little bit of the outline. We thought we'll all come together and we'll go through it together. So visual context. കർത്താവിൻ്റെ മേശ, കർത്തൃമേശ. അപ്പോൾ എനിക്ക് തോന്നുന്നു വളരെ സീരിയസ് ആയിട്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പുതിയ നിയമസഭ അറിഞ്ഞിരിക്കേണ്ട, പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് ഹോളി കമ്മ്യൂണിയൻ എന്താണെന്ന്. എനിക്ക് തോന്നുന്നു പലപ്പോഴും നമ്മുടെ ചർച്ചുകളിൽ നമ്മുടെ കർത്തൃമേശയല്ല, എനിക്ക് തോന്നുന്നു ഒത്തിരി ടൈം എടുക്കും, ലൈക്ക് 45 minutes 1 hour ഒക്കെ എടുത്ത് നമ്മൾ കർത്തൃമേശ ചെയ്യും. പക്ഷെ നമ്മൾ ഈ പാരമ്പര്യ സഭകളിലെ ലിറ്റർജിക്കൽ ചർച്ച ചെയ്യുന്ന പോലെ ഒരേ വേദഭാഗം യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ നിന്ന് വായിക്കുന്നു, കൊരിന്തിൽ നിന്ന് വായിക്കുന്നു, നമ്മൾ ഒരു ആചാരം പോലും ഇത് ചെയ്യുന്നു എന്നല്ലാതെ ആളുകൾ ഇതിൻ്റെ ഒരു ഡെപ്തോ പുതിയ നിയമസഭയ്ക്ക് ഇത് എന്തുകൊണ്ട് ആചരിക്കേണ്ട അല്ലെ ചെയ്യേണ്ട കാര്യമാണെന്നോ എന്നത് ഒരുപക്ഷെ പലപ്പോഴും നമ്മൾ മിസ്സാകുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ റൂട്ട് ലെവലിൽ എന്താണ് ഹോളി കമ്മ്യൂണിയൻ, അതായത് പുതിയ നിയമസഭയ്ക്ക് കർത്തൃമേശ എന്നത് എന്താണെന്നോ അതിൻ്റെ ഇമ്പോർട്ടൻസും നമ്മളിന്ന് ഡീറ്റെയിൽഡായിട്ട് പഠിക്കാൻ പോവാണ്. ആ ഡീറ്റെയിലായിട്ട് പഠിക്കുന്നതുകൊണ്ട് തന്നെ നമ്മളൊരു ഇച്ചിരി ആഴത്തിൽ ഇറങ്ങിപ്പോകും. അപ്പോൾ നിങ്ങൾ ഇടയ്ക്ക് നിങ്ങൾക്ക് ഡൗട്ട്സ് ഉള്ളതൊക്കെ നമുക്ക് ഒരുമിച്ച് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ പക്ഷേ വളരെ കീനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ, കാരണം അത് വളരെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സാധനമാണത്. എനിക്ക് തോന്നുന്നു നമ്മൾ ഈ കർത്തൃമേശയെ പറ്റി പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം പഠിക്കേണ്ടത് കവനൻസിനെ പറ്റിയാണ്. കവനൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉടമ്പടി. അപ്പോൾ നമുക്കെല്ലാം അറിയാം അവർ ഗോഡ് ഈസ് എ ഗോഡ് ഓഫ് കവനൻ്റ്. അതായത് നമ്മുടെ ദൈവം എന്താണ്? ഉടമ്പടികളുടെ ദൈവമാണ്. ദൈവം ഒരിക്കലും മനുഷ്യരാശിക്ക് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ആദ്യത്തെ പോയിന്റ് എടുത്താൽ അത് തൊട്ട് ഈ നിമിഷം വരെയും ഇനിയും പോട്ടെ നമ്മുടെ എറ്റേണിറ്റി വരെ വെളിപ്പാടിൽ നമ്മളോട് പറഞ്ഞു തന്നിരിക്കുന്ന പോയിന്റ് വരെയും ദൈവം കവനൻസിൻ്റെ ബേസിൽ മാത്രം മനുഷ്യനോട് ഡീല് ചെയ്യുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ദൈവം നീതിമാനായതുകൊണ്ട് തന്നെ, ദൈവം വാക്ക് പറഞ്ഞാൽ മാറാത്തതായതുകൊണ്ടും ഉടമ്പടികളുടെ ബേസിൽ എന്ത് ചെയ്യത്തുള്ളൂ? ദൈവം നമ്മളോട് ഇടപെടത്തുള്ളൂ. അപ്പം നമ്മൾ ത്രൂ ഔട്ട് ബൈബിളിനെ എടുത്തിട്ട് നമ്മൾ പഠിക്കുമ്പം പ്രധാനമായിട്ടും 5 ഉടമ്പടികളിൽ കൂടിയാണ് മൊത്തം ബൈബിളും. ഇങ്ങനെ നമ്മളിപ്പോൾ പില്ലേഴ്സായിട്ട് എടുക്കുകയാണെങ്കിൽ മൊത്തം ബൈബിളിനെ എടുത്താൽ 5 പില്ലറിലാണ് അത് താങ്ങി നിർത്തുന്നത്. അത് എവിടെ നിന്ന് തുടങ്ങുന്നതാണെന്ന് ചോദിച്ചാൽ ഒന്നാമത്തെ ഏതാണ്? അബ്രഹാമിക് കവനൻ്റ്. അബ്രഹാമിന് മുമ്പ് നോഹൈക് കവനൻ്റ് ഉണ്ടായിരുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കവനൻ്റാണ്. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ വേൾഡ് തുടങ്ങുന്നത് എവിടുന്നാണ്? നോഹയുടെ പ്രളയത്തിന് ശേഷമാണല്ലോ. അപ്പം നോഹൈക് കവനൻ്റ് ഉണ്ടായിരുന്നു, അബ്രഹാമിക് കവനൻ്റ് ഉണ്ടായിരുന്നു, പിന്നെ മോസൈക് കവനൻ്റ് ഉണ്ടായിരുന്നു, ഡേവിഡിക് കവനൻ്റ് ദാവീദിനോട് ചെയ്ത ഉടമ്പടി ഉണ്ടായിരുന്നു, ന്യൂ കവനൻ്റ് യേശു ക്രിസ്തുവിൽ കൂടി വന്ന പുതിയ ഉടമ്പടി. ഈ 5 കവനൻറ്റിൻ്റെ ബേസിലാണ് നമ്മളിപ്പം എൻ്റെ ബൈബിളിനെ എടുത്താൽ ബൈബിളിനെ താങ്ങി നിർത്തുന്ന ഉടമ്പടികൾ. ചിലർ കുറച്ചുകൂടി ഡീപ്പായിട്ട് പോയിട്ട് 2 ഉടമ്പടികളോട് ഇതിൻ്റെ അകത്ത് നിന്ന് കണ്ടെടുക്കും. ഒന്ന് ഏതാണ്? ആദമിക് കവനൻറ്റ്, അതായത് ആദാമിനോട് ദൈവം ചെയ്ത കവനൻറ്റ് എടുക്കും. പിന്നെ ഒന്നുകൂടെ ഉള്ളതെന്ന് പറഞ്ഞാൽ ജോഷുവായ് കവനൻറ്റ്, ജോഷുവായോട് ദൈവം ഒരു ഉടമ്പടി ചെയ്തായിരുന്നു. അപ്പോൾ അതുകൂടെ എടുത്താൽ ഈ ചിലർ ഈ 7 എന്നുള്ള സംഖ്യ ബിബ്ലിക്കലി ഒരു പൂർത്തീകരണത്തിൻ്റെ ഒരു ഫുൾനെസ്സിൻ്റെ നമ്പർ ആയതുകൊണ്ട് ഈ 7 എന്നുള്ള 7 കവനൻറ്റിനെ എടുത്ത് പഠിക്കുന്നവരും ഉണ്ട്. ഇപ്പം നമ്മൾ പറഞ്ഞു അബ്രഹാമിൻ്റെ ഈ 5 കവനൻറ്റ് വരുന്നതാണ്. മറ്റേ 2 എണ്ണം ജോഷുവായ്ക്കും ആദമിക്കും എക്സ്ട്രാ 2 കവനൻറ്റുണ്ട്. അങ്ങനെ മൊത്തം 7 ഉടമ്പടികളാണ് എന്തുള്ളത്. നമുക്ക് ബൈബിൾ എടുത്താൽ മുഴുവൻ ബൈബിളിലും കാണാൻ പറ്റുന്നത് എന്താണ്? 7 ഉടമ്പടികളാണ്.
അപ്പം ദൈവം എല്ലാ കാലത്തും എന്ത് ചെയ്യും? ഒരു ഉടമ്പടി ചെയ്യും അല്ലേ? ആ ജനറേഷനോട്, അല്ലെ അവിടുന്ന് ചോസനായിട്ടുള്ള ഒരാളോട് ദൈവം എന്ത് ചെയ്യും? ഒരു ഉടമ്പടി ചെയ്യും. ഇപ്പോൾ പഴയ നിയമത്തിൽ ചോസനായിട്ടുള്ളവർ, അതായത് മോശയുടെ കാലം തൊട്ട് ഇങ്ങോട്ട്, അല്ലെങ്കിൽ അബ്രഹാം തൊട്ട് ഇസ്ഹാക്ക്, യാക്കോബിൻ്റെ കാലം തൊട്ട് ഇങ്ങോട്ട് ചോസൻ ആരായിരുന്നു? ഇസ്രായേലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടം തൊട്ട് ഇങ്ങോട്ടുള്ള, മേ ബി ലൈക്ക് ഏബ്രഹാമിൻ്റെ കവനൻ്റ് കഴിഞ്ഞ് മോശയുടെ കവനൻ്റ് തൊട്ട് ഇങ്ങോട്ടുള്ളതെല്ലാം ഇസ്രായേൽ എന്ന് പറയുന്ന നേഷനോടുള്ള ഉടമ്പടിയായിരുന്നു. അതിനു മുമ്പ് ചെയ്തതെല്ലാം ആ ജനങ്ങളോട് ബന്ധപ്പെട്ടുള്ള കവനൻ്റും ഉണ്ട്, പിന്നെന്തുണ്ട്? മുഴുവൻ ലോകത്തോടുള്ള ഉടമ്പടിയുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ കവനൻ്റായിട്ട് എടുക്കാം. ഇപ്പം നമ്മൾ ഈ പറഞ്ഞ ആദ്യത്തെ ആദമിക് കവനൻ്റ് നമുക്കങ്ങ് വിടാം, അതങ്ങ് ഒത്തിരി പഴയതാണല്ലോ. ജോഷുവായി കവനൻ്റ് നമുക്ക് വിടാം, കാരണം അത് കുറച്ചുകൂടെ ഈ ഇസ്രായേൽ മക്കൾ കനാനിലോട്ട് വന്നപ്പം അവരങ്ങ് ഭയങ്കര അങ്ങ് വിഗ്രഹാരാധികളായിരുന്നു. ആ സമയത്താണ് യോശുവൊക്കെ പറഞ്ഞത്, നിങ്ങളൊക്കെ എന്തെങ്കിലും കാണിക്കും, ഞാനും എൻ്റെ കുടുംബമോ യഹോവയെ സേവിക്കുന്നത്. അപ്പം ആ സമയത്ത് ജോഷുവയോട് ദൈവം ചെയ്ത കവനൻറ്റിൽ കുറച്ചും കൂടി ഒരു പ്രീസ്റ്റ്ലി ഇൻവോൾവ്മെൻ്റ് ആയിരുന്നു, അല്ലെങ്കിൽ ഒരു പുരോഹിത തലത്തിലുള്ള കവനൻ്റ് ആയിരുന്നു. അപ്പം നമുക്ക് ഈ ആദമിക്കും ജോഷുവായിക്കും മാറ്റി നിർത്താം. ബാക്കി കവനൻറ്റുകളെ നമ്മൾ എടുക്കുകയാണെങ്കിൽ, നോഹയോട് ദൈവം ഉടമ്പടി ചെയ്തല്ലേ? നോഹയോട് ദൈവം ചെയ്ത ഉടമ്പടിക്ക്, ഈ ഉടമ്പടികളെ പറ്റി നമ്മൾ പഠിക്കുമ്പം 2 തരത്തിലെ ഉടമ്പടികളാണ് മൊത്തത്തിൽ ബൈബിളിൽ നമ്മൾ പഠിക്കുമ്പോൾ കാണുന്നത്. ഇതിന് ടെക്നിക്കൽ ടൈമിൽ പറയുമ്പോൾ നമ്മൾ ഒന്ന് സൂട്ട്സേരിയൻ വാസൽ കവനൻ്റ് എന്നും റോയൽ ഗ്രാൻഡ് കവനൻ്റ് എന്നും പറയും. ഈ പദമൊന്നും നിങ്ങൾ ഓർത്തിരിക്കേണ്ട. പക്ഷേ ഞാൻ എന്തിനത് പറയുന്നതെന്ന് ചോദിച്ചാൽ, നാളെ ഇൻ കേസ് എവിടുന്നെങ്കിലും കേൾക്കുമ്പോഴും നമ്മളത് കേട്ടിട്ടില്ലല്ലോ എന്ന് വിചാരിക്കല്ലേ. ഈ സൂട്ട്സേരിയൻ വാസൽ സിമ്പിൾ, അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ പറയത്തില്ലേ ജന്മി കുടിയാൻ എന്ന് പറയത്തില്ലേ? സൂട്ട്സേരിയൻ എന്ന് പറഞ്ഞാൽ കൂടിയ ഒരാളും വാസൽ എന്ന് പറഞ്ഞാൽ കുറഞ്ഞ ഒരാളും. അപ്പോൾ കൂടിയ ഒരാൾ കുറഞ്ഞ ഒരാളോട് ചെയ്യുന്ന ഉടമ്പടിയാണ് എന്ത്? സൂട്ട്സേരിയൻ വാസൽ കവനൻ്റ് എന്ന് പറഞ്ഞാൽ. മനസ്സിലായോ? റോയൽ ഗ്രാൻഡ് എന്ന് പറഞ്ഞാൽ ഒരാൾ മറ്റൊരാളോട് എന്താ പറയേണ്ടത്, ഒരു കണ്ടീഷൻസും ഇല്ലാതെ ഒരു കവനൻ്റ് ചെയ്യുകയാണ്. അതിനെയാണ് റോയൽ ഗ്രാൻഡ് കവനൻ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ 2 തരം കവനൻ്റുകളാണ് ഉടമ്പടികൾ. ഇതും എഗ്രിമെൻറ്റും തമ്മിൽ തെറ്റിദ്ധരിക്കരുത്. എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എഗ്രിമെൻ്റ് കുറച്ചുകൂടി, എഗ്രിമെൻറ്റിനെ ഓവർസീ ചെയ്യുന്നത് ഒരു തേർഡ് പാർട്ടി ലോ ആയിരിക്കും. മനസ്സിലായി? ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പം സനോയുടെ വസ്തു ഞാൻ വാങ്ങിക്കുക, ഞങ്ങൾ തമ്മിൽ കവനൻ്റ് അല്ല വെക്കുന്നത്, എഗ്രിമെൻ്റാണ് വെക്കുന്നത്. അപ്പം ഈ എഗ്രിമെൻറ്റിനെ ഓവർസീ ചെയ്യുന്ന കനേഡിയൻ ഒരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, അവരുടെ ഒരു റൂളുണ്ട്. ആ റൂളാണ് എഗ്രിമെൻറ്റിനെ ഓവർസീ ചെയ്യുന്നത്. കവനൻ്റ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അകത്ത് തേർഡ് പാർട്ടി ഇല്ല. ഇപ്പം ഞാനും റോബിനും തമ്മിലൊരു കവനൻ്റ് വെക്കുക, ഉടമ്പടി വെക്കുക. ഞാൻ പറയാം, റോബിനെ എൻ്റെ കാർ നീ ഓടിച്ചു, ഇത്ര കിലോമീറ്റർ ആകുമ്പോൾ നീ എനിക്കൊരു 500 രൂപ വെച്ച് തരണം. ഇത് ഞങ്ങൾ തമ്മിൽ വെക്കുന്ന എന്താണ്? ഒരു ഉടമ്പടിയാണ്. മനസ്സിലായോ? ഇതിനകത്തിൽ ഞാൻ എൻ്റെ കാർ റോബിന് കൊടുക്കുന്നു, റോബിൻ ഓടിക്കുന്നു, ഓരോ 500 കിലോമീറ്റർ ആകുമ്പോഴും റോബിൻ എനിക്ക് $100 വെച്ച് അല്ലെങ്കിൽ $500 വെച്ച് തരുന്നു. ഇതാണ് എന്ത്? ഉടമ്പടി. അപ്പോൾ ഈ ഉടമ്പടി 2 തരത്തിലുണ്ട്. ഒന്ന് ബൈലാറ്ററലുണ്ട്, മറ്റൊന്ന് യൂണിലാറ്ററലുമുണ്ട്. ബൈലാറ്ററൽ എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ദൈവം ഇസ്രായേലിനോട് പറയുക, ഞാൻ 10 കൽപ്പന നിങ്ങൾക്ക് അങ്ങോട്ട് തരിക. ഓക്കെ, ഈ 10 കൽപ്പന തരുമ്പം നിങ്ങൾ ഈ 10 കൽപ്പനയെ അനുസരിച്ച് ജീവിച്ചാൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കാം. നിങ്ങൾക്ക് ആടുമാടിനെ തരാം, നിങ്ങൾക്ക് അത് തരാം, ഇത് തരാം. അപ്പോൾ ഇതെന്തായി മാറി? ബൈലാറ്ററലായി മാറി. അതായത് ഞാൻ തരും എന്ത്? അനുഗ്രഹം. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം? കൽപ്പന പ്രവർത്തിക്കണം. 2 പേർക്കും ഇതിൻ്റെ അകത്തിൽ എന്തുണ്ട്? റോളുണ്ട്. അപ്പോൾ ബൈലാറ്ററലായി. യൂണിലാറ്ററൽ എന്ന് പറഞ്ഞാൽ, ഞാൻ പറയുക തമ്പിയെങ്കിൽ ഞാൻ ഒരു 1,00,000 രൂപ തരാം, അതിൻ്റെ അകത്ത് അങ്കിളിന് ഒരു റോളും ഇല്ല, അങ്കിൾ എന്തൊക്കെ ചെയ്താലും ഐ ഡോണ്ട് കെയർ, ഞാൻ പൈസ തരാമെന്ന് പറഞ്ഞ് ഞാൻ എന്ത് ചെയ്യും? തരും. ഇതാണെന്ത്? യൂണിലാറ്ററൽ. അപ്പോൾ കവനൻ്റ് എന്തുണ്ട്? 2 തരമുണ്ട്. ഒന്ന് നമ്മൾ പറഞ്ഞു സൂട്ട്സേരിയൻ വാസൽ കവനൻ്റ് ഉണ്ട്, അതായത് ഒരു വലിയ ആൾ കുറഞ്ഞ ആളോട് ചെയ്യുന്നതും. റോയൽ ഗ്രാൻഡ് കവനൻ്റും ഉണ്ട്. ഈ കവനൻ്റുകളെ തന്നെ 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. യൂണിലാറ്ററലും ഉണ്ട്, ബൈലാറ്ററലും ഉണ്ട്. നമ്മൾ ഇതെല്ലാം നമ്മൾ പഠിക്കുന്നത് ബൈബിളിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളെ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കിയ ടേമുകളായിട്ട്. ഇപ്പോൾ റാപ്ചർ എന്നുള്ള വാക്ക് ബൈബിളിൽ ഇല്ലല്ലോ. പക്ഷെ നമ്മൾ റാപ്ചറിനെ മനസ്സിലാക്കാൻ ആ എഴുതിയിരിക്കുന്നതിനെ റാപ്റ്റൂസ് എന്നുള്ള ഒരു ലാറ്റിൻ വൾഗേറ്റിൽ ട്രാൻസ്ലേറ്റ് ചെയ്തൊരു വാക്കിൽ നിന്ന് എടുത്ത് നമ്മൾ പഠിക്കുന്ന ട്രിനിറ്റി എന്നൊരു വാക്ക് ബൈബിളിലുണ്ടോ? ഇല്ല. പക്ഷെ നമ്മൾ ദൈവത്തിൻ്റെ ക്യാരക്ടറിനെ പഠിക്കാൻ, ദൈവത്തിൻ്റെ ബീയിങ്ങിനെ പഠിക്കാൻ നമ്മൾ ഉണ്ടാക്കിയെടുത്തൊരു വാക്കാണ് എന്ത്? ട്രിനിറ്റി. അപ്പം നമ്മൾ ഇതൊക്കെ പഠിക്കുമ്പം സൂട്ട്സേരിയൻ വാസൽ എന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടോ എന്നതല്ല ഇവിടുത്തെ പോയിന്റ്. അതിനെ പഠിക്കാൻ വേണ്ടി നമ്മൾ പിന്നീട് തിയോളജിയൻസ് അതിനെ പഠിച്ചു വന്നപ്പം ഉണ്ടാക്കിയെടുത്തൊരു ടേമാണ്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ കവനൻ്റ് ഏതായിരുന്നു? നോഹൈ കവനൻ്റ്. ഈ കവനൻ്റ്, ബിബ്ലിക്കൽ കവനൻസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ദൈവം ഒരു ഉടമ്പടി ചെയ്യുമ്പോൾ
ഈ ഉടമ്പടിക്കെല്ലാം എന്തുണ്ട്? നമ്മൾ മലയാളത്തിൽ പറഞ്ഞാൽ ഒരടയാളമുണ്ട്. ഒരു സൈൻ വെക്കും, ഒരടയാളമുണ്ട്. ഈ അടയാളം എന്തിനാണെന്ന് ചോദിച്ചാൽ ഈ കവനൻറ്റിനെ എന്ത് ചെയ്യാനാ? മറക്കാതിരിക്കാനാ. അപ്പം ദൈവം നോഹയോട് പറഞ്ഞ്, ഇനി ഞാൻ എന്ത് ചെയ്യത്തില്ല? പ്രളയം കൊണ്ട് ഭൂമിയെ നശിപ്പിക്കത്തില്ല. അതൊക്കെ ആക്ച്വലി നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുള്ളതാണ്. ഇനിയും ഞാൻ ഭൂമിയിൽ ഇതിന് ഉറങ്ങുക കേട്ടോ. അപ്പം നോക്കിയ ദൈവം പറയാ, ഇനിയും ഞാൻ ഭൂമിയെ എന്ത് ചെയ്യത്തില്ല. അപ്പം അതിനർത്ഥം എന്താണ്? ഇതിന് മുമ്പ് ഒരു പക്ഷേ ഈ പ്രീ ആർമിക് വേൾഡ് എന്നൊരു കോൺസെപ്റ്റിലോട്ടൊക്കെ പോകുമ്പോൾ അത് വളരെ വാലിഡായിട്ടുള്ള പോയിന്റാണ്. നമ്മളിപ്പോൾ അങ്ങോട്ട് പോകണ്ട. അപ്പം നോക്കി, ഇനി ഞാൻ നശിപ്പിക്കത്തില്ലെന്ന് പറഞ്ഞിട്ട് അതിന് അടയാളമായിട്ട് ദൈവം എന്ത് ചെയ്തു? മഴവില്ല് എടുത്ത് വെച്ചു. അപ്പം മഴവില്ല് കാണുമ്പോഴെല്ലാം നോഹയോട് ചെയ്ത ഉടമ്പടി എന്ത് ചെയ്യപ്പെടുക? പുതുക്കുക. ആകാശത്ത് മഴവില്ല് കാണുമ്പം ഇപ്പോഴും നമുക്കൊരു കാര്യം ഉറപ്പിക്കാം, നമ്മുടെ വല്യപ്പച്ചനായ നോഹയോട് ദൈവം എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ഉടമ്പടി ചെയ്തിട്ടുണ്ട്. പ്രളയം കൊണ്ട് ദൈവം ഇനി എന്ത് ചെയ്യത്തില്ല? ഭൂമിയെ നശിപ്പിച്ച് കളയത്തില്ല. അപ്പം എല്ലാ ഉടമ്പടിക്കും ഇതുപോലെ ദൈവം ഒരു സൈനുണ്ട്, ഒരു അടയാളമുണ്ട്. നോഹയുടെ കഴിഞ്ഞിട്ട് അബ്രഹാമിൻ്റെ വന്നപ്പം അബ്രഹാമിൻ്റെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇനി ഈ കവനൻ്റ് ആർക്കൊക്കെയാണ് ആപ്ലിക്കബിൾ എന്ന് ചോദിച്ചാൽ, ഈ കവനൻറ്റിൻ്റെ അണ്ടറിൽ, ഉടമ്പടിയുടെ അണ്ടറിൽ ആരൊക്കെ വരുന്നുണ്ടോ അവർക്കാണ് എന്തുള്ളത്? ഈ കവനൻറ്റുകൾ ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. ഇപ്പം നമ്മൾ നോക്കുമ്പം നോഹയുടെ കവനൻറ്റ് നമുക്ക് ആപ്ലിക്കബിളാണ്. കാരണം നമ്മൾ ഇപ്പോഴും ജീവിക്കുന്ന എവിടെയാണ്? നോഹ ജീവിച്ച ഭൂമിയിൽ തന്നെ നമ്മൾ ജീവിക്കുന്നേ. അപ്പം നോഹയോട് പറയുക, ഈ ഭൂമിയെ ഞാൻ ഇനിയും പ്രളയം കൊണ്ട് നശിപ്പിക്കില്ലെന്ന് പറയുമ്പോൾ ഈ ഭൂമി ഉള്ളിടത്തോളം നോഹയോട് പറഞ്ഞിരിക്കുന്ന കവനൻറ്റ് നമുക്ക് എന്താണ്? ആപ്ലിക്കബിളാണ്. അബ്രഹാമിനോട് പറഞ്ഞിരിക്കുന്ന കവനൻറ്റ് എന്താണ്? നമുക്കെന്താണ്? ആപ്ലിക്കബിളാണ്. കാരണം അബ്രഹാമിനോട് പറയുക, ഞാൻ നിന്റെ സന്തതിയെ ആകാശത്തെ നക്ഷത്രങ്ങളെ പോലെയും ഭൂമിയിലെ മണൽത്തരി പോലെയും ആക്കും, നിന്നിൽ കൂടി ജാതികൾ എന്ത് ചെയ്യും? അനുഗ്രഹിക്കപ്പെടും. അബ്രഹാമിനോട് ദൈവം കൊടുത്ത കവനൻറ്റിൻ്റെ മറുപടിയാണ് ഈ ഇരിക്കുന്ന നമ്മളെല്ലാവരും, അല്ലേ? അപ്പോൾ അബ്രഹാമിനോട് കൊടുത്ത കവനൻറ്റിനെ ഓർമ്മിപ്പിക്കപ്പെടുത്താൻ വേണ്ടിയിട്ട് വെച്ച സൈൻ എന്തായിരുന്നു? സർക്കംസിഷൻ, അതായത് പരിച്ഛേദന. അതുകൊണ്ടാണ് അബ്രഹാം തൊട്ടുള്ള എല്ലാ യഹൂദന്മാരും എന്ത് ചെയ്യുന്നത്? പരിച്ഛേദന ഏൽക്കുന്നത്. അപ്പോൾ ഓരോ യഹൂദനും പരിച്ഛേദന ഏൽക്കുമ്പോൾ അവൻ്റെ ശരീരത്ത് പരിച്ഛേദന എന്ന അടയാളമുള്ളപ്പം അവരെല്ലാം ഓർക്കുന്നത് എന്താ? എൻ്റെ വല്യപ്പച്ചനായിട്ടുള്ള അബ്രഹാമിനോട് ദൈവം ഒരു ഉടമ്പടി, ഒരു കവനൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോ അവനവരുടെ ശരീരത്ത് പരിച്ഛേദന ഏൽക്കുമ്പോഴും അവൻ്റെ ജീവിതകാലം മുഴുവൻ ആ പരിച്ഛേദനയുമായിട്ട് നടക്കുമ്പോഴും അവരെല്ലാം റിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ചിന്തയാണ്, എനിക്കെന്തുണ്ട്? എൻ്റെ വല്യപ്പച്ചനോട് ചെയ്ത ഒരു കവനൻ്റ് എൻ്റെ മേളിൽ കിടപ്പുണ്ട്. അതായിരുന്നു അബ്രഹാമിക് കവനൻ്റ്. അബ്രഹാമിൻ്റെ കഴിഞ്ഞിട്ട് മോശയുടെ കാലം വന്നപ്പം മോശയോട് ദൈവം എന്ത് ചെയ്തു? ഒരു ഉടമ്പടി ചെയ്തു. മോശയോട് ചെയ്ത ഉടമ്പടി എന്തായിരുന്നു? ഞാൻ നിങ്ങളെ കനാനിൽ എത്തിക്കും. അതിനു വേണ്ടിയിട്ട് വെച്ച അടയാളം എന്തായിരുന്നു? അല്ല, ശാബത്ത്. ന്യായപ്രമാണം അവർക്ക് കൊടുത്തതാണ്. അപ്പം ശബത്ത് ആചരിക്കുക എന്നതായിരുന്നു മോശെ കവനൻറ്റിന് വെച്ചിരിക്കുന്ന അടയാളം. അപ്പം എല്ലാ ആഴ്ചയും ഇവർ ശബത്ത് ആചരിക്കുമ്പം ഇവരെന്താ ചെയ്യുന്നേ? ഇവർ പറയുക, ഞങ്ങളുടെ ലീഡർ ആയിരുന്ന മോശയോട് യഹോവയായ ദൈവം ഒരു കവനൻ്റ്, ഒരു ഉടമ്പടി ചെയ്തിട്ടുണ്ട്. ആ ഉടമ്പടി എന്താ? ഒരു ദിവസം ഞങ്ങൾക്ക് ഒരു കനാൻ ഒരുക്കിയിട്ടുണ്ട്. ആ കനാനി ഞങ്ങൾ ചെന്ന് ചേരുമെന്നുള്ളത് ഇങ്ങനെ ഓരോ ആഴ്ചയും അവർ റിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഓരോ ശബത്തിലും മരുഭൂമിയിലായിരിക്കുന്ന ജനം ഓരോ ശബത്ത് ആചരിക്കുമ്പോഴും അവർക്കറിയാം എന്ത്? ഞങ്ങൾക്കൊരു കനാൻ ഒരുക്കിയിട്ടുണ്ടെന്നും അത് യഹോവയായ ദൈവം മോശയോട് വാഗ്ദത്തം പറഞ്ഞതാണെന്നും ആ കവനൻറ്റിനെ ഉറപ്പിക്കുകയും റീഅഷ്വറുകയും ചെയ്യുന്ന പ്രോസസ്സായിരുന്നു ശാബത്ത്. മോശയുടെ കാലമൊക്കെ കഴിഞ്ഞു. കുറേ കാലം കഴിഞ്ഞ് ഇവരെവിടെ വന്നു? കനാനിൽ വന്നു. പക്ഷെ അപ്പോഴും ഇവരെന്ത് ചെയ്തിട്ടില്ല? ഇസ്രായേൽ ജനം എല്ലാവരും കനാനി വന്നവർ എന്തുകൊണ്ടാണ് ഇവർ വന്നത്? മോശയോടൊരു ഉടമ്പടി ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഇവർ എന്ത് ചെയ്തേക്കുന്നത്? കനാനിൽ വന്നിരിക്കുന്നത്. അപ്പം ഇവരെന്ത് ചെയ്തു? കനാനി വന്നപ്പോഴും ഇവർ ശബത്ത് ആചരിക്കുന്നുണ്ട്. കാര്യം എന്താണെന്നറിയാമോ? നമ്മൾ പലപ്പോഴും ഇതിനെ കാണുന്നത്, നമ്മൾ വിചാരിക്കുന്നത്
ഈ അബ്രഹാമിനോട് ചെയ്ത വാഗ്ദത്തത്തെ നമ്മൾ ലിറ്ററലി ഇവർ കനാനിലെത്തിയത്, ഇസ്രായേലിൽ ഇവർ വന്നതിനെയാണ് കാണുന്നത്. പക്ഷേ ഇതാ ഞാൻ പറയുന്നത്, പഴയ നിയമങ്ങളെ നമ്മൾ പഠിക്കേണ്ടത് നമ്മൾ എപ്പോഴും പുതിയ നിയമത്തിൻ്റെ വെളിച്ചത്തിൽ നിന്നിട്ടാണ്. പുതിയ നിയമത്തിൽ ലേഖനകർത്താവ് പറയുക, അബ്രഹാം കനാനിലെത്തിയിട്ടും അബ്രഹാം വാഗ്ദത്ത നാട്ടിലെത്തിയിട്ടും എവിടെ ഈജിപ്റ്റ് മറ്റേ യൂഫ്രട്ടീസിൻ്റെ അപ്പുറത്ത് കടന്ന അബ്രഹാമിനെ, ഇപ്പോഴത്തെ ഇറാഖിൻ്റെ അങ്ങേ കോണി കിടന്ന അബ്രഹാമിനെ വാഗ്ദത്ത നാട്ടിൽ കൊണ്ടുവന്നിട്ടും അബ്രഹാം അവിടെ വീട് പണിതില്ല. അബ്രഹാം അവിടെ എന്തേ അടിച്ചുള്ളൂ? കൂടാരമേ അടിച്ചുള്ളൂ. കാരണം അബ്രഹാം അറിയാമായിരുന്നു ഇതിനെക്കാട്ടിലും പെർമനൻ്റ് ആയിട്ടുള്ള ഒരു നാട് അബ്രഹാമിനുണ്ടെന്നുള്ള വെളിച്ചം അബ്രഹാമിൻ്റെ ഉള്ളിലുള്ളത് കൊണ്ട് അബ്രഹാം കനാനി വന്നിട്ടും വീട് പണിതില്ല. അബ്രഹാം കൂടാരവാസിയായി പാർത്തതെന്ന് ലേഖനകർത്താവ് പറയുക. അപ്പോൾ പുതിയ നിയമത്തിൻ്റെ വെളിച്ചത്തിൽ വേണം നമ്മളിതിനെ കാണാൻ. അപ്പം പുതിയ നിയമത്തിൽ നിൽക്കുമ്പം നമുക്കിത് ആപ്ലിക്കബിൾ ആണോ? ഞാൻ പറഞ്ഞല്ലോ, നോഹയോട് ചെയ്തത് ആ ലോകത്ത് ജീവിക്കുന്നതുകൊണ്ട് ഇപ്പോഴും നമുക്ക് മഴവില്ല് കാണുമ്പോൾ നമുക്ക് ഉറപ്പിക്കാം നമ്മുടെ വലിയ അപ്പച്ചനോട് ചെയ്ത ഒരു വാഗ്ദത്തത്തിൻ്റെ ഉടമ്പടിയാണ് ആ നിൽക്കുന്നത്, നമുക്ക് ഉറപ്പിക്കാം. മോശയോട് ചെയ്ത വാഗ്ദത്തം നമുക്ക് ആപ്ലിക്കബിൾ ആണോ? അബ്രഹാം ചിന്തിച്ച് അതേ തോട്ടി ചിന്തിക്കണം. നമ്മൾ അവർ കനാനിൽ എത്തിയെങ്കിലും നമുക്കൊരു വാഗ്ദത്ത കനാൻ എന്ത് ചെയ്തിട്ടുണ്ട്? പ്രോമിസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കെന്തുണ്ട്? ഒരു ശബത്തിൻ്റെ അനുഭവം ശേഷിക്കുന്നുണ്ട്. എബ്രായ ലേഖന കർത്താവ് വ്യക്തമായിട്ടത് പറയുന്നുണ്ട്. അതുകൊണ്ട് നമുക്കെന്തുണ്ട്? ഒരു ശബത്തിൻ്റെ അനുഭവം ശേഷിക്കുന്നുണ്ട്. അപ്പം മോശയുടെ ഉടമ്പടിക്ക് ശേഷം ഇസ്രായേലിനോട് ചെയ്യുന്നത്, അതിനുശേഷം ജോഷുവായി കവനൻ്റ് ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ അതിലേക്ക് കടക്കുന്നില്ല. പിന്നീട് മെയിനായിട്ട് വന്നത് ഒരു കവനൻ്റ് എന്ന് പറഞ്ഞാൽ ദാവീദിനോട് ചെയ്ത ഉടമ്പടിയായിരുന്നു. അപ്പം ദാവീദിനോട് ദൈവം ചെയ്ത ഉടമ്പടി ഇപ്പോഴും വാലിഡാണ്. ദാവീദിനോട് ദൈവം ചെയ്ത ഉടമ്പടിയിൽ നിന്നാണ് സാക്ഷാൽ യേശുക്രിസ്തു ദാവീദിൻ്റെ സന്തതിയായിട്ട് നമ്മുടെ പാവങ്ങളുടെ പരിഹാരത്തിന് വേണ്ടിയിട്ട് ഭൂമിയിൽ വന്നത്. ദാവീദിൻ്റെ കുറ്റിയിൽ നിന്ന്, ഈശായുടെ കുറ്റിയിൽ നിന്ന് വന്നത്. അതുമാത്രമല്ല, ദാവീദിനോട് ചെയ്ത നിന്റെ സന്തതി എന്തു ചെയ്യും? വാഴുമെന്നുള്ള ഒരു പ്രോമിസ് ഇപ്പോഴും വെയിറ്റിംഗാണ്. അത് 1000 ആണ്ട് വാഴ്ചയിൽ ഫുൾഫില്ല് ചെയ്യുന്നൊരു കാര്യമാണ്. ആ 1000 ആണ്ട് വാഴ്ചയിൽ കർത്താവിൻ്റെ രക്തത്തിൽ വീണ്ടെടുക്കപ്പെട്ട് വിശ്വാസത്താൽ രക്ഷ നേടിയ നമ്മളെല്ലാവരും ഉള്ളതുകൊണ്ട് തന്നെ ഡേവിഡ് കവനൻ്റ് നമുക്ക് എന്താണ് ആപ്ലിക്കബിളാണ്. ഡേവിഡ് കവനൻ്റിൻ്റെ സൈൻ എന്തായിരുന്നെന്ന് ചോദിച്ചാൽ, അതുവരെ തിരുനിവാസം, അതായത് സമാഗമന കൂടാരത്തെ ഇവിടെ വന്നപ്പം തിരുനിവാസമാക്കി മാറ്റി. എവിടെ? ഷേക്കേമിലല്ലായിരുന്നു. എവിടെയായിരുന്നു വെച്ചാൽ തിരുനിവാസം കൊണ്ടുവച്ചത്? ബഥേലിലായിരുന്നു. ഇവര് ഇവിടെ ഇങ്ങ് വന്നപ്പം ഈ തിരുനിവാസം ഇവിടെ ആദ്യം സെറ്റ് ചെയ്തത് ദേവാലയത്തിന് മുമ്പ് ശാലേമിലായിരുന്നല്ലേ? എനിവേ, ഞാൻ സ്ഥലം ഓർക്കുന്നില്ല. ലൈക്ക് ഇവർ ദാവീദിൻ്റെ കാലത്തിന് മുമ്പ് ഇവരെന്ത് ചെയ്തു? തിരുനിവാസം ഉണ്ടായിരുന്നു. ദാവീദിനോട് ദൈവം വാക്ക് കൊടുത്ത ഉടമ്പടിയുടെ പകരമായിട്ടായിരുന്നു എന്തുണ്ടായത്? യെരുശലേം ദേവാലയമേ ഉണ്ടാകുന്നത്. അപ്പോൾ നോക്കിയാൽ ദാവീദിനോട് ദൈവം ഒരു ഉടമ്പടി ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ഈ ഉടമ്പടിയുടെ ഇതായിട്ട് ഞാൻ നിങ്ങൾക്ക് എന്ത് തരും? ഒരു ടെമ്പിള് തരാൻ പോകാം. അപ്പോൾ ദാവീദിനോട് നോക്കി, ദാവീദിന് അൺഫോർച്ചുനേറ്റ്ലി ദാവീദിന് പണിയാൻ പറ്റിയില്ല. ദാവീദ് പക്ഷേ എല്ലാം റെഡിയാക്കി വെച്ചു. ശലോമോൻ പവറിൽ വന്നു. ശലോമോൻ അപ്പോഴും എന്ത് ചെയ്തു? പണിതു. ഈ ടെമ്പിള് കാണുമ്പം ഓരോ യഹൂദനും ഓർക്കുന്ന ഒരു കാര്യമുണ്ട്. ഞങ്ങളുടെ പിതാവായിരുന്ന ദാവീദിനോട് ദൈവം എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു കവനൻ്റ് ചെയ്തിട്ടുണ്ട്. ആ കവനൻ്റ് പ്രകാരം എന്താണ്? ദാവീദിൻ്റെ സന്തതി വരുമെന്നും ഞങ്ങളുടെ ഒരു റിഡംഷൻ ഉണ്ടാകുമെന്നുമുള്ള ഒരു ചിന്തയിലാണ് ഓരോ യഹൂദനും യെരുശലേം ദേവാലയത്തെ നോക്കുമ്പോൾ കാണുന്നത്. അപ്പം നോക്കി, ദാവീദിനോട് ചെയ്ത ഒരു കവനൻറ്റിൻ്റെ പ്രോമിസ് നിവർത്തിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഒരു അടയാളമായിരുന്നു എന്ത്? ടെമ്പിള്, അതായത് യെരുശലേം ദേവാലയം. അപ്പം ദാവീദിനോടുള്ള കൊടുത്ത കവനൻറ്റിൻ്റെ പകുതി നിവർത്തിക്കപ്പെട്ടു. എന്ത്? ദാവീദിൽ നിന്നൊരു മശിഹ വന്നു, അല്ലേ? ഇനിയും ദാവീദിൻ്റെ സന്തതി വാഴുമെന്നുള്ളത് 1000 ആണ്ട് വാഴ്ച നടക്കുന്ന കാര്യമാണ്. അന്നും നമുക്ക് അതിൻ്റെ അകത്ത് പാട്ടുണ്ട്. അപ്പം നമുക്ക് എന്തുണ്ട്? നമുക്ക് ഡേവിഡിക് കവനൻറ്റിലും ഉണ്ട്. നമുക്കെന്തുണ്ട്? പാട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് നമുക്കുണ്ടായ ഒരു കവനൻ്റാണ് എന്ത്? ന്യൂ കവനൻ്റ്, അതായത് പുതിയ നിയമ ഉടമ്പടി. എന്തായിരുന്നു പുതിയ നിയമ ഉടമ്പടി? അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന കവനൻ്റുകളെല്ലാം നമുക്ക് ആപ്ലിക്കബിളാണ്. ഒന്നേതാണ്? നമുക്കൊരു കനാനുണ്ട്. അത് പക്ഷേ ഏതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്? മോശയ്ക്ക് കൊടുത്ത കവനൻ്റുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന.
ദാവീദിനോട് പറഞ്ഞിരിക്കുന്നത് അനുസരിച്ചിട്ട് നമുക്ക് ഇനി ഒരു 1000 ആണ്ട് വാഴ്ചയുണ്ട്. അന്ന് മശിഹ എന്ത് ചെയ്യും? സകല ലോകത്തിൻ്റെയും രാജാവായിട്ട് യെരുശലേം കേന്ദ്രീകരിച്ച് ലിറ്ററലി മശിഹ ഒരു 1000 വർഷം അങ്ങ് ഭരിക്കും. അതും എന്തുണ്ട്? ഒരു ഫുൾഫിൽമെൻ്റ് ആയിട്ട് കിടക്കുന്നുണ്ട്. ന്യൂ കവനൻറ്റിൻ്റെ കീഴിൽ വന്നപ്പം സാക്ഷാൽ ദൈവപുത്രൻ ഇറങ്ങി വന്ന് കാൽവറിയിൽ സ്വന്തം ചോര കൊണ്ടൊരു കവനൻ്റ് അങ്ങ് എഴുതി വെച്ചു. ആ കവനൻറ്റിൻ്റെ കീഴിലാണ് നമ്മൾ എന്തായിരിക്കുന്നത്? നമ്മളായിരിക്കുന്നത് അല്ലേ? പാപികളും ദോഷികളുമായ നമ്മളെ, ജാതികളായിരുന്ന നമ്മളെ ദൈവം എന്ത് ചെയ്തു? ഒരു പുതിയ കവനൻ്റ് കാൽവറിയിൽ അങ്ങ് എഴുതി. ആ കവനൻറ്റിൽ വിശ്വാസത്താൽ കൃപയാൽ ആർക്കും എന്ത് ചെയ്യാം? ക്രിസ്തുവിൽ കൂടി രക്ഷ പ്രാപിക്കാമെന്നും അങ്ങനെ രക്ഷിക്കപ്പെടുന്നവരെ, അതായത് അതിൻ്റെ ഒന്നാമത്തെ പോർഷൻ എന്താണ്? രക്ഷ. ഒന്നാമത്തെ പോർഷൻ എന്താണ്? രക്ഷ അല്ലേ? അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ എന്ത് ചെയ്യണം? നമ്മളൊന്ന് റിഡീംഡ് ആവണം അല്ലേ? 1. 2, അങ്ങനെ റിഡീംഡ് ആയവരെ ചേർക്കാൻ വേണ്ടി കർത്താവ് വേഗം വരും എന്നുള്ളതുമാണ് എന്ത്? ന്യൂ കവനൻ്റ്, അതായത് പുതിയ നിയമ കവനൻറ്റിൽ ദൈവം തന്നിരിക്കുന്ന പ്രോമിസ്. ഈ കവനൻ്റ്, ന്യൂ കവനൻറ്റിൻ്റെ പ്രോമിസിൻ്റെ അടയാളമായിട്ട് ദൈവം നമുക്ക് തന്നിരിക്കുന്ന അടയാളമാണ് എന്ത്? കർത്താവിൻ്റെ മേശ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കർത്താവിൻ്റെ മേശ ഓരോ പ്രാവശ്യം എടുക്കുമ്പോഴും ഏബ്രഹാമിക് കവനൻറ്റിൽ ആളുകൾ സർക്കംസിഷനെ കണ്ടതുപോലെ, മോശെ കവനൻറ്റിൽ ശാബത്തിനെ കണ്ടതുപോലെ, ഡേവിഡിക് കവനൻറ്റിൽ ആലയത്തെ കണ്ടതുപോലെ, ന്യൂ കവനൻറ്റിൽ അതായത് നോഹയ് കവനൻറ്റിൽ റെയിൻബോ കണ്ടതുപോലെ ന്യൂ കവനൻറ്റിൻ്റെ ഉറപ്പിക്കുന്ന സൈനാണ് എന്ത്? കർത്താവിൻ്റെ ലോർഡ്സ് ടേബിൾ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഓരോ പ്രാവശ്യവും കർത്താവിൻ്റെ മേശ എടുക്കുമ്പം ഇത് നമ്മൾ എടുക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളെ ആളുകൾ പഠിപ്പിച്ചിരിക്കുന്ന പോലെ രോഗം മാറാനല്ല. അങ്ങനെ ഒരു പഠിപ്പീരേ ബൈബിൾ പഠിപ്പിക്കുന്നില്ല. രോഗം മാറാൻ കർത്താവിൻ്റെ ക്രൂശൊന്നും വേണ്ടായിരുന്നു. അതിന് മുമ്പ് ഇഷ്ടംപോലെ രോഗസൗഖ്യമായിട്ടുണ്ട് അല്ലേ? പൈസ കിട്ടാൻ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ശലോമോനെ പോലെ ധനികനായിട്ടുള്ളൊരു മനുഷ്യൻ ഭൂമി വേറെ ഉണ്ടായിരുന്നു. അപ്പോൾ പൈസ കിട്ടാനോ രോഗം മാറാനോ ശാരീരികമായി ബലപ്പെടാനോ ഒന്നും കർത്താവിൻ്റെ ക്രൂശിൻ്റെ ആവശ്യമില്ലായിരുന്നു. കർത്താവിൻ്റെ ക്രൂശ് നമുക്ക് പ്രോമിസ് ചെയ്തത് എന്താണോ? ഇത് എറ്റേണലായിട്ടുള്ള രക്ഷ. തമ്മിങ്ങൾ എന്ത് പറയുന്നത്? എറ്റേണലായിട്ടുള്ള രക്ഷ. ഈ രക്ഷയെ റിജോയ്സ് ചെയ്യുന്ന, ഇതിനെ ഓർമ്മിപ്പിക്കപ്പെടുന്ന, ഈ പ്രോമിസിനെ ബാങ് ഓൺ ചെയ്യുന്ന കർത്താവ് അങ്ങനെ റിഡീംഡ് ആയിട്ടുള്ളവരെ ചേർക്കാൻ വേണ്ടി വേഗം വരും എന്നുള്ള ന്യൂ കവനൻറ്റിൻ്റെ സൈനാണ് എന്ത്? കർത്താവിൻ്റെ മേശ. അപ്പോൾ അത്രയും സാധനം ക്ലിയർ ആയല്ലോ. അപ്പോൾ എന്താണ് കർത്താവിൻ്റെ മേശയെന്ന് ചോദിച്ചാൽ അറ്റ്ലീസ്റ്റ് നമുക്ക് ഇപ്പോൾ ഒത്തിരി അറിയാമല്ലോ. എന്താണ്? ന്യൂ കവനൻറ്റിൻ്റെ, പുതിയ ഉടമ്പടിയുടെ സൈനാണ് കർത്താവിൻ്റെ മേശ. അപ്പോൾ കർത്താവ് ഇത് എങ്ങനെ ഇപ്പോൾ ശാബത്ത് എങ്ങനെ ആചരിക്കണമെന്ന് ദൈവം പറഞ്ഞു കൊടുത്തല്ലേ? അപ്പോൾ മോശെ വെറുതെ വിളിച്ചിട്ട് ഇതൊക്കെ കൊടുത്തിട്ട് പറയാം നാളെ തൊട്ട് പോയി ശാബത്ത് ആചരിക്കണമെന്ന് പറയാമല്ലോ. ദൈവം കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക, എങ്ങനെ ശാബത്ത് ആചരിക്കണമെന്ന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക അല്ലേ? അപ്പം അതേപോലെ തന്നെ എല്ലാ കാലത്തും ദൈവം പറഞ്ഞു കൊടുത്ത പോലെ പുതിയ നിയമസഭയോടും യേശു കർത്താവ് എന്ത് ചെയ്തു? കൃത്യമായിട്ട് നമുക്ക് കാണിച്ചു തന്നു എങ്ങനെ കർത്താവിൻ്റെ മേശ ആചരിക്കണമെന്ന്. അപ്പം നോക്കി, പഴയ നിയമസഭയ്ക്ക് എന്തുണ്ടായിരുന്നു? പെസഹ ഉണ്ടായിരുന്നു. ഈ പുതിയ നിയമ കവനൻ്റ് ഞാൻ പറഞ്ഞില്ല, ഇത് എവിടെ എഴുതുന്നത്? പുതിയ ഉടമ്പടി, പുതിയ നിയമത്തിൻ്റെ കവനൻ്റ് എഴുതുന്നത് എവിടെ? കാൽവറിയിലാണ്. കാൽവറിയിൽ ഒരു കുഞ്ഞാട് യാഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ആ ചോരയിലാണ് ഈ കവനൻ്റ് എഴുതി ഉറപ്പിക്കുന്നത്. അപ്പോൾ നോക്കിക്കേ, ഇതിൻ്റെ സിംബോളിക്കായിട്ട് പഴയ നിയമത്തിൽ ഇവരെ മിസ്രൈമിൽ നിന്ന് വിളിച്ചിറക്കിയപ്പോൾ എന്തുണ്ടായിരുന്നു? ഒരു പെസഹ കുഞ്ഞാടിനെ കൊന്നു, കുഞ്ഞാടിൻ്റെ രക്തം ഇവരെ വീണ്ടെടുത്തതിൻ്റെ സിംബോളിക്കായിട്ട് ഇവരുടെ കട്ടളപ്പടിയാലൊക്കെ തേച്ചു, അവരെ സംഹാരദൂതൻ ഒഴിഞ്ഞുപോയി. ഇതൊക്കെ നമുക്കറിയാം. അന്നു മുതൽ ഇവരെന്ത് ചെയ്യുന്നുണ്ട്? പെസഹ ആചരിക്കുന്നുണ്ട് അല്ലേ? എല്ലാ ആബീവ് മാസത്തിൻ്റെയും 14-ാമത്തെ ദിവസം ഇവരെന്ത് ചെയ്യുന്നുണ്ട്? പെസഹ ആചരിക്കുന്നുണ്ട്. അപ്പോൾ ഈ പെസഹ ആചരിക്കുന്നത് എന്തിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? ഞങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തുണ്ട്? ഒരു കുഞ്ഞാട്, നിർദോഷിയായ പാപമില്ലാത്ത നിഷ്കളങ്കമായ ഒരു കുഞ്ഞാട് ഞങ്ങൾക്ക് വേണ്ടി അറുക്കപ്പെട്ടു എന്നും ആ കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ട് ഞങ്ങൾക്ക് വീണ്ടെടുപ്പുണ്ടെന്നുള്ളതുമായിരുന്നു പെസഹ എന്ത് ചെയ്യുന്നത്? ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ പെസഹയിൽ ഇവരെന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ആക്ച്വലി പെസഹ യഹൂദന്മാർ ആചരിക്കുന്നത് കാലാകാലങ്ങളിൽ പല എന്താ പറഞ്ഞേ ട്രഡീഷൻസിൽ കൂടെ കടന്നു പോയിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, മരുഭൂമിയിലായിരുന്നപ്പോൾ ഇവർ പെസഹ ആചരിച്ച രീതിയിലല്ല കനാനിലെത്തിയപ്പോൾ ആചരിച്ചത്. കനാനിലെത്തിയപ്പോൾ ആചരിച്ച രീതിയിലല്ല
ഇപ്പം ദാവീദിൻ്റെ കാലമൊക്കെ എത്തിയപ്പോഴത്തേക്ക് ഇതിന് മാറ്റങ്ങളുണ്ടായി. ഈ തൽമൂദ് പീരീഡ് എന്നുള്ളത് യഹൂദന്മാർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാലമാണ്. നമ്മുടെ ബൈബിളിൽ അതില്ല. ഈ തൽമൂദിക് ട്രഡീഷൻസ്, അതായത് ബാബിലോണിയൻ തൽമൂദ്, ജെറുസലേം തൽമൂദ്, ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ആണ് നമുക്ക് ബൈബിളിനെ, പ്രത്യേകിച്ച് പഴയ നിയമത്തെ ആധികാരികമായിട്ട് പഠിക്കാനും. അപ്പോൾ നോക്കി, ഹഗദ എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട്. ഹഗദ എന്നുള്ള യഹൂദന്മാരുടെ ഒരു പുസ്തകമാണ്. ഹഗദോഷ് എന്നതിൻ്റെ പ്ലൂറൽ ഫോമാണ്. ഈ ഹഗദോഷിൽ അല്ലെ ഹഗദയിലാണ് പെസഹ എങ്ങനെ ആചരിക്കണം എന്നത് ഡീറ്റെയിൽഡായിട്ട് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പം അതെടുത്ത് നോക്കുവാണെങ്കിൽ പെസഹായ്ക്ക് ഒരു പ്ലേറ്റ് ഒരുക്കുമല്ലോ. എനിക്കൊന്ന് രാജിവെച്ചാലൊക്കെ ഇതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയാമായിരിക്കും. ഈ പെസഹായ്ക്ക് ഇവർ പെസഹ വിരുന്നൊരുക്കുമ്പോൾ പ്ലേറ്റിനകത്തിൽ 6 കൂട്ടം ഡിഷസ് ഉണ്ട്. പ്ലേറ്റിനകത്തിൽ 6 കൂട്ടം ഡിഷസും പ്ലേറ്റിൻ്റെ സൈഡിൽ 3 കാര്യങ്ങളും വെക്കും. ഈ പ്ലേറ്റിൻ്റെ സൈഡിൽ വെക്കുന്ന 3 കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, ഒന്ന് ഉപ്പുനീര്, ഉപ്പ് വെള്ളത്തിൽ കലക്കിയിട്ട് ഉപ്പുനീര് വെക്കും. മറ്റൊന്ന് ബ്രെഡ്, അപ്പം വെക്കും. മറ്റൊന്ന് വീഞ്ഞ്. ഇത് 3 പ്ലേറ്റിൻ്റെ സൈഡിൽ വെക്കണം. പ്ലേറ്റിനകത്ത് 6 കൂട്ടം കാര്യങ്ങൾ വെക്കും. അതിൻ്റെ അകത്തിൽ ഒന്ന് ഒരു ചീരയുണ്ട്, ഒരു ചീര, കയ്പ് ചീരയുണ്ട്. പിന്നെ ഒന്നെന്ന് പറഞ്ഞാൽ അവരുടെ ഒരു സ്വീറ്റ് പോലത്തെ ഒരു സാധനമുണ്ട്, ഇങ്ങനെ കുഴന്നിരിക്കുന്ന, ഇങ്ങനെ കുഴഞ്ഞിരിക്കുന്ന ഒരു സാധനമുണ്ട്. പിന്നെ അവർക്കുള്ള ഇങ്ങനെ കുറേ 6 ഐറ്റംസ് ഉണ്ട്. പിന്നെ ഒരു ബോണുണ്ട്, ലൈക്ക് ആടിൻ്റെ ചുട്ട ഒരു ബോൺ വെക്കും. ഒരു മുട്ട, പുഴുങ്ങിയ ഒരു മുട്ട വെക്കും. ഇത് ഓരോന്നിനെ റെപ്രസെൻ്റ് ചെയ്യും. അപ്പോൾ പെസഹാട് അന്ന് ഗ്രഹനാഥൻ, നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ യഹൂദന്മാർക്ക് ഗ്രഹനാഥൻ എന്ന് പറഞ്ഞാൽ തമാശയായിട്ടുള്ള പൊസിഷനല്ല, വളരെ റെസ്പോൺസിബിലിറ്റി ഉള്ള, വളരെ പവർഫുള്ളായിട്ടുള്ളൊരു പൊസിഷനാണ്. അപ്പം ഗ്രഹനാഥൻ പെസഹ ഒരുക്കുമ്പം എല്ലാവരെയും കൂട്ടി വരുത്തി ഗ്രഹനാഥൻ ഈ ഓരോന്നും എടുത്ത് കഴിക്കുന്നതിനൊരു ഓർഡറുണ്ട്. 4 പ്രാവശ്യം ഒരു പെസഹായിൽ എന്ത് ചെയ്യും? അപ്പം മുറിക്കും. 4 പ്രാവശ്യം മുറിക്കും. ഈ ഓരോ പ്രാവശ്യം അപ്പം നുറുക്കുമ്പോഴും ഗ്രഹനാഥൻ പറയണം, നമ്മുടെ പിതാക്കന്മാർ മിസ്രൈമിൽ പെട്ട കഷ്ടതയുടെ ഓർമ്മയ്ക്കായിട്ടെന്ന് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്? അപ്പം മുറിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ ഓരോ ഐറ്റം തിന്നുന്നതിന് ഓരോ സമയമുണ്ട്. ഇതിൻ്റെ അകത്തിൽ ഞാൻ പറഞ്ഞില്ല, കുഴന്നിരിക്കുന്ന ആ ഇത് കഴിക്കുമ്പം അവർ മിസ്രൈമിൽ ഞങ്ങളുടെ പിതാക്കന്മാർ ഊഴിയ വേല, ചള്ള കുഴച്ച് ഊഴിയ വേല ചെയ്തത് ഓർക്കാൻ വേണ്ടിയിട്ടാണ് അവർ കഴിക്കുന്നത്. അവരാ ചീര എടുത്തിട്ട് ഉപ്പിൻ്റെ നീരിൽ, കയ്പ് ചീരയാണ്, ആ ചീര കഴിക്കുമ്പോൾ ആ കയ്പ് ഞങ്ങളുടെ പിതാക്കന്മാർ മിസ്രൈമിൽ അനുഭവിച്ച കഷ്ടതയെ ഓർത്തിട്ടാണ് അവർ കഴിക്കുന്നത്. അവർ ഒരു വെജിറ്റബിൾ എടുത്തിട്ട് ഉപ്പിൽ മുക്കി തിന്നുമ്പോൾ ഉപ്പ് ഞങ്ങളുടെ പിതാക്കന്മാരുടെ കണ്ണുനീരിനെ ഓർമ്മിപ്പിക്കുക. ഈ ചുട്ട ബോൺ എന്തിനാണ് വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇവിടെ പെസഹ ആചരിക്കുമ്പം ദേവാലയത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ഹോമയാഗം നടന്നിട്ടുണ്ട്. കുഞ്ഞാടിനെ കൊന്ന് അതിനെ കത്തിച്ച് അതിൻ്റെ മാംസം എന്ത് ചെയ്തിട്ടുണ്ട്? മേധസ് പൊങ്ങിയിട്ടുണ്ട്. അവിടെ ഒരു കുഞ്ഞാട് അറുക്കപ്പെടുകയും ചുടുകയും ചെയ്തു എന്നുള്ളതിൻ്റെ റെപ്രസെൻറ്റേഷനിലാണ് ഇവിടെ ഒരു ആടിൻ്റെ ബോൺ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നോക്കുകയും പിതാക്കന്മാർ മിസ്രൈമിലേറ്റ കഷ്ടപ്പാടിനെ ഇവർ ഓർത്തിട്ട് ഈ കഷ്ടപ്പാടിൽ നിന്നെല്ലാം ഞങ്ങൾക്ക് ഉണ്ടായ റിഡംഷൻ എന്താണ്? ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടു. ആ കുഞ്ഞാട് അറുക്കപ്പെട്ടത് കൊണ്ടാണ് ഞങ്ങൾക്ക് എന്തുണ്ടായത്? ഒരു റിഡംഷൻ ഉണ്ടായതെന്നുള്ള ഓർമ്മയിലാണ് ഇതെല്ലാം ഇവർ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ യേശു കർത്താവിൻ്റെ കാലം എത്തിയപ്പോഴും ഇതിനെന്തില്ല? ഒരു മാറ്റവും ഇല്ല. യേശു കർത്താവിൻ്റെ ശുശ്രൂഷ തുടങ്ങിയിട്ട് 4 പെസഹ ഉണ്ടായിരുന്നു. 4 പെസഹ ബൈബിളിൽ യേശു കർത്താവിൻ്റെ മിനിസ്ട്രിയുടെ കാലത്ത് നടന്നതായിട്ട് ബൈബിളിൽ 4. 3 എന്നുള്ളത് നമ്മളെല്ലാവരും വിചാരിക്കുന്ന 3 എന്നാ, പക്ഷെ 4 പെസഹയുണ്ട്. പക്ഷേ 4 ശരിക്കും 4. എനിക്കറിയാം കൂടുതലും 3 എന്നുള്ള ഒരു ചിന്തയിലാണ് നമ്മളിരിക്കുന്നത്. ആക്ച്വലി 2-ാം അധ്യായത്തിലെ 6-ാം അധ്യായം യോഹന്നാൻ സുവിശേഷം 2-6 പിന്നെ ഈ രേഖപ്പെടുത്തിയിരിക്കുന്ന മാത്രമല്ല, ജസ്റ്റ് എഴുതിയിരിക്കുന്ന അല്ലാതെ നമ്മൾ ആ ക്രോണോളജി എടുക്കുമ്പോൾ നമ്മളെല്ലാവരും അതിനെ എഴുതിയിരിക്കുന്ന പോർഷൻസ് വെച്ചാൽ നോക്കുന്നത്. ഇപ്പൊ രേഖപ്പെടുത്താതെ യേശു പെസഹ ആചരിച്ചിട്ടുണ്ട്. കാരണം യേശു യഹൂദനായിട്ടും സിനഗോഗിൽ പോവുകയും എല്ലാ ആഴ്ചയും കൃത്യമായി പോയി എന്ത് ചെയ്യുക, വായിക്കുകയും ചെയ്യുന്ന ആളാണ്. അപ്പോൾ യേശു കർത്താവിൻ്റെ കാലത്ത് മിനിസ്ട്രി ടൈമിൽ 4 പെസഹയുണ്ട്. അപ്പോൾ ഈ 4 പെസഹായും യേശു കർത്താവ് ശിഷ്യന്മാരുടെ കൂടെ മിനിസ്ട്രി തുടങ്ങിയ പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ആചരിക്കുന്നുണ്ട്. അപ്പം യേശു കർത്താവ് ക്രൂശീകരിക്കുന്നതിൻ്റെ മുമ്പുള്ള അവസാനത്തെ പെസഹ എന്ത് ചെയ്തു? പെസഹ രാത്രി എത്തിച്ചേർന്നു. ആ രാത്രിയെ പറ്റിയിട്ടാണ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പം പൗലോസ് പറയുന്നേ. എന്താ എഴുതിയിരിക്കുന്നേ? അല്ല, നമ്മുടെ കർത്താവിനെ കാണിച്ചു കൊടുത്ത രാത്രി. നമ്മൾ ആ രാത്രിയാണ് നമ്മൾ ഇനി കുറച്ചു നേരം കാണാൻ പോകുന്നത്. അപ്പം നമുക്ക് മനസ്സിലായി
എന്താണ് നമ്മൾ കർത്താവിൻ്റെ മേശ എടുക്കുന്ന എന്താണ്? ന്യൂ കവനൻറ്റിൻ്റെ സൈനാണ്. എന്നോട് ദൈവം ചെയ്തിരിക്കുന്ന, ഡിറക്റ്റ് എന്നോട് ദൈവം ചെയ്തിരിക്കുന്ന. ഡേവിഡ് കവനൻറ്റ് ദാവീദിനോട് ത്രൂ ദാവീദ് ഇസ്രായേലിനോട് ചെയ്ത കവനൻ്റാണ്. മോസൈ കവനൻറ്റ് ത്രൂ മോസസ് ഇസ്രായേലിനോട് ചെയ്ത കവനൻ്റാണ് അല്ലേ? നോഹൈ കവനൻറ്റ് ത്രൂ നോഹ സകല ജനത്തോടും ചെയ്തതാണ്. ഏബ്രഹാമിക് കവനൻറ്റ് ത്രൂ അബ്രഹാം ചെയ്തതാണ്. പക്ഷെ ന്യൂ കവനൻറ്റിന് മാത്രം എന്തില്ല? ഒരു മധ്യസ്ഥനില്ല. ന്യൂ കവനൻറ്റ് എന്നോടും നമ്മൾ ഓരോരുത്തരോടും കാൽവറിയുടെ ഗിരിമുകളിൽ യേശു കർത്താവ് ഡയറക്റ്റ് ചെയ്ത ഒരു കവനൻ്റാണ്. മനസ്സിലായോ? അപ്പോൾ ആ കവനൻറ്റിനെ നമ്മൾ ഓരോ പ്രാവശ്യവും പ്രൊക്ലെയിം ചെയ്യുകയാണ് അതിൻ്റെ സൈനായിട്ടുള്ള കർത്താവിൻ്റെ മേശ എടുത്തുകൊണ്ട്. ഇനി അതെങ്ങനെ എടുക്കണമെന്നുള്ളത് നമ്മൾ പറഞ്ഞു വരുന്നത്, അതിൻ്റെ ഏറ്റവും ബെസ്റ്റാണ് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ കർത്താവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ. അപ്പോൾ ആ രാത്രിക്ക് എന്തുണ്ട്? ആ രാത്രി എന്താണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ നോക്കിയേ, കർത്താവ് ശിഷ്യന്മാരുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? പെസഹ ആചരിക്കുന്നുണ്ട്. കർത്താവ് ശിഷ്യന്മാരുമായിട്ട് ജീവിച്ചത് മുഴുവൻ പക്ക യഹൂദ പശ്ചാത്തലത്തിലാണ്. ഒരു യഹൂദൻ എങ്ങനെ ജീവിക്കണമോ അതുകൊണ്ടാണ് യഹൂദന്മാരുടെ മുഖത്ത് നോക്കി കർത്താവ് ചോദിക്കുന്നത്, നിങ്ങൾക്ക് ആർക്ക് എന്നെപ്പറ്റി പാപത്തെക്കുറിച്ച് ബോധം വരുത്താം? ന്യായപ്രമാണ ലംഘനം എന്നുള്ളത് യഹൂദൻ എന്താ? പാപമാണ്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ യേശു കർത്താവ് ന്യായപ്രമാണം ലംഘിച്ചിട്ടുണ്ടെങ്കിൽ ഇവരെന്ത് ചെയ്യും? ഇവരപ്പോഴേ കുറ്റം വിധിക്കും. അല്ലാത്ത കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഏത് ശബത്തിൽ മറ്റേ കതിര് പറിച്ച് തിന്നുകയും എഴുന്നേൽപ്പിച്ച് വിടുകയും സൗഖ്യമാക്കുകയും ചെയ്യുന്നുണ്ട്. അത് വേറെ തലം. പക്ഷേ യേശു കർത്താവ് ജീവിച്ചപ്പം കൃത്യമായി ഇതെല്ലാം ഫോളോ ചെയ്ത് ജീവിച്ച ആളാണ്. അപ്പം കർത്താവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ കർത്താവ് എന്ത് ചെയ്യുക? ശിഷ്യന്മാരെ കൂട്ടി വരുത്തി. എന്നിട്ട് ഇതെല്ലാം ഒരുക്കി വെച്ചിരിക്കുക. ഈ പറഞ്ഞ എല്ലാ യഹൂദൻ്റെ പെസഹ ആചാരങ്ങളും എന്തുണ്ട്? ഒരുക്കി വെച്ചിരിക്കുക. എന്നിട്ട് യേശു കർത്താവ് എന്ത് ചെയ്തു? ആദ്യത്തെ ബ്രെഡ് എടുത്തിട്ട് യേശു കർത്താവ് എന്ത് ചെയ്തു? വാഴ്ത്തി നുറുക്കി. ഈ വാഴ്ത്തുക എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ല, നമ്മൾ ആൾക്കാർ ഇത് ചെയ്യുന്ന പോലെ വെറുതെ അപ്പം എടുത്തിട്ട് സ്തോത്രം 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 എന്ന് പറഞ്ഞ് നുറുക്കുന്നതിനെ അല്ല ഇത് വാഴ്ത്തുക. നമ്മൾ പലപ്പോഴും ഈ അപ്പത്തിനെയാണ് വാഴ്ത്തുന്നത്. അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കിയെന്ന് പറഞ്ഞാൽ അപ്പത്തിനെ അല്ല വാഴ്ത്തുന്നത്. ഞാൻ കഴിഞ്ഞ അതിലത് പറഞ്ഞല്ലോ. അവർ കൃത്യമായിട്ട് പറയുന്നത് ബാറൂഖ് അറ്റഹ അഡോണായി എലോഹീനു മലേഖ് ഹാ ഒലാം, അതായത് സകല ലോകത്തിൻ്റെയും രാജാവും ഞങ്ങളുടെ ദൈവവുമായ കർത്താവെ അങ്ങ് വാഴ്ത്തപ്പെട്ടവെന്ന് പറയുക. ഹാമോത്സി ലെച്ചേം മിൻ ഹാ റേറ്റ്സ്, ഈ ഭൂമിയിൽ നിന്ന് ഈ ബ്രെഡ് ഞങ്ങൾക്ക് കഴിക്കാൻ തന്ന ഉത്ഭവിപ്പിച്ച ദൈവമേ അങ്ങ് വാഴ്ത്തപ്പെട്ടവെന്ന് പറയാം. അപ്പം അപ്പം എടുത്തു വാഴ്ത്തി നുറുക്കിയത് അവിടെ എഴുതുമ്പം കർത്താവ് അപ്പം എടുത്തു വാഴ്ത്തി എന്ന് പറഞ്ഞാൽ കർത്താവ് ലിറ്ററലി ഞാൻ ഈ പറഞ്ഞ സെൻറ്റൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്, വേറൊന്നുമല്ല പറഞ്ഞിരിക്കുന്നത്. അപ്പം അത് കഴിഞ്ഞിട്ട് അവർ സ്തോത്രം പാടി ഒലിവുമലയ്ക്ക് പോയെന്ന് എഴുതിയിരിക്കുന്നത് സങ്കീർത്തനങ്ങളുടെ 113 മുതൽ 118 വരെയുള്ള സ്തോത്ര സങ്കീർത്തനം പാടിപ്പോയെന്ന് എഴുതിയിരിക്കുന്നത്, അല്ല സ്തോത്രം 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 എന്ന് പറഞ്ഞു പോയെന്നല്ല എഴുതിയിരിക്കുന്നത്. അപ്പോൾ നോക്കിയേ, കർത്താവ് അപ്പം എടുത്തു. അപ്പം നമ്മളും ഇന്ന് നമ്മൾ ഇതിൻ്റെ പാർട്ടേക്കേഴ്സ് ആവുമ്പോൾ, നമ്മളും ഇതെടുക്കുമ്പോൾ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ കെയർഫുള്ളായിട്ട് ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പം എടുത്ത് അപ്പത്തെ അല്ല വാഴ്ത്തേണ്ടത്. ഈ അപ്പം ഭക്ഷിപ്പാൻ, ഈ ഭൂമിയിൽ നിന്ന് ഞങ്ങൾക്ക് ഭക്ഷിപ്പാൻ ഈ അപ്പം തന്ന കർത്താവെ അങ്ങ് വാഴ്ത്തപ്പെട്ടവൻ. നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ ദൈവത്തിനെ നമ്മൾ ആരും വാഴ്ത്തപ്പെടുത്തണ്ട. ബിക്കോസ് ദൈവം ഓൾറെഡി വാഴ്ത്തപ്പെട്ടവൻ. അത് പ്രൊക്ലെയിം ചെയ്യാൻ മാത്രമേ നമുക്ക് എന്തുള്ളൂ? റൈറ്റ് ഉള്ളൂ. ദൈവത്തിനെ നമ്മൾ ആരും അനുഗ്രഹിക്കേണ്ട, ദൈവം ഓൾറെഡി അനുഗ്രഹിക്കപ്പെട്ടവനാണ്. അപ്പം അത് പറയാൻ മാത്രമേ നമുക്ക് എന്തുള്ളൂ? നമുക്ക് അൺഫോർച്ചുനേറ്റ്ലി നമുക്കതേ കഴിയത്തുള്ളൂ. അപ്പം നമ്മൾ അത് മാത്രം ചെയ്താൽ മതി. അപ്പം കർത്താവ് അപ്പം എടുത്തു. ഒന്നാമത്തെ അപ്പം എടുത്തിട്ട് കർത്താവ് എന്ത് ചെയ്തു? കർത്താവ് മുറിച്ചു. അന്നേരം കർത്താവ് എന്നാ പറഞ്ഞു? നമ്മുടെ പിതാക്കന്മാർ മിസ്രയീമിൽ കഴിച്ച കഷ്ടതയുടെ ഓർമ്മയ്ക്കായിട്ടെന്ന് പറഞ്ഞ് ഒന്നാമത്തെ അപ്പം മുറിച്ചു. ഇത് മുറിച്ചപ്പം കർത്താവിൻ്റെ കൂടെ എത്ര ശിഷ്യന്മാരുണ്ടായിരുന്നു? 12 ശിഷ്യന്മാരുണ്ടായിരുന്നു ഇത് മുറിച്ചപ്പോൾ. ആരും ഇൻക്ലൂഡിങ് ആര്? യൂദ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒന്നാമത്തെ അപ്പം മുറിച്ചു കൊടുത്തു. കർത്താവ് ഇങ്ങനെ സംസാരിച്ച് ഇന്ന് രാത്രി ഇടയനെ വെട്ടും ഇതൊക്കെ പറയുന്നവർക്കൊന്നും മനസ്സിലാവുന്നില്ല. കർത്താവ് പറയുന്നു, നിങ്ങളിൽ ഒരാൾ എന്ത് ചെയ്യും? എന്നെ ഒറ്റ കൊടുക്കുമെന്ന് പറയുന്നു. അപ്പോൾ എല്ലാവരും ഞാനോ എന്നൊക്കെ ചോദിക്കുന്നു. ആകെ ബഹളം ഉണ്ടാക്കും. അതെ ബഹളം ഉണ്ടാക്കുന്നു ഒക്കെ ചെയ്യുന്നു. ഇത് കഴിഞ്ഞിട്ട് കർത്താവ് എന്ത് ചെയ്തു? രണ്ടാമത്തെ അപ്പം എടുത്തു. കർത്താവ് എന്ത് പറഞ്ഞു? നമ്മുടെ പിതാക്കന്മാർ മിസ്രയീമിൽ കഴിച്ച കഷ്ടതയുടെ ഓർമ്മയ്ക്കായിട്ടെന്ന് പറഞ്ഞിട്ട് മുറിച്ചു. അപ്പോഴും ആരുണ്ട് അവിടെ? യൂദാസ് ഉണ്ടല്ലേ. ഇവരെല്ലാവരും കഴിച്ചു. എന്നിട്ട് കർത്താവ് യൂദയോട് പറഞ്ഞു, നീ പോയിട്ട് വേഗത്തിൽ
ഇതിൻ്റെ കാര്യം ചെയ്യാൻ പറഞ്ഞു. അന്നേരം യൂത അപ്പോഴത്തേക്ക് ഇവിടെ ഒരു ചെറിയ പ്രശ്നമായി. ഇവരൊക്കെ തമ്മിൽ ഞാനാണോ നീയാണോ ഒറ്റി കൊടുക്കുന്നതെന്നുള്ള ചെറിയ തർക്കങ്ങളൊക്കെ ഉണ്ടായി. അപ്പം ചിലർ പോയിന്റ് ചെയ്യുമല്ലോ, മിക്കവാറും ഇവനായിരിക്കും. അപ്പോഴേ ചില പ്രശ്നങ്ങളൊക്കെ ആയി അവിടെ. അപ്പോൾ യൂത എന്ത് ചെയ്തു? പോയി. അത് കഴിഞ്ഞിട്ട് ഇനി എത്ര പ്രാവശ്യം കൂടെ മുറിക്കണം? 2. ഓരോ പ്രാവശ്യം ഇത് മുറിക്കുമ്പോഴും വീഞ്ഞു ഒഴിക്കണം കേട്ടോ. ശരിക്കും ആൾക്കാർ സംശയിച്ചത് പത്രോസിനെയാണ്. ആയിരിക്കാം, സ്വാഭാവികമായിട്ടും ആയിരിക്കാം. അപ്പോൾ അല്ല കറക്റ്റ് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് 3-ാമത്തെ പ്രാവശ്യം ഇപ്പം ആര് പോയി? യൂത പോയി. 3-ാമത്തെ പ്രാവശ്യം യേശു കർത്താവ് ബ്രെഡ് കയ്യിലെടുത്തു, അപ്പം കയ്യിലെടുത്തിട്ട് യേശു കർത്താവ് പറഞ്ഞു, എന്തായിരുന്നു പറയണ്ടേ? എന്നു തൊട്ട് പെസഹ ആചരിക്കാൻ തുടങ്ങിയോ അന്നു മുതൽ ആ രാത്രിയിൽ, നമ്മുടെ കർത്താവിനെ കാണിച്ചു കൊടുത്ത ആ രാത്രിയിൽ, ആ മൊമെൻ്റ് വരെയും ചരിത്രം കേട്ടിരുന്ന ഡയലോഗ് എന്താ? നമ്മുടെ പിതാക്കന്മാർ മിസ്രൈമിൽ കഴിച്ച കഷ്ടത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടെന്ന് പറയുന്നിടത്ത് 3-ാമത്തെ അപ്പം എടുത്തിട്ട് നമ്മുടെ കർത്താവ് പറഞ്ഞത് നിങ്ങൾക്ക് വേണ്ടി നുറുക്കുന്ന എൻ്റെ ശരീരം എന്ന് പറഞ്ഞു. ശിഷ്യന്മാരൊക്കെ ഞെട്ടിപ്പോയി, മനസ്സിലായില്ല അവർക്ക് എന്തോ സംഭവിക്കുന്നതെന്ന്. 3-ാമത്തെ അപ്പം മുറുക്കിയിട്ട് കർത്താവ് പറഞ്ഞത് നിങ്ങൾക്ക് വേണ്ടി, ആ വീഞ്ഞൊഴിച്ചിട്ട് കർത്താവ് പറഞ്ഞത് നിങ്ങൾക്ക് വേണ്ടി ചൊരിയുന്ന എൻ്റെ രക്തമാണെന്ന് പറഞ്ഞു. ഊഹിക്കാൻ പറ്റുമോ അങ്ങനൊരു സിറ്റുവേഷൻ അല്ലേ? എന്നിട്ട് ഇനി എന്തോടെ ചെയ്യണം? ഒരു പ്രാവശ്യം കൂടെ ചെയ്തെങ്കിലേ ഒരു പ്രാവശ്യം കൂടെ അപ്പം നുറുക്കുകയും വീഞ്ഞൊഴിക്കുകയും ചെയ്തെങ്കിലേ പെസഹ എന്താവത്തുള്ളൂ? കംപ്ലീറ്റ് ആകത്തുള്ളൂ. നമ്മുടെ കർത്താവ് അത് ചെയ്തില്ല. കർത്താവ് പറഞ്ഞു, ഇനിയും ഞാൻ നിങ്ങളുടെ കൂടെ ആ 4-ാമത്തെ കപ്പ് ഞാൻ എടുക്കും. മനസ്സിലായോ? അതുവരെ ഞാൻ എന്ത് ചെയ്യത്തില്ല. മുന്തിരിവള്ളിയുടെ അനുഭവം. നമുക്കപ്പോൾ എന്തുണ്ട്? നമുക്ക് ഇത് നമ്മൾ ഇവിടെ ചെയ്തിട്ട് നിർത്തുന്ന ഒരു പ്രോസസ്സല്ല. നമ്മൾ കർത്താവിൻ്റെ അടുത്ത് ചെല്ലുമ്പം അവിടുത്തെ കർത്താവിൻ്റെ കുഞ്ഞാടിൻ്റെ കല്യാണത്തിനൊരു പെസഹ ആചരിക്കുന്നുണ്ട് നമ്മൾ. അന്ന് 4-ാമത്തെ കപ്പ് നമ്മൾ നമ്മുടെ കർത്താവിൻ്റെ കൂടെ എന്ത് ചെയ്യും? എടുക്കും. അപ്പം നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന എന്താ? 3-ാമത്തെ കപ്പ്. ആ കപ്പ് എന്തിനാണ് കാണിക്കുന്നത്? നിങ്ങൾക്ക് വേണ്ടി ന്യൂ കവനൻ്റ് എഴുതിയത്, കാൽവറിയിൽ ഒരു കുഞ്ഞാട് യാഗമായി എഴുതിയത്, ആ പെസഹ, ആ കുഞ്ഞാട് അറുക്കപ്പെട്ട ആ പെസഹയാണ് നമ്മളിപ്പോഴും എന്ത് ചെയ്യുന്നത്? ആചരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? ആ 3-ാമത്തെ കപ്പ് നമ്മൾ റിപ്പീറ്റഡായിട്ട് ഓരോ പ്രാവശ്യം എടുക്കുമ്പോഴും ഒരു പുതിയ നിയമ ഉടമ്പടി കാൽവറിയുടെ മുകളിൽ നമുക്ക് വേണ്ടിയിട്ട് എഴുതിയിട്ടുണ്ടെന്നും ആ ഉടമ്പടിയെ ഓരോ തവണ നമ്മൾ പുതുക്കുക അല്ലേ? നമ്മളിത് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? 2 കാര്യങ്ങളുടെ അഷ്വറൻസിന് വേണ്ടിയിട്ടാണ്. ഒന്ന്, എന്നെ വീണ്ടെടുത്തത് ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടത് കൊണ്ടാണെന്നും ആ കുഞ്ഞാടിൻ്റെ രക്തത്തിൽ കുളിച്ചാണ് ഞാൻ ഈ ന്യൂ കവനൻ്റിൻ്റെ ഭാഗമായതെന്നും. 2, ഒരു കപ്പ് കൂടി എനിക്ക് ശേഷിക്കുന്നുണ്ടെന്നും ആ കപ്പിന് വേണ്ടി എന്നെ ചേർക്കാൻ എൻ്റെ കാന്തൻ വേഗം വരും എന്നുള്ള ഈ 2 അഷ്വറൻസ് ആണ് എന്ത് ചെയ്യേണ്ടത്? നമ്മൾ ഓരോ തവണയും ഇത് ചെയ്യുമ്പോൾ പുതുക്കിക്കൊണ്ടിരിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും പുതിയ നിയമസഭയെ വിളിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇതിനു വേണ്ടിയിട്ടാണ്, വേറൊന്നിനുമല്ല. അപ്പോൾ നമ്മൾ കൂടി വരുമ്പോൾ നമ്മുടെ കൂടിവരവുകളിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് ഉള്ളത് എന്തിനാണ്? ലോഡ്സ് ടേബിളിനാണ്. വേറെ ഒന്നും ഇല്ലെങ്കിലും നോ പ്രോബ്ലം. നമുക്ക് എല്ലാം വേണം. പാട്ട് വേണം, പ്രാർത്ഥന വേണം, നമുക്ക് പ്രവചനം വേണം, നമുക്ക് വിവിധ ഭാഷാപരം വേണം, നമുക്ക് എന്ത് വേണം? ഉപദേശം വേണം, എല്ലാം വേണം. പക്ഷേ ഇതെല്ലാം നമ്മളുടെ ആ കവനൻറ്റുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് അല്ലേ? ആ കവനൻറ്റിനെ പുതുക്കുന്നതാണ് ഓരോ തവണ നമ്മളിത് ചെയ്യുമ്പോഴും, നമ്മൾ കൂടി വരുമ്പോഴൊക്കെ. 1-ാം നൂറ്റാണ്ടിലെ സഭ അവരുടെ എല്ലാ കൂടിവരവുകളിലും, ബിക്കോസ് ഇതല്ലാതെ നമ്മൾ എന്താണ് പ്രൊക്ലെയിം ചെയ്യുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കും. ഇതല്ലാതെ നമുക്ക് എന്താണ് പുകഴാനുള്ളത്? എന്താണ് പ്രശംസിപ്പാനുള്ളത്? എന്താണ് നമുക്ക് ഇതല്ലാതെ ബാങ്ങൺ ചെയ്യാനുള്ളത്? പുതിയ നിയമം 1-ാം നൂറ്റാണ്ടിലെ സഭ എല്ലാ കൂടിവരവുകളിലും അവർ അപ്പം നുറുക്കുമായിരുന്നു. അവരുടെ അപ്പം നുറുക്കിലെല്ലാം അവർ പറയും, നമുക്ക് വേണ്ടി തകർക്കപ്പെട്ട നമ്മുടെ കർത്താവിൻ്റെ ശരീരത്തെ നമ്മൾ ഓർക്കുകയാണ്. ആ കർത്താവ് നമ്മളെ ചേർപ്പാൻ വേഗം വരുമെന്നുള്ള നമ്മുടെ ന്യൂ കവനൻ്റ് എന്താണോ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ അഷ്വറൻസിനെ നമ്മൾ ഇങ്ങനെ ഇടിച്ചുറപ്പിച്ച് തരികയാണ് ഓരോ തവണയും. നമ്മുടെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യുമ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യം കർത്താവിൻ്റെ മേശയിൽ ഭാഗമാകുമ്പോഴും എങ്ങനോ നമ്മുടെ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ, കർത്താവിൻ്റെ മേശ എന്താണെന്ന് മനസ്സിലായി, പുതിയ നിയമസഭ എന്തിനത് എടുക്കണമെന്ന് മനസ്സിലായി, എങ്ങനെയാണത് എടുക്കേണ്ടതെന്നും മനസ്സിലായി, അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായല്ലോ. ഇനി എങ്ങനെയോ നമ്മുടെ ക്രിസ്ത്യൻ സഭകളിൽ ഒരു ഉപദേശം കടന്നു വന്നു, ഈ കർത്താവ് ഏറ്റ കഷ്ടപ്പാടുകളെ ഓർത്തിട്ടാണ് നമ്മളിത് എടുക്കേണ്ടത് എന്നൊരു തെറ്റായ ഉപദേശം നമ്മുടെ സഭകളിൽ കടന്നു വന്നു. അതുകൊണ്ട് തന്നെ
നമ്മുടെ പാസ്റ്റർമാരൊക്കെ ഈ ഫേക്കായിട്ട് ഇതെടുത്തിട്ട് നമ്മുടെ കർത്താവിനെ അടിച്ചു എന്നൊക്കെ പറഞ്ഞ് വിറപ്പിച്ച് ഇങ്ങനെ കരയുന്ന പോലെ പറയുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ കർത്താവിനെ അടിച്ചു, അവനെ തകർക്കപ്പെട്ടു. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ കർത്താവ് അടി കൊണ്ടതും തകർക്കപ്പെട്ടതും അവൻ ക്രൂശിൽ ജയഘോഷം കൊണ്ടാടുകയായിരുന്നു. അത് സംഭവിച്ചില്ലെങ്കിൽ നമ്മളില്ല, ന്യൂ കവനൻ്റേ ഇല്ല. ആ രക്തം കൊണ്ടാണ് പുതിയ നിയമം എഴുതി വച്ചിരിക്കുന്നത്. ആ രക്തത്തിലുണ്ടായ കവനൻ്റാണ് ന്യൂ കവനൻ്റ്. അപ്പോൾ അതുകൊണ്ട് കർത്താവോ അപ്പോസ്തലന്മാരോ എങ്ങും പറഞ്ഞിട്ടില്ല നമ്മുടെ കർത്താവിൻ്റെ ക്രൂശ് ഓർത്ത് നിങ്ങൾ സങ്കടപ്പെടാൻ പറഞ്ഞിട്ടില്ല. പൗലോസ് പറയുന്ന ക്രൂശിലാണ് എൻ്റെ പ്രശംസ. ക്രൂശാണ് ഞാൻ, ക്രൂശില്ല ഞാനില്ല, നമ്മളില്ല. അപ്പം നമുക്ക് ക്രൂശ് ഓർത്തിട്ട് ദുഃഖിക്കാനോ കരയാനോ, കർത്താവ് സ്ത്രീകളോട് പറയാം, എൻ്റെ പൊന്നെ നിങ്ങളെ നിങ്ങളുടെ പിള്ളേരെയും പോയി ചൊല്ലിക്കരയാം, എന്നെ ഓർത്തിട്ട് എന്ത് ചെയ്യണ്ട, നിങ്ങൾ കരയണ്ട. മനസ്സിലായോ? നമ്മൾ കർത്താവിൻ്റെ മേശയിൽ വരുമ്പം നമ്മുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് വരുന്നത് കർത്താവിനെ അടിച്ചത് ഓർത്തിട്ടല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഫേക്കായിട്ട് വിറപ്പിച്ച് നമ്മുടെ കർത്താവിനെ അടിച്ചു എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് വരേണ്ടത് ദോഷിയും പാപിയുമായിരുന്ന എന്നെ, പുറംപോക്കിൽ കിടന്നിരുന്ന എന്നെ കാൽവറിയുടെ മുകളിലെ പുതിയ ഉടമ്പടി എഴുതി ചേർത്ത് ആ രക്തത്തിൽ പങ്കു ചേർത്ത് എന്നെ, യോഗ്യതയില്ലാത്ത എന്നെ ഇതിൽ കൊണ്ടുവന്നല്ലോ എന്ന് ഓർത്തിട്ടാണ് ഈ ഉടമ്പടിയെ പറ്റി ഞാൻ ആലോചിക്കുമ്പോൾ ഞാൻ തകരേണ്ടത്. ഓരോ തവണ നമ്മൾ ഈ ഉടമ്പടിയുടെ ഭാഗവാക്കാവുമ്പോഴും ഒരു യോഗ്യതയും ഇല്ലാതിരുന്ന എന്നെ ഇതിനോട് ചേർത്തെഴുതിയല്ലോ എന്ന് ഓർക്കുമ്പോൾ എങ്ങനെ തകരാതിരിക്കും, എങ്ങനെ നമ്മുടെ കണ്ണ് നിറയാതിരിക്കും? അപ്പം കർത്താവിനെ അടിച്ചതോ കർത്താവിനെ ക്രൂശിച്ചതോ ഇതാണ് എൻ്റെ വിജയം. ക്രൂശ് എനിക്ക് വിജയവും എൻ്റെ സന്തോഷവും എൻ്റെ പ്രശംസയും എൻ്റെ വീണ്ടെടുപ്പുമാണ് ക്രൂശ്. അതെൻ്റെ ദുഃഖമല്ല, എൻ്റെ സന്തോഷമാണ്. എൻ്റെ ദുഃഖം, എൻ്റെ കണ്ണ് നിറയുന്നത്, എൻ്റെ ചങ്ക് തകരുന്നത് എന്നെപ്പോലൊരു പാപിയെ. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, വി ആർ ഇൻ സാങ്ക്ടിഫിക്കേഷൻ പ്രോസസ്സിലാണല്ലേ. നമ്മൾ ഈ പ്രോസസ്സിലായിരിക്കുമ്പം ഒന്ന് ആലോചിച്ച്, ഈ ആഴ്ച നമ്മൾ കൂടി വന്നു, നമ്മൾ കർത്താവിൻ്റെ മേശ എടുത്തു. എന്നോട് ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയ ഉടമ്പടിയെ ഞാൻ എന്ത് ചെയ്തു? ഓർത്തു. ഞാൻ അതിനെ ഒന്നുകൂടെ ഉറപ്പിച്ചു. ഈ ആഴ്ച ഞാൻ വീണ്ടും പോകുന്നത് എങ്ങോട്ടാ? അയ്യോ, ഞാൻ എന്നെപ്പോലൊരു പാപി വേറെ ഉണ്ടോ? ഞാൻ ഇറങ്ങിച്ചെല്ലുന്ന ബോധപൂർവ്വം ഞാൻ എന്തോരം പാപം ചെയ്യും. അടുത്ത ആഴ്ച ഞാൻ വന്ന് ഞാൻ വീണ്ടും ഇതിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഇതിന് ഞാൻ എന്തല്ല, യോഗ്യനല്ല. അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ നമ്മളെ തന്നെ ശോധന ചെയ്തിട്ട് വേണം ഇതിലെടുക്കാൻ എന്ന് പറയുന്നത്. അപ്പം ഓരോ തവണ എന്നെ ശോധന ചെയ്യുന്ന പ്രോസസ്സാണ് എൻ്റെ കണ്ണുനീര്. ഞാൻ പാപിയാണെന്നും ഞാൻ യോഗ്യനല്ലെന്നും ക്രൂശിൻ്റെ മറവിലെ യോഗ്യതയാണെന്നും നമ്മൾ പറയുന്നതാണ് എൻ്റെ കണ്ണുനീര്. യെസ്, ആ തിരിച്ചറിവിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കർത്താവിൻ്റെ മേശയുടെ അടുത്ത് വരേണ്ടത്. അപ്പോൾ നോക്കിയാൽ കർത്താവിൻ്റെ മേശ എന്തിനാണ് നമ്മൾ എടുക്കുന്നത് നമ്മൾ പഠിച്ചു. അത് എന്തിൻ്റെ നിഴലാണ്, അതായത് ന്യൂ കവനൻറ്റിൻ്റെ അടയാളമാണ് എന്ത്? കർത്താവിൻ്റെ മേശയെന്നും അത് എടുക്കുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, നമ്മൾ എന്താണ് ചിന്തിക്കേണ്ടതെന്നും നമ്മൾ നോക്കി. പിന്നെ നമ്മൾ എന്താ നോക്കിയത്? എങ്ങനെയാണത് ചെയ്യേണ്ടതെന്ന് നോക്കി. അത് ലൈക്ക് 3rd കപ്പാണ് കണ്ടിന്യൂ ആകുന്നത്, 4th കപ്പ് വെയിറ്റിംഗ് ആണ്, ഇതെല്ലാം നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ നോക്കുന്നത് പുതിയ നിയമസഭ ഇതിനെ എങ്ങനെ ചെയ്യണം എന്നതാണ്. അതായത് നമ്മൾ എനിക്ക് തോന്നുന്നു നമ്മുടെ ഇപ്പോഴത്തെ കൂടുതലും സഭകളെല്ലാം ഇതിനെ എന്താക്കി മാറ്റി? ഒരു ആചാരമാക്കി മാറ്റി. അപ്പോൾ ചിലർ പറയുന്നത് ഓർഡിനേഷനുള്ള ഒരു പാസ്റ്റർ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, കർത്താവിൻ്റെ മേശ കൊടുക്കാൻ പാടുള്ളൂ എന്നൊക്കെ പലരും പറയുകയും വിചാരിക്കുകയൊക്കെ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അവരോടൊക്കെ എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, ഈ ഓർഡിനേഷൻ എവിടുന്നാണ് കിട്ടിയത്? ഈ ഓർഡിനേഷൻ എവിടുന്നാണ് കിട്ടിയത്? 1-ാം നൂറ്റാണ്ടിലെ സഭ ചിഹ്നപ്പെട്ടു. ഇപ്പം നമ്മൾ ആരെങ്കിലും ഇപ്പം അപ്പോസ്തലന്മാരുടെ കൈവപ്പാണെങ്കിൽ പോലും അംഗീകരിക്കാമായിരുന്നു. അറ്റ്ലീസ്റ്റ് അപ്പോസ്തലന്മാരുടെ കൈവപ്പാണെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാമായിരുന്നു? അങ്ങനെ ഇല്ല, പുതിയ നിയമത്തിന് അങ്ങനെ ഒരു ഉപദേശമില്ല. ഞാനങ്ങ് പറയാം മാനുഷികമായിട്ട്. 1-ാം നൂറ്റാണ്ടിൽ സഭ ചിഹ്നപ്പെട്ടു. 2-3 നൂറ്റാണ്ടുകൾ സഭയേ ഇല്ല. ആകെ ഉണ്ടായിരുന്ന ചെറിയ അണ്ടർഗ്രൗണ്ട് ചർച്ചസും അവിടെ ഇവിടെയൊക്കെ മാത്രമേ ഉള്ളായിരുന്നു. 3-ാം നൂറ്റാണ്ടൊക്കെ ആയപ്പോഴാണ് പിന്നെ ഒരു ചെറിയ ഫോമൊക്കെ ഉണ്ടാവുകയും ഒക്കെ ഉണ്ടായിട്ട് 4-ാം നൂറ്റാണ്ടോടുകൂടി കോൺസ്റ്റന്റൈൻ്റെ കാലത്ത് വീണ്ടും വരുന്നു. പക്ഷേ അപ്പോൾ ഉണ്ടായത് എന്താണ്? കാത്തലിസിസമാണ്. അപ്പോഴും റിഫോംഡ് ചർച്ച എന്നുള്ളൊരു പേര് പോലും ഇല്ല. പിന്നെ എവിടെ നിന്നാണ് നമുക്ക് ഈ കയ്യൊപ്പ് കിട്ടുന്നത്? നമുക്ക് ഈ ഓർഡിനേഷൻ എവിടെ നിന്നാണ് കിട്ടുന്നത്? അപ്പോൾ ഇതെല്ലാം ഏതോ കാലത്തൊരു ഓർഗനൈസേഷൻ ഉണ്ടായി, ആ ഓർഗനൈസേഷൻ ഒരു സിലബസൊക്കെ ഉണ്ടാക്കി കുറേ പേരെ പഠിപ്പിച്ച് അവരൊരു കയ്യൊപ്പ് കൊടുക്കുന്നതാണ്. നല്ല കാര്യം. നമ്മളൊരു ഓർഗനൈസേഷനോട് ചേർന്ന് നിൽക്കുമ്പം നമ്മളിങ്ങനത്തെ എന്നാ പറയേണ്ടത്, ഒരു അധികാരത്തിൻ്റെ കീഴിൽ നിൽക്കുന്നത് നല്ല കാര്യമാണ്. അത് അങ്ങനെയുള്ളവർ തന്നെ ചെയ്യട്ടെ. ഇതിനെ മോശം, നമ്മളതിനെ എന്താ പറയേണ്ടത്, റെസ്പെക്റ്റ് ഇല്ലാതെ കാണേണ്ട ഒരു ശുശ്രൂഷ അല്ലല്ലോ. അതുകൊണ്ട് പക്ഷേ
ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മളിപ്പോൾ നാളെ ദൈവം എന്നോട് പറഞ്ഞു ആഫ്രിക്കയിലെ ഒരു വില്ലേജിൽ പോയി മിനിസ്റ്റർ ചെയ്യാൻ പറഞ്ഞു. ഞാൻ അവിടെ പോയി, അവിടെ ഞാൻ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. അവിടെ ഞാനും എൻ്റെ ഭാര്യ എൻ്റെ പിള്ളേരും ഉള്ളൂ. അവിടെ ആ നാട്ടിലെങ്ങും ഇല്ല. അവിടെ മിനിസ്റ്റർ ചെയ്യാൻ എന്നെ വിട്ടിരിക്കുന്നത്. അവിടെ ഓർഡിനേഷനുള്ള ഒരു പാസ്റ്റർ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ കർത്തൃമേശ എടുക്കാതിരിക്കണം. കർത്താവിൻ്റെ മേശ നമ്മുടെ കൂടിവരവുകൾ എടുക്കുന്നത് ഓരോരോ എത്രയും ഞാൻ അധികമായി എടുക്കുന്നു അത്രയും എന്ത് ചെയ്യുന്നതാണ്, എൻ്റെ ന്യൂ കവനൻറ്റിൻ്റെ അഷുറൻസിനെ ഞാൻ എന്ത് ചെയ്യുകയാണ്, ഓർത്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ ആരാണോ ഗ്രഹനാഥനായിട്ടുള്ളത് അവർക്ക് അവരുടെ കുടുംബം ചേരുമ്പോൾ എന്ത് ചെയ്യാം? എക്സാക്ട്ലി. ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, അതിനർത്ഥം നമുക്ക് സഭയൊക്കെ ഉള്ളൊരു സ്ഥലത്ത് നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് അടുത്തൊരു സഭയുണ്ട്, നമുക്ക് കൂട്ടായ്മ ഉണ്ടെങ്കിൽ ആ കൂട്ടായ്മയിൽ എല്ലാവരും ഗ്യാദർ ചെയ്യുമ്പോൾ ചെയ്യുന്നത് ഉത്തമം. അന്നേരം എൻ്റെ തൊട്ടപ്പുറത്തൊരു ചർച്ച ഉള്ളപ്പം ഞാൻ അവിടെ പറഞ്ഞ് ഞാൻ എൻ്റെ പെണ്ണുമ്പിളെ മാത്രം വീട്ടിലിരുന്ന് എടുക്കേണ്ട ആവശ്യമില്ല. അതായത് പറഞ്ഞ് ഇതിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളൊരു പരിജ്ഞാനത്തിൽ ഒരു ബോധത്തോടു കൂടി ചെയ്യേണ്ടതാണ്. അതിനർത്ഥം മറ്റേടത്ത് എന്തല്ല, അത് എഴുതപ്പെട്ട നിയമമല്ല, അങ്ങനെയോ ചെയ്യാൻ പാടുള്ളതൊന്നുമില്ല. സഭയുള്ളപ്പം നിങ്ങൾ കൂട്ടായ്മകളുള്ളപ്പം കൂട്ടായ്മകൾ ചെയ്യട്ടെ. പക്ഷേ കൂട്ടായ്മകളിൽ കൂടി വരുമ്പോൾ നമുക്ക് ഇടയ ശുശ്രൂഷയുള്ളവർ അല്ലെ മൂപ്പന്മാരായിട്ട് വിളിക്കപ്പെട്ടവർക്ക് എല്ലാവർക്കും എന്ത് ചെയ്യാം, ഇത് ഫെസിലിറ്റേറ്റ് ചെയ്യാം. മനസ്സിലായോ? നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് കർത്താവിൻ്റെ മേശ ഇത് ഫെസിലിറ്റേറ്റ് ചെയ്യാൻ മാത്രമേ ഒരാൾക്ക് കഴിയത്തുള്ളൂ. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നാളെ ഇവിടെ ഇപ്പം സന്തോഷിച്ചാൻ കർത്താവിൻ്റെ മേശ തരിക, അച്ഛൻ ഇതൊരു ഫെസിലിറ്റേറ്ററാണ്. അച്ഛൻ ഇതിനെ അപ്പം എടുത്തിട്ട് നമ്മുടെ കർത്താവിൻ്റെ ഓർമ്മയ്ക്കെന്ന് പറഞ്ഞിട്ട് അതിനെ മുറിച്ച് തരുമ്പം ഇത് ഇനി എൻ്റെയാണ് ഇവിടുത്തെ മുഴുവൻ റോളും. അച്ഛൻ ഇപ്പോൾ എന്ത് പറഞ്ഞു തന്നാലും ഞാനിതിനെ മൈൻഡ് ചെയ്യാതെ മറ്റേ ബിസ്ക്കറ്റ് തിന്നുന്ന പോലെ തിന്നിട്ട് പോയാൽ എനിക്കിതുകൊണ്ട് എന്തെങ്കിലും കൊണ്ടുപോകണം. എൻ്റെ ഏത് ന്യൂ കവനൻ്റാണ് ഓർമ്മിപ്പിക്കപ്പെട്ടത്? അപ്പം തരുന്ന ആളുടെ റെസ്പോൺസിബിലിറ്റി പ്രാർത്ഥനയിൽ ചെയ്യുന്നതിനെക്കാട്ടിലും ഇത് എന്നോട് ചെയ്താൽ, ഞാൻ ആദ്യം പറഞ്ഞൊരു സാധനം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഇതെന്താണ്? കർത്താവ് മധ്യസ്ഥനില്ലാതെ ഡയറക്റ്റ് ചെയ്ത ഉടമ്പടിയാണ് എന്ത്? ന്യൂ കവനൻ്റ്. അതുകൊണ്ട് തന്നെ എനിക്കിത് മുറിച്ചു തരുന്ന ഒരു മധ്യസ്ഥനല്ല. ഇതെൻ്റെ കയ്യിൽ വരുമ്പം ഞാൻ എന്നോട് ഡയറക്റ്റ് ചെയ്ത പുതിയ നിയമ ഉടമ്പടിയെ ഞാൻ ഓർമ്മിപ്പിക്കപ്പെടുന്ന പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ മുറിക്കുന്ന ആരാണെന്നോ കൊടുക്കുന്ന ആരാണോ എന്നല്ല, കൊടുക്കുന്ന ആൾ പ്രാർത്ഥനാപൂർവം യഹോവയിലുള്ള ഭക്തിയിൽ എളിമയോടെ താഴ്മയോടെ അത് ചെയ്യട്ടെ പ്രാർത്ഥനയിൽ. പക്ഷേ ഇതെൻ്റെ കയ്യിൽ വരുമ്പോൾ അവിടുന്നാണ് ശുശ്രൂഷ ആരംഭിക്കുന്നത്. മനസ്സിലായോ? അവിടുന്നാണ് ഞാൻ എന്നോട് ഡയറക്റ്റ് ചെയ്ത കവനൻറ്റിനെ ഞാൻ എന്ത് ചെയ്യുകയാണ്, ഓർമ്മിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിനെ എല്ലാം ഒരു ചന്തോചിതമായിട്ട് ചെയ്യട്ടെ. പക്ഷേ ഇതിൻ്റെ അകത്തൊന്നും നമ്മൾ എന്ത് ചെയ്യരുത്, ലിഖിതമായ നിയമങ്ങൾ എഴുതി വെക്കരുത്. ഇങ്ങനത്തെ ആളെ ചെയ്യാവൂ, അങ്ങനത്തെ ആളെ ചെയ്യാവൂ എന്നല്ല. ന്യൂ കവനൻറ്റിൽ പുതിയ നിയമത്തിൻ്റെ അണ്ടറിൽ റീജനറേറ്റഡ് ആയ ആളാണോ നിങ്ങൾ ഇതിനോട്. പിന്നെ നമ്മൾ എന്താണ് പറയുന്നത്, പുതിയ നിയമസഭ ഇതിനെ ആചരിച്ചത് സഭയോട് ചേർന്നവരൊക്കെ സ്നാനമേറ്റവരെയാണ് അവരെന്ത് ചെയ്തത്, സഭയോട് ചേർത്തത്. അതുകൊണ്ട് തന്നെ നമ്മളും എന്ത് ചെയ്യുന്നു, അത് ഫോളോ ചെയ്യുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും വിശ്വാസത്താൽ രക്ഷിക്കപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനമേറ്റ് സഭയോട് ചേരുന്നവരാണ് എന്ത് ചെയ്യുന്നത്, നമ്മളിത് ഭാഗവാക്കാകുന്നത്. അവർക്കാണ് എന്തുള്ളത്, റീജനറേഷൻ്റെ. ഈ സ്നാനമെന്ന് പറയുന്നത് തന്നെ എന്താണ്, നമ്മുടെ ഒരു ടെസ്റ്റിമണിയാണ് അല്ലേ, പബ്ലിക്കായിട്ടുള്ള ഒരു പബ്ലിക് ഡിക്ലറേഷനാണ്. അപ്പം ഗിവൺ എ ചാൻസ്, അതിനൊരു അവസരം കിട്ടിയ ഒരാൾ അതെടുക്കാതിരിക്കേണ്ട. രക്ഷിക്കപ്പെട്ടു, എനിക്ക് അവസരമുണ്ട്, പക്ഷേ ഞാൻ സ്നാനപ്പെടുന്നില്ല എന്ന് പറയേണ്ട ഒരാവശ്യമേ അവിടെ വരുന്നില്ലല്ലോ. അപ്പം യു ഗോട്ട് എ ചാൻസ്, നിങ്ങൾക്ക് അവസരമുണ്ട്, നിങ്ങൾ രക്ഷിക്കപ്പെട്ടു, നിങ്ങൾ സ്നാനപ്പെട്ട് സഭയോട് ചേരുമ്പോൾ ആ കൂട്ടായ്മ, ഞാൻ സഭയെന്ന് പറയുന്നത് കൂടിവരവുകളെ, ആ കൂടിവരവുകളിൽ മസ്റ്റായിട്ടും ഉപദേശമുണ്ട്, പാട്ടുണ്ട്, പ്രാർത്ഥനയുണ്ട്. ഈ ഉപദേശം എന്തിനെ ഉറപ്പിക്കുന്ന ഉപദേശമാണ്, ന്യൂ കവനൻറ്റിനെ ഉറപ്പിക്കുന്ന ഉപദേശമാണ്. നമ്മുടെ പല മെസ്സേജുകളിലും പലപ്പോഴും പലർക്ക് ഈ കവനൻറ്റുകളെ പറ്റിയിട്ടുള്ള ബോധ്യമില്ലാതെ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ, മോശെ കവനൻറ്റിൽ ഒരു സിവിൽ ലോയിൽ കൊടുത്തിരിക്കുന്ന മോശയുടെ കവനൻറ്റിൻ്റെ ഉടമ്പടിയുടെ ഒരു പാർട്ട് നമുക്ക് ആപ്ലിക്കബിൾ അല്ല. അതിനർത്ഥം പഴയ നിയമം വേണ്ടാന്നൊന്നുമല്ല, ഇങ്ങനെയൊക്കെ തെറ്റിയിരിക്കുന്നവരുണ്ട് കേട്ടോ. അതിനർത്ഥം നമുക്ക് പഴയ നിയമം വേണ്ടാന്നല്ല. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങൾ പോയിട്ട് അമാലേക്കരെ കൊന്നു കളയാന്നൊരു വാക്യം ബൈബിളിലുണ്ട്. അതിനർത്ഥം നമ്മളെല്ലാവരും പോയിട്ട് അല്ലെ നിങ്ങളുടെ ഇടയിലുള്ള ജാതികളെ നീക്കിക്കളയുക, കൊന്നു കളയുക എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഒരു വാക്യം എടുത്തിട്ട് അത് നമ്മളോടുള്ളതല്ല, അത് എഴുതിയിരിക്കുന്നത് ഇസ്രായേൽ സ്റ്റുഡ് ആസ് എ നേഷൻ, ഇസ്രായേൽ ഒരു രാജ്യമായിട്ട് നിന്നപ്പോൾ ആ രാജ്യത്തിന് സിവിൽ ലോ എന്തായിരുന്നു, ബാധകമായിരുന്നു. അന്ന് അവർക്ക് സിവിൽ ലോയും ദൈവം കൊടുത്തിട്ടുണ്ട്. ആ സിവിൽ ലോ എടുത്ത് വായിച്ചിട്ട് പുതിയ നിയമസഭയോട് പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? അതേപോലെ
ആവർത്തനത്തിൽ മോശയോട് ചെയ്ത ഉടമ്പടിയിൽ ദൈവം ചെയ്തിരിക്കുന്ന എന്തുണ്ട്? അനുഗ്രഹങ്ങളുണ്ട്. നീ ഇത് ചെയ്താൽ നിന്റെ ആടിനെ വർദ്ധിപ്പിക്കും, ആടിനെ വർദ്ധിപ്പിക്കും. ഇതെടുത്ത് പുതിയ നിയമസഭയോട് വായിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ആ കവനന്റ് അല്ല. യു ആർ നോ മോർ അണ്ടർ മോസൈ കവനന്റ്. നമ്മൾ പുതിയ നിയമ കവനന്റിന്റെ അണ്ടറിലാണ്. പുതിയ നിയമ കവനന്റിന്റെ അണ്ടറിൽ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, ഇതെന്താണ്? ഇത് യൂണിലാറ്ററൽ കവനന്റ് ആണ്, അല്ലേ? പുതിയ നിയമത്തിലെ മോശയോട് ദൈവം ചെയ്തിരുന്നത് ബൈലാറ്ററൽ ആയിരുന്നു. മോശയോട് പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യാം? നിങ്ങളെ അനുഗ്രഹിക്കാം, പക്ഷേ ഇതൊക്കെ അങ്ങോട്ട് തരും, നീ ഇത് പാലിച്ചാൽ ഞാൻ എന്ത് ചെയ്യാം? ഇത് ചെയ്യാം. പക്ഷേ ന്യൂ കവനന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? യൂണിലാറ്ററലാണ്. ഇതിൻ്റെ അകത്തിൽ എനിക്ക് ഒരു റോളുമില്ല. ഇവിടെയാണ് ഇതിനെ ഗ്രേസുകാർ കൊണ്ടുപോയിട്ട് തെറ്റായിട്ട് വ്യാഖ്യാനിക്കുന്നത്. നമ്മൾ റോളില്ല എന്ന് പറയുമ്പം രക്ഷയുടെ എനിക്ക് എന്തില്ല? ഞാൻ രക്ഷിക്കപ്പെടുന്നതോ ഞാൻ നിത്യതയിൽ പോകുന്നതോ ഞാൻ കർത്താവിൻ്റെ കൂടെ വാഴുന്നതിലോ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ഇന്ന് കേട്ട പോലെ ഇളയ മകൻ ചെയ്ത പോലെ തിരിച്ച് അപ്പൻ്റെ അടുത്ത് വന്നിട്ട്, അപ്പാ ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തു എന്ന് ഏറ്റു പറയുകയല്ലാതെ, അപ്പൻ്റെ അടുത്ത് തിരിച്ച് ചെല്ലുക എന്നല്ലാതെ എനിക്കൊന്നും അവിടെ ചെയ്യാൻ എന്തില്ല, കഴിയത്തില്ല. പക്ഷേ വൺസ് യു ആർ റീജനറേറ്റഡ്, നമുക്ക് എന്തുണ്ട്? റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ബീയിങ് എ ക്രിസ്ത്യൻ, ഒരു റീജനറേറ്റഡ് ക്രിസ്ത്യൻ എന്തുണ്ട്? ഇറ്റ് കംസ് വിത്ത് റെസ്പോൺസിബിലിറ്റി. അപ്പോൾ അതിനർത്ഥം നമ്മളൊന്നും ചെയ്യേണ്ട, തോന്നിയ പോലെ നടക്കാൻ നല്ല അവിടുത്തെ പോയിന്റ്. പക്ഷേ അതല്ല നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നോക്കിയാൽ ഇവിടെ തന്നിരിക്കുന്ന ന്യൂ കവനൻ്റ് എന്താണ്? യൂണിലാറ്ററൽ, ബൈലാറ്ററൽ അല്ല. അതുകൊണ്ട് തന്നെ ഇത് ഫുൾഫിൽ ചെയ്യുക എന്നുള്ള പൂർണ്ണ ഉത്തരവാദിത്വം ആർക്കാ? ദൈവത്തിനാണ്. അതിനൊരു ഉദാഹരണം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അബ്രഹാമിനോട് ദൈവം എന്ത് ചെയ്തു? ഒരു ഉടമ്പടി ചെയ്തു. അപ്പം അന്നത്തെ കാലത്തൊക്കെ ഒരു ഉടമ്പടി ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഒരു മൃഗത്തെ എന്ത് ചെയ്യും? പിളരും. മറ്റേ സാക്രിഫൈസ് അല്ല, ശരിക്കും അത് യാഗമല്ല. അന്നേരം ജസ്റ്റ് ഒരു മൃഗത്തെ പിളർന്നിട്ട് മൃഗത്തിനെ രണ്ടാക്കിയിട്ട് എന്ത് ചെയ്യും? രണ്ട് വശത്ത് വെക്കും. ഈ ഉടമ്പടി ചെയ്യുന്ന രണ്ടുപേരും എന്ത് ചെയ്യണം? ഈ പിളർന്ന മൃഗത്തിൻ്റെ നടുക്കൂടെ നടക്കണം. നടക്കുമ്പം അവരെന്താ പറയുന്നതെന്ന് ചോദിച്ചാൽ, ഈ പിളർന്നിരിക്കുന്ന മൃഗം ഒരിക്കലും കൂടി ചേരാത്ത പോലെ ഞങ്ങൾ ഈ എടുത്ത ഉടമ്പടി എന്ത് ചെയ്യത്തില്ല, ഒരിക്കലും ഞങ്ങൾ തെറ്റിക്കത്തില്ല. അത്ര ഉറപ്പിക്കുന്നതാണ് അന്നത്തെ കാലത്തെ ഉടമ്പടികൾ. അപ്പം യഹോവയായ ദൈവം അബ്രഹാമിനോട് ഉടമ്പടി ചെയ്തപ്പം പറഞ്ഞു, എന്തു പറഞ്ഞു? നീ പുലരാൻ പറഞ്ഞു. പുലർന്ന് എന്ത് ചെയ്തു? രണ്ടാക്കിയിട്ട് വെച്ചിട്ട് പറഞ്ഞു, ഞാൻ വരാമെന്ന് പറഞ്ഞു. എന്നിട്ട് അബ്രഹാം ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക, ദൈവം വരുമെന്ന് നോക്കിയിട്ട്. എന്നിട്ട് ഈ സാധനത്തെ പിളർന്ന് വെച്ചാൽ പിന്നെ റാഞ്ചൽ പക്ഷി വരാതിരിക്കുമോ? റാഞ്ചൽ പക്ഷി വന്നപ്പോൾ അബ്രഹാം എന്ത് ചെയ്തു? റാഞ്ചൽ പക്ഷി ഓടിച്ച് അബ്രഹാം തളർന്ന് കിടന്നങ്ങ് ഉറങ്ങി. അബ്രഹാം ഉറങ്ങിയപ്പം യഹോവയായ ദൈവം തീ പോലെ എന്ത് ചെയ്തു? അതിൻ്റെ ഇടയിൽ കൂടെ പാസ് ചെയ്തു. അബ്രഹാം എന്ത് ചെയ്തില്ല? നടന്നില്ല. അബ്രഹാം അതിൻ്റെ ഇടയിൽ കൂടെ എന്ത് ചെയ്തില്ല? നടന്നില്ല. ദൈവം പറയാം, മോനെ നീ ഇതെടുത്താലും നിനക്ക് പറ്റത്തില്ല. മനസ്സിലായോ? നീ ഇതെടുക്കണ്ട, ഇത് യൂണിലാറ്ററലാണ്, ഞാൻ ചെയ്തോളാം. അതുകൊണ്ടാണ് ജാതികളായ നമ്മൾ ഇന്ന് ഇവിടെ ഇരിക്കുന്നത്. അബ്രഹാമിനോട് അന്ന് ചെയ്ത വാഗ്ദത്തം അത് ബൈലാറ്ററലാണെങ്കിൽ അബ്രഹാം ഒരു മനുഷ്യനാ തെറ്റിക്കും, നമ്മൾ ആരും ഇന്ന് ഇവിടെ കാണത്തില്ലായിരുന്നു. കർത്താവിന് ഇത് അറിയാവുന്നതുകൊണ്ട് കർത്താവ് പറഞ്ഞു, മോനെ അതെ ബേസിക്കലി അബ്രഹാം എടുക്കണ്ട, അബ്രഹാമിനെ ദൈവം ഉറക്കിയതാണ്. പക്ഷെ നോക്കി അബ്രഹാം, ദൈവം പറയാം, മോനെ നീ നടക്കണ്ട, നിനക്ക് പറ്റത്തില്ല, ഇത് ഞാൻ ഒറ്റയ്ക്ക് ചെയ്തോളാം, ഇതിന് റെസ്പോൺസിബിലിറ്റി എനിക്കാ. അബ്രഹാം ഒരു മനുഷ്യനാ. നമ്മുടെ രക്ഷയുടെ ഞാൻ അബ്രഹാമിൻ്റെ കൊടുത്തായിരുന്നു ഒന്ന് ആലോചിച്ച് ചോദിക്കുക. അന്ന് അത് ബൈലാറ്ററലാക്കി വെച്ചായിരുന്നെങ്കിൽ നമ്മളൊന്നും ഇന്നില്ല, ഇവിടെ കാണത്തില്ല. ദൈവം യൂണിലാറ്ററലാക്കിയിട്ട് പറഞ്ഞു, ഇത് ഞാൻ ചെയ്തോളാം, ഇത് എൻ്റെ പ്രോമിസാണ്. അതുകൊണ്ട് അബ്രഹാമിനോട് കൊടുത്ത ജാതികളെ നിന്നിൽ കൂടി ഒരു അനുഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞ യേശു ക്രിസ്തു ആവുന്ന അനുഗ്രഹം നമ്മളിലും വന്നു. അതേപോലെ ന്യൂ കവനൻ്റ് എന്ന് പറയുന്നതും എന്താണ്? യൂണിലാറ്ററലാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്ത് നമ്മുടെ റോളെന്ന് പറയുന്നത് 0 ആണ്. നമുക്ക് അതിൻ്റെ അകത്ത് ഒന്നും കൊണ്ട് ചെന്നിട്ട് കർത്താവിൻ്റെ അടുത്ത് ഒന്ന് ആലോചിച്ച് നോക്കി. ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ ദൈവത്തിൻ്റെ അടുത്ത് ദൈവം ചെയ്യുന്നൊരു കാര്യത്തിനകത്ത് നമ്മളൊരു 10 പൈസയും കൊണ്ട് ഇങ്ങനെ സൈഡിൽ പോയി നിൽക്കിയാൽ അതെന്തോ ഒരു അപമാനകരമാണല്ലേ. അപ്പം നമ്മുടെ ഒന്നും അവിടെ വേണ്ട. അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, 99.99 ദൈവം ചെയ്തു അല്ലേ. 0.1 ചെയ്യാൻ എന്നോട് പറഞ്ഞെങ്കിൽ എനിക്ക് പ്രശംസിക്കാൻ വഴിയുണ്ട്. അതിൻ്റെ അകത്തിലെ കാര്യം മനസ്സിലാവുന്നുണ്ടോ? ഇതിനെ പറ്റിയിട്ടാണ് ലേഖനത്തിൽ എഴുതിയപ്പം പറയുന്നത്, അബ്രഹാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു എന്ന് പറയാം. എന്നിട്ട് പറയാം, പ്രവൃത്തിയാലാണെങ്കിൽ അബ്രഹാമിന് എന്തുണ്ട്? പ്രവൃത്തിയാലാണ് അബ്രഹാമിന് പ്രശംസിപ്പാം. ഞാൻ നന്നായിട്ടൊക്കെ നടന്നത് കൊണ്ട് ദൈവം എന്നെ എന്ത് ചെയ്തു? അനുഗ്രഹിച്ചു. അവൻ നടന്നില്ല, അല്ല പിന്നെ എന്ന് പറയാം അബ്രഹാമിന്. പക്ഷേ എന്താണ്?
വിശ്വാസത്താൽ ആയതുകൊണ്ട് അബ്രഹാമിന് എന്തില്ല? പ്രശംസയില്ല. അതേപോലെ എൻ്റെ രക്ഷയിലും എനിക്കൊരു 0.1 എങ്കിലും എനിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുന്നെങ്കിൽ ആ 0.1 പ്രശംസ എന്തുണ്ട്? എനിക്കുണ്ട്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ ഒന്നും രക്ഷയ്ക്ക് ആവശ്യമില്ല. ഇതൊരു യൂണിലാറ്ററൽ കവനൻ്റാണ്. കാൽവറിയിൽ കംപ്ലീറ്റ്. അതുകൊണ്ടാണ് ക്രൂശി ദൈവം പറഞ്ഞത് ടെലസ്റ്റായി എന്ന് പറഞ്ഞാൽ സകലതും നിവർത്തിയായി. പകുതി ചെയ്തു, ബാക്കി ഇനി നീ ചെയ്യൂ എന്നല്ല പറഞ്ഞത്. സകലതും എന്ത് ചെയ്തു? നിവർത്തിയായി. ആ കവനൻറ്റിൽ എഴുതിയ, ആ ക്രൂശിൽ എഴുതിയ പുതിയ നിയമ കവനൻ്റായ ന്യൂ കവനൻറ്റിൻ്റെ അണ്ടറിലാണ് നമ്മൾ. ആ കവനൻറ്റിൻ്റെ സൈനാണ്, അടയാളമാണ് കർത്താവിൻ്റെ തിരുമേശ. അത് പഴയ നിയമത്തിലെ കുഞ്ഞാട് അറുക്കപ്പെടുന്ന പെസഹായെ ഓർമ്മിക്കപ്പെടുന്ന പെസഹായെ മാറ്റി, പിതാക്കന്മാരുടെ കഷ്ടതയെ മാറ്റി കർത്താവിൻ്റെ ചിന്തുന്ന ശരീരത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് നമ്മളെ തന്നിരിക്കുന്നതാണ്. കാൽവറിയിൽ നമുക്ക് വേണ്ടി ചൊരിഞ്ഞ കർത്താവിൻ്റെ രക്തം അതിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി തന്നിരിക്കുന്നതാണ്. അതിൽ നമ്മൾ ഒന്നുകൂടി നമുക്കൊരു ഒരു കപ്പ് കൂടി നമുക്ക് ശേഷിക്കുന്നുണ്ട്. ആ പ്രത്യാശയെ ഉണർത്തുന്നതും എനിക്ക് വേണ്ടി കുഞ്ഞാട് മരിച്ച് യോഗ്യതയില്ലാത്ത എന്നെ വീണ്ടെടുത്ത ആ പ്രോസസ്സിനെയും ഉറപ്പിക്കുന്ന ഇങ്ങനെ ഓരോ പ്രാവശ്യവും റീഅഷുറൻസ് തരുന്നതാണ് എന്ത്? നമ്മുടെ കർത്താവിൻ്റെ മേശ. ഇത്രയാണ് ഇതിൻ്റെ ഒരു ബിബ്ലിക്കൽ പേഴ്സ്പെക്റ്റീവ്. നിങ്ങൾക്കൊക്കെ ആഡ് ചെയ്യാനുള്ളത് ഇനി ആഡ് ചെയ്യാം. രാജീവച്ചാൻ എനിക്കൊന്ന് ഇപ്പോഴ് യഹൂദന്മാർ ആചരിക്കുന്ന ഒരു രീതി, കഴിഞ്ഞ ദിവസം ഞങ്ങൾ റീന എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷനുണ്ട് ഇവിടെ, ജൂയിഷ് ഓർഗനൈസേഷനാണ്, സോഷ്യൽ സർവീസ് സെക്ടറിൽ. അപ്പോൾ അവരുടെ ഒരു കമ്മിറ്റി ഞാനും ഉണ്ട്. അപ്പോൾ അതിന് ഇപ്പോൾ ഒരു വെബിനാറുണ്ട്, ഞങ്ങൾ പല സീരീസ് ഓഫ് വെബിനാർ. അപ്പം പെസഹായെ പറ്റിയുള്ളൊരു വെബിനാർ ഒരു ജൂയിഷ് ലേഡി എടുത്തായിരുന്നു, അതിൻ്റെ ഒരു സ്കോളറായിട്ടുള്ളത്. അപ്പോൾ അവരെങ്ങനെ പ്രാക്ടിക്കലി ഈ പെസഹ ഇപ്പോഴും ആചരിക്കുന്നത് എന്നുള്ളത് ഞാൻ നോക്കട്ടെ. വീഡിയോ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ റിസോഴ്സിലുണ്ടെങ്കിൽ ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. നിജു പറഞ്ഞതുപോലെ പ്രായമുള്ളവർക്ക് ഒരു വലിയ ഇതുള്ള കൊച്ചു ആൾക്കാർക്കും ഭവനത്തിലെ ക്ലീനിങ്, അവരുടെ ക്ലെൻസിങ് ഭയങ്കര ഒരു സംഭവമാണ്. ക്ലീനിങ്, ശുദ്ധീകരണം. അത് ഈ കൊച്ചു, അതായത് ജോലി ചെയ്യാൻ പ്രാപ്തിയുള്ള ഒരു കൊച്ചു കുഞ്ഞിനും പ്രായമുള്ള ആളിനും ഒരുപോലെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അത് ഞാനതുണ്ടെങ്കിൽ വാസ്തവത്തിൽ ഈ അപ്പം മുറിക്കുന്നതൊക്കെ ലിറ്ററലി ഇപ്പോഴും അവർ ചെയ്യുന്ന രീതികൾ നിജു പറഞ്ഞതുപോലെ അതേ ഇതാണ്. നമ്മുടെ ഒരു കോൺസെപ്റ്റേ അല്ല അവർ ചെയ്യുന്നത്. അതിന്റെ അർത്ഥം ആഴത്തിൽ മനസ്സിലാക്കിയാൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ നോക്കിയാലും നമുക്ക് മാറ്റാൻ കഴിയും. പക്ഷെ നമ്മളത് അവരെ യഹൂദന്മാരെന്നുള്ള രീതിയിൽ അതിനെ അങ്ങ് മാറ്റി നിർത്തും. നമ്മളത് മനസ്സിലാക്കേണ്ടത് മശിഹ എന്നുള്ള ലിങ്ക് അവർ വിട്ടുപോയി. അവരിപ്പോഴും പിതാക്കന്മാരുടെ കഷ്ടപ്പാടിനെ ഓർത്തിരിക്കുന്നു എന്നുള്ള ഒരു വ്യത്യാസമേ ഉള്ളൂ. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ കർത്താവ് ഒരു യഹൂദനായിരുന്നു. നമ്മുടെ കർത്താവ് യഹൂദനായിട്ട് ജനിച്ചു, യഹൂദനായി ജീവിച്ചു, യഹൂദനായി മരിച്ചു. കർത്താവിൻ്റെ ശിഷ്യന്മാരെല്ലാവരും ആരായിരുന്നു? യഹൂദന്മാരായിരുന്നു. അവർ മരിക്കുന്നത് വരെയും ആരായിരുന്നു? യഹൂദനായിരുന്നു. സാക്ഷാൽ പൗലോസൊക്കെ ക്രിസ്ത്യാനിയായിട്ട് ഏതാണ്ട് 10-30 വർഷം 3-ാം മിഷണറി യാത്ര കഴിഞ്ഞ് വന്നപ്പോൾ യെരുശലേമിൽ വന്നപ്പം നാസിർ വ്രതം ആചരിക്കുകയും തല മുട്ടയടിക്കുകയും ഒക്കെ ചെയ്തതാണ്. ഇതൊന്നും അവർ ഹൃദയത്തിൽ നിന്ന് ചെയ്തല്ല, അതിനൊക്കെ വേറെ കാരണങ്ങളുണ്ട്. പക്ഷേ സ്റ്റിൽ അവരെവിടെ പോയാലും ആദ്യം സിനഗോഗിലായിരുന്നു പോകുന്നത്. കാരണം അവരോട് പറഞ്ഞിരിക്കുന്നത് ആദ്യം യഹൂദനും പിന്നെ യവനനും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇത് നമ്മളീ പറയുന്ന പോലെ ഇതാ യഹൂദനിൽ നിന്ന്, ഇപ്പം ഞാനീ പറഞ്ഞില്ലേ, പെസഹായാണ് എന്തായി മാറിയത്? കർത്താവിൻ്റെ മേശയായി മാറിയത്. അപ്പോൾ പെസഹ എന്താണെന്ന് മനസ്സിലാക്കാതെ നമുക്കൊരിക്കലും ഇതിൻ്റെ ആഴം മനസ്സിലാവത്തില്ല. മനസ്സിലായോ? പെസഹ എന്താണെന്ന് അറിയാതെ നമുക്ക് കർത്താവിൻ്റെ മേശയുടെ ഒരു ഡെപ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, മനസ്സിലാക്കാൻ പറ്റത്തില്ല. കാരണം ഇത് ആ കൾച്ചറിൽ നിന്നുണ്ടായതാണ്. ആ കൾച്ചറിനെ നമ്മൾ ഒരിക്കലും വെസ്റ്റേൺ കൾച്ചറിൽ നിന്നിട്ട് ചുമ്മാ പുറത്തുനിന്ന് നോക്കിക്കണ്ടാൽ നമുക്ക് അതിൻ്റെ ഡെപ്ത് മനസ്സിലാവത്തില്ല. ആ ആഴത്തിൽ ഇറങ്ങിച്ചെന്ന് നമ്മളിതിനെ മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ഹൃദയത്തിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഇതിനെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നത്. അപ്പം അച്ഛൻ പറഞ്ഞ പോലെ അത് അങ്ങനത്തെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് അതിൻ്റെ ഒരു സിംബോളിസിസം അല്ലേ. പിന്നെ അത് തന്നെ അല്ല, ഈ ഓർഡിനേഷൻ എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ ചേർച്ച് ഹിസ്റ്ററി പഠിച്ചു കഴിഞ്ഞാൽ ഈ അധികാരവും അല്ലെ ഇങ്ങനെയുള്ളതൊക്കെ എങ്ങനെ വന്നു എന്നുള്ളത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഭയം ഉണ്ടാകും. നമ്മൾ ഈ ക്രിസ്ത്യാനി തന്നെയാണോ ശരിക്കും പറഞ്ഞാൽ. കാരണം ഈ ചർച്ച് കാണിച്ചു വെച്ച ഈവൻ കാത്തലിക് ചർച്ച് ഒരു പോപ്പാണെങ്കിൽ ഒരു പോപ്പിൻ്റെ
പോപ്പ് ലിയോ ആണെന്ന് തോന്നുന്നു, ആ പുള്ളിക്കാരൻ്റെ ബോൺ എടുത്ത് അത്രയ്ക്ക് വാശിയായിരുന്നു. അയാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ ബോൺ എടുത്ത് കത്തിച്ചെന്നുള്ളതാണ്. അതുപോലെ ദ്രോഹം ചെയ്തവരുണ്ടായിരുന്നു, യൂനോ. അപ്പോൾ ഇതല്ല ഈ അധികാരം, ഇത് പറഞ്ഞ പോലെ ഇത് അധികാരമെല്ലാം ഒരാളിൽ കൊണ്ടെത്തിച്ച്, അപ്പോൾ നമ്മളിലേക്ക് നോക്കുമ്പോൾ അതിൽ നിന്ന് വരുന്ന അപ്രീസിയേഷൻ, പണം, നല്ല കാര്യങ്ങൾ, ഈ ഓർഡിനേഷൻ എന്ന് പറയുന്നത് തന്നെ അങ്ങനെ ആക്കി തീർത്തു. ശരിക്കും പറഞ്ഞാൽ ഇവർ നിൽക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഈ ലേവി പൗരോഹിത്യത്തിൻ്റെ അണ്ടറല്ല. എക്സാക്ട്ലി. ഈ ലേവി പൗരോഹിത്യത്തിന് പഴയ നിയമത്തിൽ അങ്ങനെ ലേവിയൻ അല്ലാത്ത ഒരുത്തന് ഒരിക്കലും പുരോഹിതനാവാൻ പറ്റത്തില്ല, ഒരിക്കലും പറ്റത്തില്ല. ലേവ്യൻ അല്ലാത്ത ഒരുത്തിന് പുരോഹിതനാകാൻ എന്തില്ല, റൈറ്റ് ഇല്ല. അതുകൊണ്ട് അഹരോന്യ പാരമ്പര്യം എന്ന് പറയുന്നത് പുരോഹിതനാവാൻ വളരെ ഒന്നാമത്തെ പാരാമീറ്ററായിരുന്നു അഹരോന്യ പാരമ്പര്യം. അതുകൊണ്ട് പക്ഷേ പുതിയ നിയമത്ത് വന്നപ്പം യേശു കർത്താവിൻ്റെ പൗരോഹിത്യം എങ്ങനെ, യേശു കർത്താവ് യഹൂദയിലാണ് ജനിച്ചത്. യേശു കർത്താവ് യഹൂദയെ ജനിച്ചത് കൊണ്ട് തന്നെ യേശു കർത്താവിന് യഹൂദയിൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പുരോഹിതനാവാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ലേഖനകർത്താവ് പറയുക, യേശു കർത്താവിൻ്റെ പൗരോഹിത്യം ലേവി പൗരോഹിത്യമല്ല, മൽക്കീസദേക്കിൻ്റെ പൗരോഹിത്യമാണ്. മൽക്കീസദേക്കിനെ പറ്റി പറയുന്നത് ഈ യെരുശലേം ദേവാലയമാണെങ്കിലും നമുക്ക് ഈ ഭൂമി തന്നിരിക്കുന്നതെല്ലാം എന്താണ്, ഒരു നിഴലാണ്, ലൈക്ക് സ്വർഗത്തിലുള്ളതിൻ്റെ ഒരു നിഴലാണ്. അപ്പോൾ സ്വർഗത്തിൽ എന്തുണ്ട്, ഒരു ദേവാലയമുണ്ട്. അവിടുത്തെ പുരോഹിതനാണ് ആര്, മൽക്കീസദേക്ക്. അപ്പം മൽക്കീസദേക്കിൻ്റെ പൗരോഹിത്യത്തിലാണ് ആര് വന്നിരിക്കുന്നത്, യേശു കർത്താവ് വന്നിരിക്കുന്നത്. ആ യേശു കർത്താവ് പറയുക, ഞാൻ നിങ്ങളെ വിളിച്ചിരിക്കുന്നത് എന്തായിട്ടാ, രാജകീയ പുരോഹിത. ആ ഒരു ടേം തന്നെ പഴയ നിയമത്തിന് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. ബിക്കോസ് നിങ്ങൾ രാജാവാണെങ്കിൽ പുരോഹിതനാവാൻ പറ്റത്തില്ല, പുരോഹിതനാണെങ്കിൽ രാജാവാനും പറ്റത്തില്ല. പക്ഷെ കർത്താവ് പറയുക, ഞാൻ നിങ്ങളെ വിളിച്ചിരിക്കുന്നത് എന്തായിട്ടാ, രാജകീയ പുരോഹിത വർഗമായിട്ടാണ്. അപ്പൊ ടെക്നിക്കലി നമ്മൾ ഓരോരുത്തരും ആരാ, രാജാക്കന്മാരുമാണ്, എന്തുമാണ്, പുരോഹിതനുമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പൗരോഹിത്യം എന്ത് ചെയ്യാൻ പറ്റത്തില്ല. പൗലോസിനോട് ചോദിക്കുന്ന പോലെ എൻ്റെ അപ്പോസ്തലത്വം നേരെ മേളിൽ നിന്നുള്ളതാണെന്ന് പറയുന്ന പോലെ ഈ ഓർഡിനേഷൻ എന്നൊക്കെ ഉള്ളത് ഓർഗനൈസേഷൻസ്. ആ ഒരു സ്ട്രഗിൾ വരുന്നത് നമ്മുടെ ഈ സോക്കോൾഡ് ചർച്ചസിലേ ഉള്ളൂ. അതായത് ഈ വലിയ സ്ട്രക്ചറൽ ഇതിൽ പോകുന്നത്. വാസ്തവത്തിൽ മിഷൻ ഫീൽഡിൽ പോകുമ്പോൾ ഇതൊന്നും ഒന്നുമില്ല. മിഷൻ ഫീൽഡിൽ പോകുന്ന സാധു മിഷണറിമാര് ഇപ്പൊ ഒരു ലോക്കൽ ഒരു വിളി പോലും ചില ദൂരത്ത് ഇപ്പം വരുന്നിടത്ത് ഗ്രേപ്പ് ജ്യൂസ് ഇല്ലാത്ത ഗ്രേപ്പ് ജ്യൂസ് ചെയ്യാൻ പറ്റും. അല്ല, ഞാൻ പറഞ്ഞ ഇപ്പം സംഘടന അയക്കാതെ പോകുന്ന ഇൻഡിവിജ്വലായിട്ട് പോകുന്ന മിഷണറിമാർ ഒത്തിരി പേരുണ്ട്. ആരും അയക്കാതെ, അവർക്ക് ഒരു ഓർഡിനേഷനും ഇല്ല, ബൈബിൾ കോളേജിൽ പോലും പഠിക്കാതെ അവരും മിനിസ്ട്രിയിൽ ആൾക്കാർ വന്നു കഴിയുമ്പോൾ ദൈവം അവർക്ക് ആത്മാക്കളെ കൊടുത്ത്, അല്ലെ കർത്താവ് സഭയെ പണിഞ്ഞു കഴിയുമ്പോൾ അവരെ അവിടെ കടന്നു വെച്ച് കൊടുക്കുന്നേ. അവിടെ മനസ്സിലായോ, അത് വചനപ്രകാരം, എക്സാക്ട്ലി വചനപ്രകാരം അവിടെ കർത്തൃമേശയാണ്. അതെ അതെ, ചിന്തിക്കുകയാണ് ആ വേർഡ് ഫെസിലിറ്റേറ്റർ ആവും എന്നുള്ള ഒരു തോട്ട് വരുമ്പോഴത്തേക്ക് കംപ്ലീറ്റ്ലി മാറും. കാരണം ഈ പിന്നെ നിജു പറഞ്ഞതുപോലെ പുരോഹിതൻ എന്ന് പറയുമ്പോൾ അന്ന് ഒരു പൗരോഹിത്യം എന്ന് പറയുമ്പോൾ അധികാരത്തെ കാണിക്കുന്നു. അതാ കർത്താവ് പറഞ്ഞ അതാണ്. മൽക്കീസദേക്ക് അബ്രഹാമിനെക്കാട്ടി അധികാരമുള്ളവനായിരുന്നു എന്നുള്ളതാണ് കർത്താവ് അവിടെ പറഞ്ഞു വരുന്നത്. അപ്പം മനസ്സിലായി, അധികാരം കാണിക്കുന്നതാണ്. അപ്പൊ ഈ പുതിയ നിയമസഭയിൽ അധികാരമൊന്നുമില്ല, അങ്ങനെയുള്ള ഒരു പരിപാടി. പഠിക്കുമ്പോൾ ഈ ദശാംശമൊക്കെ പഠിക്കുന്ന ദശാംശം പുതിയ നിയമസഭയിലില്ലല്ലോ. അതെ, അല്ല ബേസിക്കലി നമ്മൾ അതിനെപ്പറ്റി പിന്നെ നമുക്കൊരു ദിവസം പഠിക്കാം. പുതിയ നിയമസഭയ്ക്ക് പഴയ നിയമത്തിൽ എനിക്ക് 90 ദൈവത്തിന് 10, പുതിയ നിയമത്തിൽ 100 ദൈവത്തിന്റെയാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് വല്ലതും തന്നാ വാങ്ങിക്കാവുന്നേ ഉള്ളൂ. ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ വെച്ചിട്ട് അവരുടെ അതോറിറ്റിക്ക് വേണ്ടി ചെയ്തതാണ് എന്റെ ഒരു. അത് നമ്മൾ പഠിപ്പിക്കേണ്ട ചില ചേർച്ചസിൽ ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മള് ഇത് റെക്കോർഡ് ആരും തെറിയൊന്നും പറയുന്നില്ലല്ലോ. കണ്ടിട്ടുണ്ട് നമ്മുടെ ചില ചേർച്ചസിലൊക്കെ ഇത് അധികാരത്തിന്റെ അങ്ങേയറ്റം, എനിക്കറിയത്തില്ല ശരിയാണോ തെറ്റാണോ എന്ന്, ടു ദ പോയിന്റ് വേർ നമ്മൾ ചൂസ് ചെയ്യുന്നു ആർക്കാ കർത്തൃമേശ കൊടുക്കണ്ടേ, ആർക്കാ കൊടുക്കാതെ, ബേസ്ഡ് ഓൺ നമ്മുടെ പ്രീ കൺസീവ്ഡ്. അവര് ഈ വഴിയിൽ നടക്കുന്നത്, അതുകൊണ്ട് ഞാൻ പാസ്റ്റർ, അതുകൊണ്ട് ഞാൻ കൊടുക്കത്തില്ല കർത്തൃമേശ. അങ്ങനെ പറ്റിയിട്ടുണ്ട്. ലൈക്ക് അവർ ആ കുറെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഒക്കെ ചില ചേർച്ചസിൽ വെച്ചിട്ട് അവരതനുസരിച്ച് ഇത് അല്ല കറക്റ്റ് സനോയി പറഞ്ഞു. എനിക്കറിയാവുന്ന വളരെ എൻ്റെ ക്ലോസ് ആയിട്ടുള്ള അറിയാവുന്ന ഒരു പുള്ളി, അദ്ദേഹം പാസ്റ്ററാണ്, അദ്ദേഹം നാട്ടിലൊരു AG ചർച്ചിൻ്റെ പാസ്റ്ററാണ്. അദ്ദേഹത്തിൻ്റെ ചർച്ചിൽ ആഭരണം ഇട്ട ഒരാൾ വന്നിട്ട് കർത്തൃമേശ എടുക്കണ്ടാണെന്ന് അദ്ദേഹം പറഞ്ഞു. AG ചർച്ചിൽ അല്ല, ചർച്ച ചെയ്തുമായിക്കോട്ടെ.
ഡിനോമിനേഷനിൽ നിൽക്കുമ്പോൾ എനിക്കറിയാം. പക്ഷെ നാട്ടിൽ ഇതല്ലാത്ത ചർച്ചുകളും ഉണ്ട് കേട്ടോ, ഈവൻ ഇൻക്ലൂഡിങ് IPC പോലത്തെ ചർച്ചുകളിൽ. KC ജോണിന്റെ നെടുപ്പുറത്തെ ചർച്ചില് അന്നുവിന്റെ ഒരു റിലേറ്റീവ് ഉണ്ട്, സ്വർണ്ണം ഇട്ടോണ്ടാവും, അവർക്ക് അർത്ഥമേശ കൊടുക്കും. അതും IPC ആ. ഇപ്പൊ ഞാൻ പറയട്ടെ, IPCയുടെ ഇപ്പോഴത്തെ ഹെഡ് ആയിരുന്നു വത്സന എബ്രഹാം. അദ്ദേഹം ആഭരണം ഇട്ടവർക്ക് കല്യാണം നടത്തി കൊടുക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മൾ ഒരാളെ പേരെടുത്ത് കുരിശ് വെക്കാനൊക്കെ അനുവദിക്കുന്നുണ്ട് ചർച്ചിന്റെ മുന്നിൽ. നാട്ടിലെ എല്ലാ പെന്തക്കോസ്ത് ചർച്ചിനും ഇപ്പൊ കുരിശ് അനുവദിക്കുന്നുണ്ട്. കാരണം മറ്റേ നിയമം വന്നല്ലോ, ചർച്ച ആവണമെന്ന്. നമ്മൾ ഇതെല്ലാം പോകുന്ന എങ്ങോട്ടാ? ഇതെല്ലാം ഒരു ഓർഗനൈസേഷൻ നമ്മൾ ലൈക്ക് ഒരു ലീഗലി ഭൂമിയിലെ ഒരു ഗവൺമെന്റിന്റെ പാർട്ടാകുന്നിടത്തും എക്സാക്ട്ലി അവിടെയാണ് നമ്മൾ ഈ സംസാരിക്കുന്ന ഒന്നും ഇങ്ങനത്തെ ഒരു ഓർഗനൈസേഷനെ പറ്റി. ഇറ്റ്സ് ഓൾവേസ് ഇതെന്തുകൊണ്ടാണ് എവിടെ ഇവിടെ നമ്മുടെ എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. അല്ല, അതിന് എന്തെങ്കിലും കാണും. ഇല്ല അവരെ മാത്രം സഹോദരന്മാര് വന്ന് പ്രത്യേകം വിളിച്ച് പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഈ പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിലെ പണ്ടൊക്കെ ആണെങ്കിലും ഇത് എടുത്തു വെക്കുന്നതും ചെയ്യുന്നതും എല്ലാം സഹോദരന്മാരാണല്ലോ. അപ്പൊ അവരങ്ങ് ചെയ്യുന്നതായിരിക്കാം. ഈ പഴയ കൾച്ചറിലാണെങ്കിലും യഹൂദ പാരമ്പര്യത്തിലും സ്ത്രീകൾക്ക് ഇതിനകത്തൊന്നും എന്തില്ല, പങ്കില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ കർത്താവിന്റെ മേശ കഴിയുന്നതോടുകൂടി ഈ പരിപാടി കഴിഞ്ഞു. ബാക്കി വന്നത് പിന്നെ മാറ്റണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അതിനെ കഴിച്ചിട്ട് പോകുന്നതേ ഉള്ളൂ. നമ്മളതിനെ ഒരു എന്താ പറയണ്ടേ, ബഹുമാനത്തോടു കൂടി അതിന് യൂസ് ചെയ്ത സാധനമായതുകൊണ്ട് നമ്മൾ കഴിക്കുന്നേ ഉള്ളൂ. അത് പുതിയ നിയമസഭയ്ക്ക് സ്ത്രീകൾ കഴിച്ചാലും പുരുഷന്മാർ കഴിച്ചാലും ഒന്നും ഡസൻ മാറ്റർ. ഇതൊക്കെ ആര് കഴിക്കുന്നു എന്നുള്ളതല്ല. പുതിയ നിയമത്തിൽ സ്ത്രീകൾക്ക് ആക്ച്വലി യഹൂദ പാരമ്പര്യത്തിലെ സ്ത്രീകളെ ഒട്ടും വില കൊടുക്കാതിരുന്നതിനെ അട്ടിപ്പട്ടലം മാറ്റി എഴുതിയ ആളാണ് യേശു കർത്താവ്. ഒരു റാബായി സ്ത്രീകളോട് സംസാരിക്കാൻ പാടില്ല. അങ്ങനെയുള്ള കാലത്ത് യേശു കർത്താവിൻ്റെ കൂടെ സ്ഥിരമായി നടക്കുന്ന 10-ലധികം സ്ത്രീകളുണ്ടായിരുന്നു. യേശു കർത്താവിൻ്റെ കൂടെ ശിഷ്യന്മാരുടെ കൂടെ 24/7 നടക്കുന്ന 10-ലധികം സ്ത്രീകളുണ്ടായിരുന്നു. അങ്ങനെ സ്ത്രീകളുടെ കൂടെ നടന്നിട്ടാണ് യേശു ചോദിക്കുന്നത്, നിങ്ങളിൽ ആർക്ക് എനിക്ക് പാപത്തെക്കുറിച്ച് ബോധം വരുത്താമെന്ന്. ഇതൊന്നും പറയാൻ പറ്റാത്തതിന് വേറൊരു കാരണം, യേശു കർത്താവിൻ്റെ അമ്മയും കൂടെ നടക്കുന്നുണ്ട്. ഈ 10-12 സ്ത്രീകൾ നടക്കുന്നതിൽ മടിശീല കൊണ്ട് ശുശ്രൂഷ ചെയ്യുന്ന ആളുകളുണ്ടായിരുന്നു. ഒരുപാട് യോഹന്ന ആക്ച്വലി ഹെരോദാവിന്റെ കൊട്ടാരത്തിൽ ജോലി ചെയ്യുന്ന ഒരു സീനിയർ ആയിട്ടുള്ള സോൾജറിന്റെ ഒരു അവരുടെ വൈഫാണ് യോഹന്ന. അപ്പം ഇയാളുടെ മകനെ സൗഖ്യം വന്നപ്പം പുള്ളിക്ക് ഭയങ്കര വിശ്വാസമായി. പക്ഷെ പുള്ളി ഒരു പൊസിഷൻ ചെയ്യുന്നത് കൊണ്ട് പുള്ളി യോഹന്നയോട് പറഞ്ഞു, നീ മടിശീല കൊണ്ട് പോയി ശുശ്രൂഷ ചെയ്തോളാൻ പറഞ്ഞു. ബേസിക്കലി ഇവരൊക്കെ കൂടെ നടക്കുന്നത് ഈ മിനിസ്ട്രിക്ക് എന്ത് വേണം, പൈസ വേണം. ഇത് കൊടുക്കാൻ വേണ്ടി നടക്കുന്ന ആളുകളായിരുന്നു. പറയുന്നുണ്ടല്ലോ അങ്ങനെയുള്ള സ്ത്രീകളുണ്ടായിരുന്നു, പോരാടിയിരിക്കുന്ന പറഞ്ഞു. ജീവപുസ്തകത്തിൽ പേരെഴുതിയ ക്ലെമന്റ് മുതലായ സ്ത്രീകൾ. അതെ അതെ. പ്രിസ്കില്ലയ്ക്കൊക്കെ ഭയങ്കര റോളായിരുന്നു പുതിയ നിയമസഭയുടെ. പ്രത്യേകിച്ച് എഫെസോസ് മേപ്പോട്ടുള്ള ഏഷ്യ മൈനറിലൊക്കെ ഭയങ്കരമായിട്ട്. അതായത് നമ്മുടെ ഈ താഴേന്ന് വന്ന ഒരാളുണ്ടായിരുന്നല്ലോ, അപ്പല്ലോസിനെ മിനിസ്ട്രി ചെയ്യാൻ മുന്നിൽ കൊണ്ട് നിർത്താൻ ബാക്ക്ഗ്രൗണ്ട് വർക്ക് മൊത്തം ചെയ്തത് പ്രിസ്കില്ലയൊക്കെയാണ്. അപ്പോൾ പുതിയ നിയമസഭയ്ക്ക് അങ്ങനൊന്നുമില്ല. ആര് കഴിക്കുന്നു എന്നുള്ളതൊന്നുമല്ല. നമ്മുടെ സഭകൾ അത് എന്തുകൊണ്ടാണ് ചെയ്തതെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ പുതിയ നിയമസഭയ്ക്ക് ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിനകത്തൊന്നും സ്ത്രീകളെ വിലക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഫോർ ഷുവർ സ്ത്രീകൾ പുരുഷൻ്റെ മേൽ എന്ത് ചെയ്യാൻ പാടില്ല, കൈവെക്കാനോ അവരുടെ മണ്ടയ്ക്ക് ശുശ്രൂഷ നടത്താനോ ഒന്നും സ്ത്രീയെ ദൈവം എന്ത് ചെയ്യുന്നില്ല, പുതിയ നിയമത്തിൽ അനുവദിക്കുന്നില്ല. അത് എന്തുകൊണ്ടാണെന്ന് എന്നോട് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ആ പൗലോസ് ചെയ്യേണ്ടെന്ന് പറഞ്ഞു, ചെയ്യേണ്ടെന്ന് എനിക്കും അറിയത്തുള്ളൂ. അതല്ലാതെ എനിക്കതിൽ കൂടുതൽ എനിക്കറിയത്തില്ല. അത് ബൈബിളിൽ പറഞ്ഞേക്കുന്നതുകൊണ്ട് ഞാനും അത് ഫോളോ ചെയ്യുന്നു. അതിനെന്തെങ്കിലും പക്ഷേ അതിനർത്ഥം ഒരു റീസൺ ആയിട്ട് പറയുന്നത് അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് അതൊരു ഉപദേശമല്ല. അത് പൗലോസ് മാത്രം പറയുന്ന ഒരു കാര്യമായതുകൊണ്ട് നമുക്കതൊരു ഉപദേശമല്ല. പക്ഷെ പൗലോസ് നമ്മൾ ഉപദേശങ്ങളെ സ്ഥാപിക്കുന്നതിൽ വളരെ എന്നാ പറയണ്ടേ, ഒരു 1-ാം നൂറ്റാണ്ടിലെ വളരെ സോളിഡായിട്ടുള്ള ഒരു മിഷണറി ആയതുകൊണ്ട്, ഒരു അപ്പോസ്തലനായതുകൊണ്ട് പൗലോസ് പറയുന്നത് നമുക്ക് സ്വീകരിക്കാൻ. ചരിത്രം എടുത്താൽ ഈ ജസ്റ്റിൻ മാർട്ടിയർ എന്നൊക്കെ പറഞ്ഞ മാർട്ടിയർ ആയിട്ടുള്ള കൂട്ടത്തിൽ കൂടുതൽ സ്ത്രീകളുണ്ടായിരുന്നു. ഞാനൊരു ക്ലാസ് എടുത്തായിരുന്നു പണ്ട് ഈ മന്നയുടെ ഒരു എൻ്റെ ഇരിപ്പുണ്ട് സ്റ്റഡി ഇപ്പോഴും. അന്ന് പിന്നെ മാർട്ടിയറായ സ്ത്രീകൾ വാസ്തവത്തിൽ
ശിഷ്യന്മാർ കർത്താവിന് സ്ത്രീകളുള്ളതുപോലെ തന്നെ മാർട്ടിയറായൊരു കൂട്ടത്തിലും വാസ്തവത്തിൽ പുരുഷന്മാരുടെയാണ് നമ്മൾ കൂടുതലും അറിയുന്നത് ഇല്ലേ. ഒത്തിരി പേരെ ജീവനോട് കത്തിച്ചു വന്നു അങ്ങനെയൊക്കെ. പക്ഷെ സ്ത്രീകളെ ഈ ഈ ഇതിലെ ഗലേറി എന്തുവാ ഈ ഇതിനകത്തിട്ട് മൃഗങ്ങൾക്ക് തുറന്നു കൊടുത്ത് ആനന്ദമായിട്ട് പിന്നെ ഒത്തിരി അത് സ്ത്രീകളുടെ ഒരുപാട് ചരിത്രമുണ്ട്. നമ്മളിത് പറയുമ്പോൾ തന്നെ നമ്മൾ പൊതു ആൾക്കാർക്ക് അറിയില്ല. ഇത് പറയുമ്പോൾ തന്നെ യേശു കർത്താവിൻ്റെ ക്രൂശീകരണത്തിന് ശേഷം 1-ാം നൂറ്റാണ്ടിലെ സഭയെ പിടിച്ചു നിർത്തിയ ഒരു ഫാക്ടറാണ് യേശു കർത്താവിൻ്റെ അമ്മ മറിയ. അയ്യോ, നമ്മുടെ ആൾക്കാർ എന്തോ ഈ കാത്തലിക്സ് ഈ മറിയെ ആരാധിക്കുന്നത് കൊണ്ട് നമ്മൾ നേരെ ഓപ്പോസിറ്റ് അങ്ങ് വെറുത്തുപോയി. പക്ഷെ അങ്ങനൊന്നുമല്ല, വളരെ ബഹുമാന്യായ അപ്പോസ്തലന്മാർക്ക് കൊടുക്കുന്ന പോലെ തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു വെറുപ്പാക്കി. അവര് സ്ത്രീകൾ വാഴ്ത്തപ്പെട്ടവളെന്ന് പറഞ്ഞിട്ടുള്ള ഇത് തന്നെ പറഞ്ഞു. പക്ഷെ നമ്മൾ നമ്മുടെ ആൾക്കാർ പറഞ്ഞു വെറുപ്പാക്കി. അതൊക്കെയാണ് ഈ കാലാകാലങ്ങൾ. ഇപ്പം റോസിൻ പറഞ്ഞ പോലെ മറ്റേ എന്തുകൊണ്ടാണ് സ്ത്രീകളെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനെന്നുള്ളത് എനിക്കറിയത്തില്ല. അപ്പം ഈ നമ്മളെ മുമ്പേ ചോദിച്ച പോലെ എന്തുകൊണ്ടാണ് എന്നാടാ ഉറക്കത്തിൽ നിന്നിട്ടാ അല്ല, നമ്മളീ മുമ്പേ പറഞ്ഞ പോലെ ആഭരണം ഇട്ടവരെ ഇവരെന്തിൻ്റെ പേരിലാണ് നമ്മളെ തന്നെ ശോധന ചെയ്തിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, ഇതിലെടുക്കേണ്ടത്. ഇത് റോസിൻ അല്ലെങ്കിൽ ഞാൻ റോബിൻ ആര് പാട്ടാവുമ്പോഴും എന്നെ ഞാൻ ശോധന ചെയ്താൽ മതി. ഞാൻ റോസിനെ ശോധന ചെയ്യേണ്ട. അവളുടെ യോഗ്യത നോക്കിയിട്ടാണോ എന്ന് ഞാൻ നോക്കേണ്ട ആവശ്യമില്ല. എന്നെ ശോധന ചെയ്യാനേ ബൈബിൾ പറയുന്നത്. സാജു ബ്രദർ പറഞ്ഞിരിക്കുന്നത് ഈ ആഭരണ പ്രശ്നമൊക്കെ അവരുടെ ഇതൊക്കെ ഉള്ളത് ജസ്റ്റ് ഒരു ഡിസിപ്ലിൻ എന്ന് മാത്രമേ ഉള്ള ആഭരണമൊക്കെ എന്ന് വന്നതാ. ഇതൊന്നും ചർച്ചിന്റെ ഒരു ഡിസിപ്ലിൻ റോബിൻ ഇപ്പം പറഞ്ഞത് അതൊരു വലിയ പോയിന്റ്. ഞാൻ ആക്ച്വലി പറയാൻ വിട്ടുപോയൊരു പോയിന്റ്. റോബിൻ ഇപ്പം പറഞ്ഞത് പുതിയ നിയമം മുഴുവൻ പറയുന്നത് ഹൃദയത്തിന്റെ ശുദ്ധീകരണത്തെ പറ്റിയാ. അപ്പൊ ഞാൻ മുമ്പേ പറഞ്ഞില്ലേ നമുക്കൊരു അപ്പൊ ഞാൻ മുമ്പേ പറഞ്ഞ രണ്ട് കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. താങ്ക് യു. അത് എന്തൊക്കെയാണെന്ന് അറിയാമോ? ഞാൻ പറഞ്ഞില്ല നമുക്കൊരു ശബത്ത് ശേഷിക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ല ഞാൻ. ഇതേപോലെ തന്നെ ഈ മറ്റേ കവനൻസിൻ്റെ അതിനെല്ലാം ഞാൻ പറഞ്ഞില്ലേ, മറ്റേ സർക്കംസിഷൻ എബ്രഹാമിക് കവനന്റിൽ എന്തായിരുന്നു? സർക്കംസിഷനാണ്. നമുക്കത് ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഹൃദയത്തിന്റെ പരിച്ഛേദന. നമുക്ക് അബ്രഹാമിനോടുള്ള ഇതുകൊണ്ടാണല്ലോ നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മളിപ്പോ അതിനെ ആചരിക്കുന്നത് എങ്ങനെയാ? മനസ്സിലായോ? അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ നിങ്ങൾക്ക് തരുമെന്ന് എഴുതിയിരിക്കുന്നേ. അവിടെ ഞാൻ പറഞ്ഞ യൂണിലാറ്ററൽ കവന്റിലെ ഉള്ളിലാക്കുമെന്ന്. യൂണിലാറ്ററൽ കവന്റ് ഞാൻ അങ്ങനെ കർത്താവ് പറഞ്ഞേക്കുന്നു. അതെ, ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മൽ ജലം തളിക്കും, നിങ്ങൾ നിർമ്മലരായിത്തീരും, ഞാൻ നിങ്ങളുടെ സകല മന്യതയും നീക്കും, ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം. ഇത് കണ്ടോ, എല്ലായിടത്തും ഐ വിൽ എന്നാ പറഞ്ഞിരിക്കുന്നത്. അവിടെയാണ് യൂണിലാറ്ററൽ കവനന്റിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. ഇപ്പോൾ റോബിൻ പറഞ്ഞ പോലെ അബ്രഹാമിക് കവനന്റ് നമ്മൾ ഇപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ എവിടെ ചെയ്യുന്നത്? ഹൃദയമാണ് പരിശോധന ഏൽക്കുന്നത്. അതേപോലെ ഡേവിഡിക് കവനന്റും നമ്മളിപ്പോൾ ഫോളോ ചെയ്യുന്നുണ്ട്. ഡേവിഡിക് കവനന്റിന്റെ സിമ്പൽ എന്തായിരുന്നു? ആലയം. നമ്മളാണ് ആലയം. ഞാനാണ് ആലയം. ഞാനാകുന്ന ആലയത്തിലാണ് പരിശുദ്ധ ആത്മാവ് അതിപരിശുദ്ധ സ്ഥലമായിട്ടുള്ള എൻ്റെ അന്തരംഗത്തിൽ വസിക്കുന്നത്. എൻ്റെ ദേഹം ദേഹി ആത്മാവിൽ, എൻ്റെ ഉള്ളിലെ ആത്മാവിൽ പരിശുദ്ധ ആത്മാവ് സാക്ഷാൽ വസിക്കുകയാണ്. ഞാനാണ് ആലയം. അപ്പോൾ ഈ കവനന്റുകളെല്ലാം പുതിയ നിയമത്തിൽ ന്യൂ കവനന്റ് അണ്ടറിൽ വന്നപ്പോൾ ഇതിൽ കൂടിയൊക്കെയാണ് നമ്മളെ ഫോമാക്കി കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷെ നമ്മുടെ കവനന്റ് ഏതാണ്? കാൽവറിയിൽ എഴുതിയ ന്യൂ കവനന്റ് ആണ്. അതിൻ്റെ ആചരണമാണ് എന്ത്. ബാക്കിയൊക്കെ നമുക്കൊണ്ടില്ലെന്നല്ല. നമ്മുടെ ഹൃദയത്തിന് എന്തുണ്ട്? പരിച്ഛേദനയുണ്ട്, നമ്മളാകുന്ന ആലയമുണ്ട്. ഇതെല്ലാം അവിടെ നിലനിൽക്കുമ്പോഴും നമ്മളോട് ആചരിക്കാൻ പറഞ്ഞിരിക്കുന്ന, നമ്മൾ ഫിസിക്കലി ചെയ്യുന്ന ഒരു കാര്യമാണ് എന്ത്? കർത്താവിൻ്റെ മേശ. ഞാൻ ഇപ്പം നമ്മൾ തിരുമേശ ശുശ്രൂഷ ചെയ്യുമ്പോഴേ നമ്മൾ പറയുമല്ലോ, ചർച്ചകളിൽ പറഞ്ഞ് സാധാരണ ശുശ്രൂഷ ചെയ്യുന്നവര് ആ ഒരു യേശു കർത്താവ് അനുഭവിച്ച ത്യാഗത്തെക്കുറിച്ചും നമുക്ക് വേണ്ടിയാന്നുള്ള ആ ഒരു സാധനത്തിലേക്കാണ് എത്തേണ്ടത്. പക്ഷെ യേശുവിനെ അടികൊണ്ടതും എല്ലാം പറയുന്നു. ഓക്കെ, അത് നമ്മുടെ മനസ്സിലേക്ക് ആ ഒരു എന്താണ് നമ്മൾ ചിന്തിക്കാനും ഓർക്കാനും വേണ്ടി ഇത്രയും കഷ്ടപ്പാട് എനിക്ക് വേണ്ടി ദൈവം സാധിച്ചു. അത് പറയുന്നതിൽ തെറ്റുണ്ടോ എന്നുള്ള? തെറ്റൊന്നുമില്ല. അങ്ങനെ ഇപ്പൊ പറഞ്ഞു തെറ്റ് തല പോകുന്ന കേസല്ല. തെറ്റല്ല. നോ ഒരിക്കലും അല്ല. നമ്മൾ പറഞ്ഞ പോയിന്റ് എന്ന് പറഞ്ഞാൽ യേശു കർത്താവിനെ അടി കൊണ്ടുവന്ന് പറയുമ്പം
യേശു കർത്താവിനെ അടി കൊണ്ടത് ഓർത്തിട്ടല്ല നമുക്ക് സങ്കടം വരേണ്ടത്. മനസ്സിലായോ? നമ്മളെ പൊതുവെ ട്രെയിൻഡ് ആക്കി വെച്ചിരിക്കുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ ക്രൂശിനെ ഓർത്തിട്ട് നമ്മളെ കരയിപ്പിക്കുന്ന ഒരു മെത്തേഡ്, പ്രത്യേകിച്ച് ഈ കാലഘട്ടങ്ങളിൽ. മറ്റേ ക്രൂശിൽ നീ കണ്ടോ നമ്മുടെ കർത്താവ് കിടക്കുന്നു പെടയുന്നു. ഇതൊന്നും കർത്താവ് സാക്ഷാൽ ഇതിനു വേണ്ടിയിട്ടാണ് ഉലകം ഉണ്ടാക്കുന്നതിന് മുമ്പേ പ്ലാൻ ചെയ്ത പരിപാടിയായത് ഒരു കുഞ്ഞാട് അറക്കപ്പെടണം എന്നുള്ളത്. ഉലകം ഉണ്ടാക്കുന്നതിന് മുമ്പേ, ഭൂമിയെ വിളിച്ചു വരുത്തുന്നതിന് മുമ്പേ നിത്യതയിൽ എഴുതപ്പെട്ടതാണ് ഈ കാൽവറി നടക്കുന്ന പരമയാഗം. അപ്പൊ ഇത് കർത്താവിന്റെ മാസ്റ്റർ പ്ലാനാണ്. ഇത് ഓർത്തിട്ട് എൻ്റെ സങ്കടമല്ല, ക്രൂശിൽ ജയോത്സവം കൊണ്ടാടുക, ക്രൂശിൽ ഞാൻ എന്താണ് പ്രൊക്ലെയിം ചെയ്യുകയാണ്. അപ്പൊ ബേസിക്കലി ക്രൂശിനെ ഓർക്കുന്നതും കർത്താവ് എനിക്ക് വേണ്ടി സഹിച്ച പങ്കപ്പാട് ഓർക്കുന്നതും എന്താണ് തെറ്റാണെന്നല്ല പറയുന്നത്. പക്ഷെ അതിനെ നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ട മെന്റാലിറ്റി സങ്കടത്തോടെ ആവരുത്, സന്തോഷത്തോടെ ആവണം. അത് തന്നെ, നമ്മുടെ സിമ്പതി കർത്താവിന് വേണ്ട. അയ്യോ യേശു അപ്പച്ചനെ അടിച്ചു എന്നുള്ള ആ സിമ്പതി നമുക്ക് വേണ്ട. നമുക്ക് വേണ്ടത് എനിക്ക് വേണ്ടിയിട്ടാണ് കർത്താവ് അടി കൊണ്ടത്. യെസ്, അത് നിന്നെ പോലൊരു പാപി പറയുമ്പോൾ ഞാൻ പാപി അത് എന്നെ പോലൊരു പാപിക്ക് വേണ്ടിയിട്ടാണല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് ഞാൻ തകരേണ്ടത്. മനസ്സിലായോ? അത് എന്നെ പോലൊരു പാപിക്ക് വേണ്ടിയിട്ടാണല്ലോ ഒരു ആവശ്യമില്ലാതെ കർത്താവ് അടികൊള്ളുന്നതെന്ന് ആലോചിക്കുമ്പോഴാണ് ഞാൻ തകരേണ്ടത്. ഞാൻ പറഞ്ഞ ആറ്റിറ്റ്യൂഡ് മനസ്സിലായോ? കർത്താവ് അടികൊണ്ടതിലല്ല ഞാൻ തകരേണ്ടതും കരയേണ്ടതും, മറിച്ചത് എനിക്ക് വേണ്ടിയിട്ടാണല്ലോ എന്നുള്ളത് ആലോചിക്കുമ്പോഴാണ് ഞാൻ തകരേണ്ടത്. അവിടെയാണ് അത് എൻ്റേത് പേഴ്സണലായി മാറുന്നത്. അവിടെയാണ് യൂണിലാറ്ററൽ കവനൻ്റ്, ഒരു മധ്യസ്ഥനുമില്ലാതെ എന്നോട് നേരെ ചെയ്ത ഒരു കവനൻറ്റിൻ്റെ ഉടമ്പടിയിലേക്ക് അത് എത്തുന്നത്. അവിടെയാണ് നമ്മളതിനെ ഓർക്കുകയും നമ്മളതിനെ നമ്മുടെ ഗ്യാതറിങ്സിൽ എന്ത് ചെയ്യേണ്ടത്, അതിനെ റീഅഷ്യൂർ ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യേണ്ടത്. അപ്പം അതുകൊണ്ട് കർത്താവിൻ്റെ ക്രൂശ്, ഞാൻ പറഞ്ഞില്ലേ ന്യൂ കവനൻ്റ് എഴുതിയതേ ക്രൂശിലാണ്. അപ്പോൾ അതുകൊണ്ട് ക്രൂശ് പറയാതെ, ക്രൂശിനെ പറ്റിയും പറയാതെ നമുക്കൊരു കർത്താവിൻ്റെ മേശയില്ല. പക്ഷെ ഞാൻ പറഞ്ഞ നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് അത് കർത്താവിനെ അടി കൊണ്ടത് കൊണ്ടല്ല, അത് എനിക്ക് വേണ്ടിയിട്ടാണല്ലോ എന്നുള്ളത് ഓർമ്മയിലാണ് നമ്മളത് ചെയ്യേണ്ടത്. അവിടെ അത് ഓർത്തിട്ടാണ് നമ്മൾ തകരേണ്ടതും നമ്മൾ റിന്യൂ ആവുകയും ചെയ്യേണ്ടതും. എന്താ വെച്ചാ കാത്തലിക് വിശ്വാസം അനുസരിച്ച് അവിടുത്തെ അച്ഛൻ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ യേശുവിന്റെ ശരീരം, അതെ അതെ അങ്ങനെ മാറും. നോ 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 അത് ട്രാൻസ്സബ്സ്റ്റാൻസിയേഷൻ. അതെ, അവിടെ ഇവർ പറ്റുന്ന പ്രശ്നം എന്താണെന്നറിയാമോ? അങ്ങനെ അവർ പഠിപ്പിക്കാൻ തുടങ്ങിയപ്പം ഇവർക്കിടെ ഒരു ചോദ്യം വന്നു. അപ്പോൾ പിന്നെ ഒരു സാധാരണ മനുഷ്യൻ എങ്ങനെയാണ് കർത്താവിൻ്റെ ഇതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതെന്ന്. അപ്പോഴാണ് അവർ പറഞ്ഞത് മറ്റേ കുപ്പായി വിട്ട് കഴിഞ്ഞാൽ അച്ഛൻ എന്താണ് സാക്ഷാൽ കർത്താവാണെന്നുള്ള ഉപദേശങ്ങളൊക്കെ ഇവർക്ക് കൊണ്ടുവരേണ്ടി വന്നത്. നമുക്ക് അങ്ങനൊന്നും ഉള്ള പഠിപ്പില്ല കേട്ടോ. അല്ല, ഉണ്ട് 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 ഉണ്ട്. അപ്പൊ നമ്മള് ഇപ്പൊ ലെഫ്റ്റോർ വരുന്ന സ്ത്രീകൾക്ക് കൊടുക്കുകയായിരുന്നു പറയുന്നു. അപ്പൊ അപ്പം മറിച്ചിട്ട് ബാക്കി വരുന്നത് നമ്മളെ ശുശ്രൂഷ കഴിയുമ്പോൾ കൊടുക്കുന്നില്ല അങ്ങനെ പറഞ്ഞു. അപ്പൊ അങ്ങനെയെങ്കിൽ ഇതിനകത്തേക്ക് മാറ്റം വരുന്നില്ല, ഒന്നും സംഭവിക്കുന്നില്ല. അങ്ങനെയെങ്കിൽ പിള്ളേർ കഴിയുമ്പോഴത്തേനും അടുത്ത് വരും. അപ്പൊ നമ്മൾ പിള്ളേർ വരും. അച്ഛൻ ഞാൻ പറഞ്ഞില്ല, അതാണ് ചോദ്യം. ഇപ്പൊ പിള്ളേർ അടുത്ത് വരുമ്പോൾ കൊടുക്കൂലെന്നുള്ള ഞാൻ പറഞ്ഞില്ല. നമ്മൾ ഇതിനെ എല്ലാം ഒരു പരിജ്ഞാനത്തിലാണ് ചെയ്യേണ്ടത്. ഇപ്പൊ നമ്മൾ ഇതിനെ നമുക്ക് വേണ്ടി കർത്താവ് തകർക്കപ്പെട്ട ഓർമ്മയിൽ നമ്മൾ ആ ഒരു ബഹുമാനത്തിൽ നമ്മൾ അതിനെ ചെയ്യുമ്പം ഈ പറഞ്ഞ പോലെ നമ്മുടെ പിതാക്കന്മാരും അതിനെ റെസ്പെക്ട്ഫുള്ളായിട്ട് അത് ഹാൻഡിൽ ചെയ്തത് അങ്ങനെ ഒരു ആ ഒരു എന്താ പറയണ്ട, ആ ശുശ്രൂഷയുടെ ഒരു മാന്യത കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ഇത് വേറെ കുഴപ്പം വരും. കൊച്ചു പിള്ളേർ കണ്ടു കഴിഞ്ഞ് കൊച്ചു പിള്ളേർ കൊടുത്തു കഴിഞ്ഞാൽ ഇതെന്തുവാന്ന് അവർക്ക് മനസ്സിലാകത്തില്ല. ഇതൊരു അവഹേളനമായിട്ട് പോകാൻ അതെ ആ ഒരു മൈൻഡിലാണ്, അല്ലാതെ വേറെ തെറ്റെന്നുള്ള രീതിയിലല്ല. പിള്ളേരൊക്കെ ഇതിനെ അലക്ഷ്യമായിട്ട് ഈ ഒരു ഇതുപോലെ കാണാൻ പറ്റുന്നത് അതൊരു വലിയ പോയിന്റ്. എന്തോ എനിക്കിത് അറിയത്തില്ല. ഞാൻ ഏതാണ്ട് ഒരു കൊച്ചിന് ഒരു ദിവസം കൊടുക്കാൻ പോവാണ്. അപ്പൊ ആരോട് പക്ഷെ എനിക്ക് മനസ്സിലായില്ല എന്തുവാ ലൈക്ക് നമ്മളിതൊന്നും ചിന്തിക്കുന്നില്ല. പഴയ ചർച്ചില് എനിക്കൊരു മറ്റേ കത്രുവേഷ ചോദിച്ചില്ല കഴിഞ്ഞ എക്സ്ട്രാ കൊടുക്കാൻ ഞാൻ പോവാണ്. അപ്പൊ പക്ഷെ ഞാൻ ചോദിച്ചു അപ്പൊ, പക്ഷെ എന്റെ ഒരു മനസ്സിൽ ഇതൊരു സബ്സ്റ്റൻസ് ഇല്ലല്ലോ. ആഫ്റ്റർ ദിസ് തിങ് അത് തീർന്നു. ജസ്റ്റ് റെഗുലർ. പക്ഷെ നമ്മളെ ഇപ്പൊ സന്തോഷം ഞാൻ പറഞ്ഞൊരു വാലിഡ് പോയിന്റാ. നമ്മൾ ഇതിനെ ഒന്നും മറ്റേ ഹൃദയത്തിൽ കയറ്റുന്ന നിയമമാക്കി മാറ്റരുത്. ഇതാണ് യഹൂദന്മാർക്ക് സംഭവിച്ചത്. ഇവരോട് പറഞ്ഞു നിങ്ങൾ ശബത്ത് ആചരിക്കാൻ,
അപ്പൊ ഇവര് ശബത്തിൽ ജോലി ചെയ്യരുത്. അപ്പൊ ഇവർ ഇതിനെ എല്ലാം ചോദിക്കാൻ തുടങ്ങി ഇതേപോലെ തന്നെ. അതിപ്പോ ജോലി എന്ന് പറയുമ്പം ഇതിനെക്കാട്ടി വലിയ കർത്താവാണ് നമ്മുടെ കർത്താവ്. യെസ് യെസ്, That is what we have. ശബത്തിന്റെയും ദൈവമാണ് ദൈവമാണ് നമ്മുടെ കർത്താവ്. കർത്താവ് അത് പ്രത്യേകം പറയുന്നുണ്ട്. യെരൂശലേം ആലയത്തെക്കാട്ടി വലിയ, അവർക്ക് ആലയം വലിയ അല്ല, സംഭവമാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ കർത്താവ് ചെയ്ത ഏറ്റവും വലിയ തെറ്റല്ലേ ശബത്തിൽ നെന്മണി കഴിച്ചതും? നെന്മണി മാത്രമാണോ ശബത്തില് സൗഖ്യം കൊടുത്തത്? ശബത്തിന്റെ പിന്നെ, കർത്താവ് അബ്രഹാം അല്ലേ ഇത് ചെയ്ത് എന്ത് പറഞ്ഞു? അല്ല, ദാവീദല്ലേ ദാവീദ് അനുഭവിച്ചു പോയി ആലയത്തിൽ കയറി കാഴ്ചയപ്പം കാഴ്ചയപ്പം എടുത്ത് കഴിച്ചില്ലേ? അപ്പം നമ്മള് ഒരു ശനിയാഴ്ച സ്ഥലത്തിന്റെ ഇസ്രായേലിൽ പോയപ്പോ അവിടെ കേറിയപ്പോ ഞാനിങ്ങനെ അവര് ഫോട്ടോ എടുക്കാൻ പറഞ്ഞുകൊണ്ട് മൊബൈൽ വഴി എടുത്ത് വെച്ചു. ഫോട്ടോ എടുക്കാൻ പറ്റിയത് ചിന്നക്കോക്കില വർക്ക് ചെയ്യും, പണിയെടുക്കുമല്ലോ നമ്മള്. അതിന്റെ തന്നെ ഒരു ബുക്കില്ലേ ഇവരെന്തൊക്കെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന്. നിൽക്കുന്നത് പണിയാ, വർക്കാ. അതെ, ഈവൻ എലവേറ്റർ ഉണ്ട് ഇവിടുത്തെ ജൂയിഷ് ബിൽഡിങ്ങില്. ശാബത്തിന്റെ അന്ന് എല്ലാ ഫ്ലോറിലും അത് നിർത്തി പോകും. കാരണം അവര് പ്രസ് ചെയ്യുന്നത് പണിയാണ്. ഞങ്ങള് എന്റെ ആന്റി താമസിക്കുന്ന ജൂവിന്റെ അടുത്താ. മനസ്സിലായി? ഇല്ല, പഴയ നിയമത്തിലാണെങ്കിലും കുക്ക് അല്ല, ചെയ്യുന്നത് പറയുന്നുണ്ട്. ഇല്ല, ശബത്തിൽ ആരും ശബത്തിൽ ഇവരിങ്ങനെ അനങ്ങാതിരിക്കുകയാണ്. അവിടെ ഞാൻ ചെന്നപ്പോ ഒരു പണിയെടുക്കുക നടക്കുന്നതിന് അതാണ്. അപ്പൊ ഒരു ശബത്ത് ദൂരമുണ്ട്, ഒരു ശബത്ത് ദൂരമുണ്ട്. പക്ഷേ കഴിക്കാൻ പറ്റില്ല. പഴയ നിയമത്തിൽ മന്ന കൊടുത്തപ്പോ പറയുന്നുണ്ട് നിങ്ങൾ അത് കളക്ട് ചെയ്യണം. എന്താ അല്ല, എന്നാ റോസ് എന്നാ പറഞ്ഞു? എവിടെ അവസരം കിട്ടുമ്പോ ഇത് മട്ടാഞ്ചേരി ഉണ്ടാകുന്നുണ്ട്. ഞങ്ങളൊരു സാറ്റർഡേയിൽ പോയി. സാറ്റർഡേ പോയപ്പോ ഫോട്ടോ എടുക്കാൻ അവര് പറ്റത്തില്ല, അവരുടെ എടുക്കത്തില്ല. സന്തോഷിത്താണ് ഇപ്പൊ പറഞ്ഞ പോയിന്റ്. ഈ പറഞ്ഞ പോലെ നമ്മൾ ഇതിനെ എല്ലാം ഓരോന്നിനെയും ഇപ്പൊ പിള്ളേർക്ക് കൊടുക്കാമെങ്കിൽ എത്ര വയസ്സിന് മേളി, എത്ര വയസ്സിന് താഴെ, ഇങ്ങനൊക്കെ ചെയ്യാൻ പോയാൽ നമ്മൾ യഹൂദന്മാരും തമ്മിൽ ഒരു വ്യത്യാസം ഇല്ലാതായി. നമ്മളിതിനെ അതെ അതെ നമ്മളിതിനെ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് തന്നിരിക്കുന്ന പരിജ്ഞാനത്തിൽ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, അവിടെ ഇരിക്കുന്ന അപ്പത്തിന്റെ ക്വാളിറ്റിയിലല്ല ഇത് ഓർമ്മിപ്പിക്കപ്പെടുന്നത്. ഇത് എൻ്റെ കയ്യിൽ വരുമ്പോൾ ഞാൻ ഇതിനെ എൻ്റെ ഹൃദയവും ദൈവത്തിന്റെ ഹൃദയവുമായി കണക്ട് ആയിട്ട് ഞാൻ ആ ഓർമ്മയിൽ ഇതിനെ എടുക്കുമ്പോൾ എൻ്റെ ഓർമ്മയിലാണ് കർത്താവ് വാഴുന്നത്. അപ്പൊ അവിടെയാണ് ഇതെല്ലാം ഇതിന്റെ ആ റെഫറൻസ് സംഭവിക്കുന്ന അവിടാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ അതുകൊണ്ട് ഇതിനെ മോശമായിട്ടല്ല, ബഹുമാനം ഇല്ലാതല്ല ചെയ്യേണ്ടത്. ബലഹീനരായിട്ടുള്ളവർക്ക് അത് ഇപ്പൊ അവിടെ ഇപ്പൊ ചപ്പ എടുത്തെടുത്ത് ചവിട്ടി വെച്ചു. അപ്പൊ അവിടെ ഇരിക്കുന്ന ബലഹീനായിട്ടുള്ളവരുത്തും വരുമ്പോ അവന് ഭയങ്കരമായിട്ട് ഹൃദയത്തിന് വേദന ഉണ്ടാകും. അപ്പൊ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് പരിജ്ഞാനത്തിൽ വേണം. അതാണ്, ഇതിനെല്ലാം ഒരു മൊമെന്റ് ഓഫ് വിസ്ഡം ഉണ്ട്. ആ ഒരു പരിജ്ഞാനത്തിൽ നമ്മൾ ഇതിനെ ഹാൻഡിൽ ചെയ്യുക. ഇതിനെ നമ്മൾ കൂടുതലായിട്ട് ഇതിന്റെ അകത്തിൽ നിയമം ഉണ്ടാക്കാൻ പോയാൽ അത് നമുക്കൊരു ഈ പറഞ്ഞ പോലെ അത് നമുക്കൊരു ഐഡിയലായി. ഇവൻ ആർക്ക് വരെ ഇവർക്ക് ഐഡിയലായിരുന്നു. കർത്താവ് അതുകൊണ്ടാണ് കീറി കളഞ്ഞു. കർത്താവിന്റെ സമയം കഴിഞ്ഞ് കീറി മുഴുവൻ ആൾക്കാരും കണ്ടുപോയി. കമ്മ്യൂണിറ്റി ടേബിളിനകത്ത് മേളിൽ ഒരു ക്ലോത്ത് ഒക്കെ വെക്കത്തില്ല, ചിലപ്പോൾ അത് പിന്നെ അടയ്ക്കത്തില്ല. അങ്ങനെ അതിനൊരു സിഗ്നിഫിക്കൻസ് ഉണ്ട്. അതൊരു കാണിക്കാൻ വേണ്ടി നമ്മൾ ഈ പറയുമ്പോൾ ഈ കഴിഞ്ഞിടയ്ക്ക് ഞാൻ ഒരാൾ പറഞ്ഞു കേട്ടു, മറ്റേ ബ്രെഡ് കർത്താവിന്റെ മേശയ്ക്ക് ശുശ്രൂഷയ്ക്ക് ബ്രെഡ് ഉപയോഗിക്കുന്നത് മറ്റേ എന്താ പറയേണ്ടത്, അല്ല പുളിപ്പില്ലാത്തതല്ല, പക്ഷെ ഇപ്പൊ നമ്മളിപ്പോ ബ്രെഡ് ആണല്ലോ ഉപയോഗിക്കുന്നത്. അപ്പൊ ചില പാസ്റ്റർമാർ അതിനെ ബ്രെഡ് തന്നെ ഉപയോഗിക്കണമെന്ന് വാശി പിടിക്കുന്നവരുണ്ട്. ഇവരിതിന് പറയുന്നത് മറ്റേ പല ഗോതമ്പ് മണികൾ ചേർന്ന് അരഞ്ഞ് മറ്റേ പൊടിഞ്ഞു വന്നിരിക്കുന്നത് നമ്മുടെ കർത്താവ് തകർക്കപ്പെട്ടു എന്ന് കാണിക്കാനാണെന്നുള്ളതാ. നമ്മൾ മനസ്സിലാക്കണ്ടേ, ഈ പെസഹായിൽ യഹൂദന്മാർക്ക് ഇങ്ങനത്തെ സിംബോളിസം ഉണ്ടായിരുന്നു. കാരണം എന്താ അവര് അതുവരെ പൊരുളിനെ കണ്ടിട്ടില്ല, അവർ നിഴലില്ലാതെ നിൽക്കുന്നു. യേശുക്രിസ്തു എന്ന സാക്ഷാൽ പൊരുൾ ഇറങ്ങി വന്നപ്പം പിന്നെ നമുക്ക് ക്രിസ്ത്യാനിറ്റിക്ക് സിംബോളിസത്തിന്റെ കളിയില്ല. മനസ്സിലായോ? നമുക്ക് അതോടുകൂടി സിംബോളിസവും ഇങ്ങനത്തെ വിരൽ ചൂണ്ടുന്ന പരിപാടിയും. ബ്രെഡിന്റെ കാര്യം ബ്രെഡിന്റെ പ്രശ്നം ഇതുപോലെ ബ്രെഡ് പ്രശ്നമുള്ള പാസ്റ്റർമാരുണ്ട്. അപ്പം വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കുന്ന വരുന്നവരുണ്ട്. എന്റെ അപ്പച്ചനൊക്കെ പാസ്റ്റർ ആയ സമയത്ത് ഞാൻ എന്റെ കുഞ്ഞിനെ കണ്ടിട്ടുണ്ട്. അപ്പച്ചൻ നമ്മളിന്ന് അടുക്കളയൊന്നും കേട്ടതുപോലെ അപ്പം ഉണ്ടാക്കുന്ന ഇതെന്താ മീനുണ്ട് എന്തോ അപ്പം എനിക്കറിയത്തില്ല. ഗോതമ്പ് അല്ല അത് അന്നത്തെ 3-4 വയസ്സുള്ളപ്പോ ഞാൻ അവരുണ്ടാക്കുമായിരുന്നു. അപ്പം ഉണ്ടാക്കും, വീഞ്ഞുണ്ടാക്കുന്ന പറയാ, മുന്തിരിങ്ങ തിളപ്പിച്ച് അത് പിഴിഞ്ഞ് അങ്ങനെ. ഇതൊക്കെ ഇതൊന്നും ചെയ്യുന്നത് തെറ്റാണെന്നല്ല, പക്ഷെ നമ്മൾ ഇതിനെ ഒന്നും നിയമമാക്കരുത്.
മനസ്സിലായോ? അതാണ് അതിന്റെ ഇപ്പം നാളെ എനിക്ക് ഒരു പണിയില്ലാതെ ഞാൻ വീട്ടിൽ ഇരിക്കുകയാണ്, എനിക്ക് ദൈവം ഒരു കൂട്ടായ്മ തന്നിട്ടുണ്ട്, ഞാനാണ് അവിടെ അത് ലീഡ് ചെയ്യുന്ന ആളെങ്കിൽ എനിക്ക് ഒരു പണിയില്ല, ഞാൻ മുന്തിരിങ്ങ പിഴിവോ ഞാൻ ഇങ്ങനെ തന്നെ ചെയ്യാവൂന്ന് പറഞ്ഞു. പക്ഷെ സമയമില്ലാത്ത ഒരാൾ പക്ഷെ നാളെ ഞാൻ റോബിനെ കുറ്റം വിധിക്കാൻ പോവല്ലോ, ഡേയ് നീ എന്തുകൊണ്ട് മറുവശം എന്ന് പറഞ്ഞാൽ പുതിയതായിട്ട് വന്നവർ, ഇന്നലെ വന്നവർ കുറച്ച് പേരുണ്ട്. നമ്മൾ ഈ അപ്പം എടുത്ത് ചവിട്ടുന്നു, ഒരുത്ത കൊച്ചിനെ എടുത്ത് എറിയുന്നു. അതാ ഞാൻ പറഞ്ഞു. യെസ് യെസ്, അവൻ ആ ഇതായിട്ട് പോകും. കാര്യം അവൻ പുതുതായിട്ട് വന്ന് അവൻ ഇതിനെപ്പറ്റി അറിയില്ലാതെ അതിൽ പഠിച്ചിട്ടൊന്നുമില്ല. അപ്പൊ അവിടെ വരുമ്പോൾ നമ്മൾ ഇതുപോലൊക്കെയുള്ള പരിപാടി കാണിച്ചു കഴിഞ്ഞാൽ അതെ. ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് പരിജ്ഞാനം. യെസ്, ഇതിനെ ഒന്നും നമ്മൾ റെഫറൻസ് ഇല്ലാതെ കാണരുത്, ഇതിനെ ഒന്നും നമ്മൾ അലക്ഷ്യമായി കാണരുത്, മനസ്സിലായോ? പക്ഷേ ഇതൊന്നും നമ്മൾ പരിപാവനവുമായും കാണരുത്, വിഗ്രഹമാണ്. ഇതിനെ നമ്മൾ അലക്ഷ്യമായിട്ടോ റെഫറൻസ് ഇല്ലാതെയോ കാണരുത്. സെയിം ടൈം ഇതിനെ ഒന്നും നമ്മളൊരു കസ്റ്റമായിട്ടോ ഇതിലാണ് നമ്മുടെ നീതി എന്നോ ബാങ് ഓൺ ചെയ്യരുത്, മനസ്സിലായോ? ഇതൊക്കെ നമ്മൾ റെഫറൻസോട് കൂടി തന്നെ ചെയ്യേണ്ട കാര്യമാണ്. അറ്റ് ദ സെയിം ടൈം നമ്മുടെ നീതി ഇരിക്കുന്ന ഈ പ്രവൃത്തിയിലല്ല, നമ്മുടെ നീതി ഇരിക്കുന്ന റോയും പറഞ്ഞ പോലെ നമ്മുടെ രക്ഷ ഇതിന്റെ മേലില്ല. നമ്മൾ ഇതൊന്നും ആചരിച്ചുകൊണ്ടല്ല കർത്താവ് നമ്മുടെ സ്നേഹത്തിന്റെ ഒരു റെപ്രസെന്റേഷൻ കൂടെ. പിന്നെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ആൾക്കാർ പറയുന്നു ബ്രെഡ് ഗോതമ്പ് മണികൾ ചേർന്ന് അരിഞ്ഞു പൊടിഞ്ഞ ബ്രെഡ് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ നമുക്ക് പുതിയ നിയമത്തിന് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. പക്ഷേ സ്റ്റിൽ ഇഫ് യു ഗെറ്റ് എ ചാൻസ് അത് ചെയ്തോളൂ, തെറ്റൊന്നും ഉണ്ടെന്നല്ല നമ്മൾ പറയുന്നത്. നമ്മളിതിനെ തെറ്റെന്നല്ല പറയുന്നത്, പക്ഷേ നമ്മൾ ഇതിനെ ഒന്നും നിയമമാക്കരുത്. ഈ പറഞ്ഞ പോലെ ശബത്ത് ഉണ്ടാക്കിയത് മനുഷ്യന് വേണ്ടിയിട്ടല്ല, അല്ലാതെ ശബത്തിന് വേണ്ടിയിട്ടല്ല മനുഷ്യനെ ഉണ്ടാക്കിയത്. യേശു കർത്താവ് തന്നെ പറഞ്ഞേക്കുന്നത് പോലെ ഈ ന്യായപ്രമാണം തന്നത് എന്തിനു വേണ്ടിയിട്ടാ എന്ന് പറഞ്ഞ പോലെ നമ്മുടെ പ്രാർത്ഥന നമ്മളെല്ലാം പൊട്ട പ്രാർത്ഥനയല്ലേ പ്രാർത്ഥിക്കുന്നത്. വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കേണ്ടത് നമുക്ക് അറിയത്തില്ല നമ്മള്. പക്ഷെ എന്ന് പറഞ്ഞ് നമ്മുടെ തലവെട്ടിക്കളയും ദൈവം. അതെ. അപ്പം 6 മണി ആറായി, നമുക്കൊന്ന് അൺവർത്തി മാനർ എന്ന് പറയുന്നത് അത് നമ്മൾ റെസ്പെക്ട് ഇല്ലാതെ എടുക്കുന്നോ? അതായത് ഞാൻ പറഞ്ഞില്ല, നമ്മളെ തന്നെ ശോധന ചെയ്യാതെ. അതെ അതെ, നമ്മൾ അൺവൃത്തിയാണെന്നുള്ളതാണ് അവിടെ ഞാൻ പറഞ്ഞല്ലോ, ഈ കവനന്റിന്റെ പ്രത്യേകത ഇത് യുണിലാട്ടറല്ല, അവിടെ വേറെ ആരുമില്ല, ഞാനും ദൈവവും മാത്രമുള്ള ഒരു കവനന്റാണ് ന്യൂ കവനന്റ്. അതുകൊണ്ട് എന്നെ തന്നെ ശോധന ചെയ്യാതെ ഇപ്പം ഇതിനകത്തിലെ പിന്നെ ഇതിൻ്റെ അകത്തിൽ എനിക്ക് തോന്നുന്നു, സമയം പോയെന്നറിയാം, ഒരു ഒറ്റ ക്ലാരിഫിക്കേഷൻ എനിക്ക് തോന്നും ഇതിനെപ്പറ്റി നമ്മളുടെ ഇടയിലുള്ള ഒരു തെറ്റായ ഒരു പഠിപ്പീരെന്ന് പറഞ്ഞാൽ, ഈ ഒരുപാട് പേര് കർത്താവിൻ്റെ മേശയിൽ നിന്ന് ആകെ നമ്മൾക്കൊക്കെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു മാസത്തിൽ 2 മാസത്തിലൊരിക്കലൊക്കെയാണ് നമ്മുടെ ഇടയിലൊക്കെ അത്രത്തോളം കുറഞ്ഞു പോയി ഇതിൻ്റെ ഇമ്പോർട്ടൻസും ഇതിൻ്റെ പഠിപ്പീരുകൾ നമ്മുടെ ഇടയിൽ. നമ്മുടെ എല്ലാ കൂടിവരവിലും മസ്റ്റായിട്ടും ഉണ്ടാവേണ്ടതാണ് കർത്താവിൻ്റെ മേശ. അതുള്ളപ്പോഴും പലരും എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ട്. അപ്പം എനിക്ക് ബൈബിളിൻ്റെ പേഴ്സ്പെക്റ്റീവിൽ നമ്മളിതിനെ കാണുമ്പം ഇപ്പം നമുക്ക് സോർട്ട് ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഉദാഹരണം പറയുമ്പോൾ ഞാനും സില്ലൻ തമ്മിൽ വഴക്കായിട്ട് കർത്താവിൻ്റെ മേശയിൽ പോയി ഞാൻ ഹൃദയത്തിൽ ആ വഴക്ക് വെച്ചുകൊണ്ട് ഞാനത് എടുക്കുന്നതെന്ന് ഒരിക്കലും കർത്താവിൻ്റെ എന്താ പറയുക വചനം എന്നെ അനുവദിക്കുന്നില്ല, മനസ്സിലായോ? എനിക്ക് എൻ്റെ മുന്നിൽ സില്ലയുണ്ട്, എൻ്റെ അടുത്തുണ്ട്, എനിക്കൊരു സോറി പറഞ്ഞിട്ട് എനിക്ക് എൻ്റെ ഭാര്യയോട് നിരപ്പ് പ്രാപിച്ചിട്ട് എന്ത് ചെയ്യാം? കർത്താവിനോട് പറയാം, കർത്താവ് എന്നോട് ക്ഷമിക്കണേ എന്ന് പറയാം. കർത്താവ് അപ്പോഴേ അപ്പൻ്റെ കൂട്ട് ദൂരത്ത് നോക്കിയിരിക്കുക ഇവനൊന്ന് പറഞ്ഞിട്ടൊന്ന് വരാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ആ അപ്പനെയാണ് കാണേണ്ടത്. അപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ ആക്ച്വലി ആ മേശ ഒരു റെക്കൺസിലിയേഷന്റെ ഒരു ടേബിൾ കൂടെ. ഇതിന്റെ ഒരു ഗുണം എന്താണെന്നറിയാമോ? നമ്മുടെ എല്ലാ കൂടിവരവുകളിലും കർത്താവിന്റെ മേശ ഉള്ളപ്പം എനിക്ക് പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ റോബിനോട് എനിക്ക് ചെറിയൊരു പ്രശ്നമുണ്ട് ഹൃദയത്തിൽ. എനിക്കിന്ന് കർത്താവിൻ്റെ മേശ എൻ്റെ മുന്നിലുള്ളപ്പം അതിനു മുമ്പേ എനിക്ക് റോബിനോട് പോയിട്ട്, റോബിനെ ഞാൻ അന്ന് അങ്ങനെ പറഞ്ഞ വാക്കിൽ നീ എന്നോടൊന്ന് ക്ഷമിക്കണേ എന്ന് പറയുമ്പോൾ അവൻ തിരിച്ചു പറയുന്നു, ഞങ്ങൾ തമ്മിൽ എന്താവുന്നു? നിരപ്പ് പ്രാപിക്കുന്നു. അപ്പം ആസ് എ ബോഡി ഓഫ് ക്രൈസ്റ്റ് നമ്മൾ എന്താവുകയാണ്? നമ്മൾ ഒന്നാവുകയാണ്. അതാണ് നമ്മുടെ കൂടിവരവുകളിൽ കർത്താവിൻ്റെ മേശ നമ്മളെ ക്രിസ്തുവിൽ യൂണിഫൈഡ് ആക്കി വെക്കുകയാണ്, മനസ്സിലായോ? അപ്പം അതാ ഞാൻ പറയുന്നത്, ഇതിനെ നമ്മളൊരു ആചാരമായി കണ്ട് ചെയ്യുകയാണെങ്കിൽ റോബിൻ്റെ മനസ്സിലെ വെറുപ്പും എൻ്റെ മനസ്സിലെ വെറുപ്പും അതേപോലെ ഇരിപ്പുണ്ട്. പക്ഷെ നമ്മൾ കർത്താവിൻ്റെ മേശ എടുക്കുന്നതുകൊണ്ടൊരു കാര്യമില്ല. അപ്പോൾ അവിടെയാണ് അൺവർത്തിയായിട്ട് നമ്മൾ എന്ത് ചെയ്യരുത്, നമ്മൾ നമ്മളെ തന്നെ ഞാൻ വിധിക്കുകയല്ല, നമ്മൾ ശോധന ചെയ്യുകയാണ്. നമ്മളെ തന്നെ നമ്മൾ ശോധന ചെയ്ത്, അയ്യോ ഞാനിതിന് യോഗ്യനല്ലല്ലോ, എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ എൻ്റെ അടുത്തിരിക്കുന്ന സഹോദരനോട് എനിക്ക് ഉള്ള പ്രശ്നം അപ്പോഴേ സോൾവ് ചെയ്യുക. അതല്ലാത്തവരെ വീട്ടിൽ പോയി വിളിക്കുക. ഇപ്പം കർത്താവിനോട് പറയാമോ, കർത്താവ് പറ്റിപ്പോയി എന്നോട് ക്ഷമിക്കുക. പക്ഷെ ആ കർത്താവിൻ്റെ മേശ എടുക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന ആ പാപബോധം ഉണ്ടല്ലോ, കാരണം ഞാൻ ഇതിന് വിളിക്കപ്പെട്ടവനാണെന്നും ഞാൻ ഇത്രയും വലിയ ഒരു രാജകീയ പുരോഹിതനാണെന്നും ഞാൻ എൻ്റെ പ്രിവിലേജ് എന്താണെന്നും ഉള്ളപ്പം മറ്റേത് എൻ്റെ ഉള്ളിലിരിക്കാൻ പരിശുദ്ധാത്മാവ് സമ്മതിക്കത്തില്ല. നമ്മൾ ശരിക്കും നമ്മളെ വിധേയപ്പെടുത്തുകയാണ്. കഴിഞ്ഞ ഇടയ്ക്ക് എനിക്ക് ഇതുപോലെ കർത്തൃമേശയുടെ സമയത്ത് എൻ്റെ കസിനാണ്, സ്വന്തം അച്ചാച്ചനാണ്. അപ്പം
പുള്ളിയോട് വലിയ അത്ര അറ്റാച്ച്ഡ് ആയിട്ടില്ല. ഞങ്ങൾ ഭയങ്കര ബ്രദേഴ്സ് ഫ്രണ്ട്സ് അങ്ങനത്തെ ഒരു രീതിയിലായിരുന്നു. അപ്പം കർത്തൃമേശയുടെ സമയത്ത് പെട്ടെന്ന് ഈ അച്ഛാതൻ്റെ കാര്യം എൻ്റെ മനസ്സിൽ ദൈവം ഓർമ്മപ്പെടുത്തി. ഞാൻ അപ്പം എൻ്റെ ഉള്ളിലുള്ള ചെറിയ കയ്പുണ്ടേ. അപ്പം ഞാൻ ദൈവസന്നിധി പറഞ്ഞു, ദൈവമേ ഞാൻ ഇത് കഴിഞ്ഞിട്ട് അച്ഛനെ വിളിച്ചു. കാരണം രാത്രി ഞാനപ്പം എന്ത് പറഞ്ഞു, ദൈവമേ ഞാൻ കഴിഞ്ഞിട്ട് അച്ഛനെ വിളിച്ചോളാം എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ കോണ്ടാക്ട് ചെയ്തോളാം എന്നുള്ള രീതിയിൽ ഒരു തീരുമാനമെടുത്തു. ആക്ച്വലി ഞാനത് മറന്നുപോയി. ഒരു ദിവസം കുറച്ച് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ സ്വപ്നത്തിൽ ഈ അച്ഛനെ കാണുക. ഞാൻ അവരുമായിട്ടൊക്കെ അവരുടെ കാര്യം, അവരുടെ ഫാമിലി ഫുള്ള് ഞാൻ സ്വപ്നത്തിൽ കാണും. ഞാൻ പെട്ടെന്ന് രാവിലെ എഴുന്നേറ്റിട്ട് ആദ്യം അച്ഛൻ എന്തോ ഉണ്ട് വിശേഷം, ഇത്രേ ഉള്ളൂ. അപ്പോഴത്തെ പിന്നെ ആ ഒരു വലിയൊരു ഭാരം അപ്പൊ ദൈവം അത്രയും നമുക്ക് അത്രയും കാര്യങ്ങൾക്ക് എന്താണ് ഭയങ്കര ദൈവം ദഹിപ്പിക്കുന്ന അഗ്നി എല്ലാ ആണയിലും ഉണ്ടല്ലോ. നമ്മുടെ ഒരു ഹൃദയങ്ങളുടെ അവസ്ഥ ദൈവം അല്ല, നമ്മളെ മനസ്സിലാക്കുന്ന ദൈവമാണ് അല്ലേ. സിറ്റുവേഷൻ വെച്ചിട്ട് എന്തുവാണ് എന്നെല്ലാം മനസ്സിലാക്കുന്ന ദൈവം. അപ്പം നമ്മൾ ചിന്തിക്കണം, നമുക്കത് തിരുവത്താഴം എടുക്കാൻ ആർക്കെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ അല്ലെങ്കിൽ അത് പറയണം, അല്ലെങ്കിൽ ഈ പാരമ്പര്യ സഭകളിൽ കയ്യസൂരി ഉണ്ടല്ലോ. കയ്യസൂരി കൊടുക്കുന്നത് ഈ കർത്തൃമേശയ്ക്ക് മുമ്പാണ്. അപ്പം സന്തോഷം അറിയാമോ അത്? വാസ്തവത്തിൽ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ രമ്യതപ്പെടുക. പക്ഷെ അതും ഒരു ചടങ്ങാണ്, അതും ഒരു ട്രഡീഷനാണ്. പ്രശ്നമുള്ളടത്ത് വന്ന് ആരാധിക്കാൻ നിൽക്കത്തില്ലല്ലോ, എവിടെയെങ്കിലും ഉണ്ടെ മാറിയേ നിൽക്കത്തുള്ളൂ. പക്ഷെ അറിഞ്ഞുകൊണ്ട് കൊടുക്കാത്തവരുണ്ട് കേട്ടോ, ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് കയ്യസൂരി അടുത്ത് വരുമ്പോഴേ അതിപ്പോ നമുക്കിടയിലെ വിശുദ്ധ കൊടുക്കാതോ. നമ്മൾ ഇതിനെ ഒന്നും ഞാൻ പറഞ്ഞില്ലോ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അടിസ്ഥാനം ബൈബിളാണ്. ഇതിന് ഇപ്പം നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ടല്ലോ, ഇപ്പം നമ്മൾ പ്രസംഗിക്കുന്ന ആളുടെ ലൈഫിലെ നോക്കരുത്, അവരുടെ നീതി നോക്കരുത്. മനസ്സിലായോ? നമ്മളെല്ലാവരും മനുഷ്യരാണ്. ഈ പറയുന്ന ഞാൻ പറഞ്ഞ പോലെ ഞാനും നിങ്ങളും പാപി. വീട്ടിനകത്ത് താമസിച്ച മകനും ഇന്ന് നമ്മൾ കേട്ട പോലെ പുറത്തു പോയവനും എന്താണ്, രണ്ടുപേർക്കും വേണ്ടത് എന്താണ്? അപ്പൻ്റെ ഗ്രേസ് ആണ്. അപ്പോൾ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമ്മുടെ പോയിന്റ് ഈസ് എന്താണ്, നമുക്ക് വേണ്ടത് ഗ്രേസ് ആണ്. അപ്പോൾ അവിടെയാണ് നമ്മളിതിനെ ഈ ആചാരം എന്നുള്ള സാധനത്തെ മാറ്റി വെച്ചിട്ട് നമ്മളിതിൻ്റെ ആഴത്തിൽ ഇറങ്ങി ചെല്ലുകയും ഇതിലേക്ക്